ഹലോ 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 എന്തല്ല മക്കൾ. കേറി വാടാ എന്നെ കാണുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തല്ല മക്കൾ. കേറി വാടാ. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു നിങ്ങളുടെ സ്കൂൾ ലൈഫിലുള്ള ഏറ്റവും അവസാനത്തെ ഇംഗ്ലീഷ് മോഡൽ ലൈവ് അല്ലേ നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ഏറ്റവും അവസാനത്തത് ആയിരിക്കണം നാളത്തെ ഇംഗ്ലീഷ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ എനിക്കറിയാം നിങ്ങൾ ഈ ഒരു പോയിന്റ് ഔട്ട് ടൈമിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കില്ലേ. ഈ ഒരു പോയിന്റ് ഔട്ട് ടൈമിൽ നിങ്ങൾ ആലോചിക്കുന്നത് ഈസ് ദിസ് ദ റൈറ്റ് പ്ലേസ്, നാളത്തെ എക്സാം ഫുൾ കോൺഫിഡൻസിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ലൈവ് അത് ഇത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നാളെ ഒരുപാട് എക്സാമുകൾ വേറെ നടന്നുകൊണ്ടിരിക്കുന്നു, വേറെ ലൈവുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. സോ ആ കൺഫ്യൂഷനെ തന്നെ ഞാൻ ആദ്യം അഡ്രസ് ചെയ്യട്ടെ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്, യു ആർ ഇൻ ദ റൈറ്റ് വേ. സോ സിറ്റ് ബാക്ക് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ നടക്കാൻ വേണ്ടി പോകുന്ന മോഡൽ എക്സാമിന്റെ ഹോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ നാളെ വെറുതെയാണ്. നാളെ ഒരു കാര്യമില്ല, നാളെ പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ വേണ്ടി പോകണില്ല. ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾ വെറുതെ കളയും. പറയാനുള്ള കാരണമല്ലേ, നിങ്ങൾ പബ്ലിക് എക്സാമിന് എൻഡ് ഓഫ് ദ ഡേ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഒരു ഫുൾ മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഫുൾ A+ ആണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതിന് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് വി നീഡ് ടു ഹാവ് എ സെൽഫ് അവയർനെസ്. സ്വയമേ ഉള്ള ഒരു ബോധ്യം വരണം. എന്താണ് ആ പറഞ്ഞ സാധനം? എന്താ ആ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ? എന്താ വാട്ട് ഓൾ തേങ്ങാക്കൊല വി നോ ആൻഡ് വാട്ട് ഓൾ മാങ്ങാത്തൊലി വി ഡോണ്ട് നോ. ആ വെളിപാട് കിട്ടേണ്ടതില്ലേ നമ്മുടെ പബ്ലിക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴല്ല. എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്നുള്ള വെളിപാട് കിട്ടേണ്ടത് പബ്ലിക് എക്സാമിലല്ല, മറിച്ച് പബ്ലിക് എക്സാമിന്റെ അതേ പാറ്റേണിൽ വരുന്ന മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒരു വെളിപാട് കിട്ടേണ്ടത്. സോ ടോക്കിംഗ് അബൌട്ട് വെളിപാട്, ആ വെളിപാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളത്തെ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, നാളത്തെ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കണം എന്നുള്ളത്. സോ ആ ഒരു ബോധ്യത്തിൽ വേണം നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരണം. അപ്പൊ യൂട്യൂബിന് മനസ്സിലാവും കാര്യപ്പെട്ട് എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് യൂട്യൂബിന്റെ ആൽഗോരിതം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിപ്പോ ചെയ്യുന്നത് ഈ ഒരു ഇൻഫോർമേഷൻസ്, ഈ ഒരു നോളജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും പേരിലേക്ക് ഷെയർ ചെയ്യണം. ആ ഒരു കടമ, ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കും ഉണ്ട്. ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് മാത്രം യു സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, എന്റെ എൻറ്റയർ ഇംഗ്ലീഷ് ടീം, എഡ്യൂപോർട്ടിന്റെ ഇംഗ്ലീഷ് ടീം നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോകുന്നത് കംപ്ലീറ്റ് ചാപ്റ്റർ സമ്മറിയാണ്. കംപ്ലീറ്റ് ചാപ്റ്റർ സമ്മറിയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കോഴ്സുകൾ നോക്കുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ല, കംപ്ലീറ്റ് ഗ്രാമർ പോർഷനും നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോകലടാ. റെഡിയല്ലേ? അത് പോരേടാ. നാളത്തെ മോഡൽ എക്സാമിന് നമുക്ക് ഇനഫ് വെളിപാട് കിട്ടാൻ അത്രയും പോരെ. സോ അത്രയും മതിയെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ലൈവിന് റെഡി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് അറിയണം. എന്നെ നിങ്ങൾ അതൊന്ന് അറിയിക്കണം. ഒന്ന് പറഞ്ഞേടാ, ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചേ കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ അവസാനത്തെ ഇംഗ്ലീഷ് മോഡൽ എക്സാം ആണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്കൂൾ ലൈഫിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഘനഗംഭീരമായ മോഡൽ എക്സാം ആവട്ടെ നാളത്തത്. ഓക്കെ, ക്ലാസ് 3 hours ഉണ്ടോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യു. എത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടി തീർക്കാം. നമുക്ക് ഒരു കാര്യം അറിയില്ല, ഏകദേശം 1 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ് ഈ ഒരു കുറച്ച സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സ്കിം ത്രൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഇനഫ് വാചകം കിട്ടോ. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 16ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഡിസ്കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15ഓളം ഡിസ്കോഴ്സുകളുണ്ട്. അതിൽ പലതും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് അറിയേണ്ടതുള്ളൂ, അത് നമ്മൾ ഇന്ന് സെറ്റ് ആക്കി എടുക്കും. ഗ്രാമർ ആണെങ്കിലും ഏകദേശം ഒരു 13 ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട, ഇത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന സാധനങ്ങൾ, അറിയാവുന്ന സാധനങ്ങളാണ്. ഇത് പലതൊക്കെ എഡിറ്റിങ്ങിന്റെ അണ്ടറിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. സോ ഇന്ന് നിങ്ങൾ റെഡി ആണെന്ന് പറയുന്നുണ്ട്, കത്തുന്നുണ്ട്. ഈ കത്തില് പോരാ, നമുക്ക് കൂടുതൽ ആളി കത്തണം, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം. സോ ഓക്കെ പവർ ആക്കണമെന്നൊക്കെ കമന്റ്സിൽ വരുന്നുണ്ട്. നമുക്ക് ആളി കത്തിക്കണം, പരമാവധി പേര് ഇത് കാണണം. ഇന്നത്തെ ലൈവ് നമുക്ക് കാണാം. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ്. കാരണം നമുക്ക് വാചകടിച്ച് കളയാൻ അധിക സമയമില്ല, നിങ്ങൾക്ക് അറിയാലോ. സോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 1
ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നാമത്തെ യൂണിറ്റ്. എന്തിന്റെ സ്വാതന്ത്ര്യം എന്നല്ലേ? സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന, സ്ത്രീകളുടെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്ന, സ്ത്രീകളുടെ എംപവർമെന്റിന്റെ ആവശ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നാമത്തെ യൂണിറ്റ്. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്പീച്ച് ആണ് കേട്ടോ. 3 L's ഓഫ് എംപവർമെന്റ് എഴുതിയിരിക്കുന്നതിലെ ഒരു ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ ആണ്. അവരുടെ പേര് ക്രിസ്റ്റീൻ ലഗാഡെ എന്നുള്ളതാണ്. പേര് മറന്നുപോകരുത്. ക്രിസ്റ്റീൻ ലഗാഡെ ഒരു ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡി അല്ലടാ, ഇത്രയും കാര്യങ്ങൾ റെഡി അല്ലേ? സോ ക്രിസ്റ്റീൻ ലഗാഡെ ഈ സ്പീച്ചിൽ പറയുന്നത്, സ്പീച്ച് ആയതുകൊണ്ട് നമ്മൾ റൈറ്റർ എന്നല്ല അഡ്രസ് ചെയ്യേണ്ടത്, ഇവിടെ ഒറേറ്റർ എന്നുള്ളതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. സോ ക്രിസ്റ്റീൻ ലഗാഡെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷീസ് എംഫസൈസിങ് ദ നീഡ് ഓഫ് വുമൺ എംപവർമെന്റ് ഇൻ എ ഡെവലപ്പിംഗ് നേഷൻ. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടില്ലേ, അതിൽ വുമൺ എംപവർമെന്റ് എത്രത്തോളം ആവശ്യമുള്ള കാര്യമാണെന്നാണ് നമ്മൾ ഈ സ്പീച്ചിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുവരെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 21ാം നൂറ്റാണ്ടായിട്ടും നമുക്ക് ഈ ഒരു ഇനീക്വാലിറ്റിനെ, ഈ ഒരു പ്രശ്നത്തിന്, വുമൺ എംപവർമെന്റിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 21ാം നൂറ്റാണ്ടിലെ 21st സെഞ്ചുറിയിലുള്ള ഒരു ചാലഞ്ച് ആയിട്ടാണ് we need to come up with a new approach of problem solving. നമ്മൾ ഇതിനെ പുതിയ രീതിയിൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്പീച്ച് തുടങ്ങുന്നത്. സോ ഇവിടെ സ്പീച്ചിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഈ സ്ത്രീകൾ ഒരു രാജ്യത്തിന്റെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? a country which negatively impact the growth, ആ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു പറയാം. We know that 50% of global population actually represent women. സ്ത്രീകളാണ് ഒരു ഗ്ലോബൽ പോപ്പുലേഷന്റെ 50% എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇൻ റിയാലിറ്റി they are not even contributing not even close to 50% of the economic activities. പക്ഷെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു 50% പോയിട്ട് 25% പോലും ആര് പങ്കെടുക്കുന്നില്ല? സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഹിയർ കംസ് ദ പ്രൊപ്പോസിഷൻ. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്, ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിക്കൊണ്ട് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാഡെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 L's: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ചത്താലും മറന്നു പോകരുത്, ഈ ഒരു രാത്രിയെങ്കിലും ഇത് ഓർമ്മ വരണം കേട്ടോ. എവിടെയും പോയിട്ടില്ല, നോക്കിക്കോ. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ L എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്, ലേണിംഗ് ആണ്. സോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ എന്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആഫ്രിക്കൻ അഡേജ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ആഫ്രിക്കൻ അഡേജ് ഇങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. എന്ന് വെച്ചാൽ എന്താ? ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സെന്റർ പോയിന്റ് ആണ്. ആ വീടാണ് ആ സൊസൈറ്റിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയാണ് ഒരു രാജ്യത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സ്ത്രീയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു പെൺകുട്ടിയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആക്ച്വലി ആ സൊസൈറ്റിയെ തന്നെയാണ് നിങ്ങൾ എംപവർ ചെയ്യുന്നത്. സോ സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ആഫ്രിക്കൻ അഡേജിലൂടെ കാണിച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമതായിട്ട് ക്രിസ്റ്റീൻ ലഗാഡെ സജസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ L എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലേബർ. ലേബർ എന്തുകൊണ്ട് ആവശ്യമാണ്? കാരണം ദിസ് actually lets a woman to flourish and achieve their true potential. സ്ത്രീകളുടെ യഥാർത്ഥ സാധ്യതകൾ അത് വരണമെന്നുണ്ടെങ്കിൽ, അത് പുറത്തു വരണമെന്നെങ്കിൽ അവിടെ സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്ക് ലേബർ കൂടെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? സ്ത്രീകൾ പലപ്പോഴും വുമൻ ആർ too often get stuck in low paying, low status and low security. അവിടെ ഒരു പേയ്മെന്റ് പ്രോപ്പർ അല്ല, അവിടെ സ്റ്റാറ്റസ് പ്രോപ്പർ അല്ല, അവിടെ സെക്യൂരിറ്റി പ്രോപ്പർ അല്ല എന്നുള്ളതാണ് ഇവിടെ ലേബറിൽ വരുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്നത്. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം അല്ല, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡെക്സ് ആണ്, ഒരു രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ ഇൻഡെക്സ് ആണ്. അതിനെ നമുക്ക് കൂട്ടാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ വർക്ക് പ്ലേസിലുള്ള ഒരുപാട് ജെൻഡർ ഗ്യാപ്പുകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ക്രിസ്റ്റീൻ ലഗാഡെ also suggests that we also need to change the laws sometimes. നമ്മൾ ഒരുപാട് നിയമങ്ങളെ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ നിയമങ്ങളാ? പ്രോപ്പർട്ടി ലോസ് നമുക്ക് മാറ്റണം, ഇൻഹെറിറ്റൻസ് ലോ നമുക്ക് മാറ്റണം, സ്ത്രീകളെ ഇനീക്വൽ ആയിട്ട് കാണുന്ന എല്ലാത്തരം നിയമങ്ങളും മാറണം. മാത്രമല്ല, ഇവിടെ ഒരുപാട് പോളിസികൾ വരണം. സ്ത്രീകളുടെ ഹെൽത്ത് കെയറിനാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു, പോളിസികൾ വരേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന L എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. വൈ ലീഡർഷിപ്പ്? ദാറ്റ് unleash the true talents and abilities of a woman. എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ലേബർ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്ത്രീകൾ നേതൃത്വ നിരകളിലേക്ക് മുന്നിലേക്ക് വരണം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? ഇറ്റ് ഈസ്
ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പലപ്പോഴും ഇല്ലേ ഒരു ഓർഗനൈസേഷനിലൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗിൽ അവർക്കൊരു എഡ്ജ് ഓവർ ഉണ്ട്, അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഡിസിഷൻസ് എടുക്കുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ക്രിസ്ത്യൻ ഓൾസോ നോട്ടീസസ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഓഫൻ ഫേസ് against their കോമ്പറ്റൻസ്. പലപ്പോഴും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം അവർ പലപ്പോഴും ജോലിയിൽ ഇത്തരം ലീഡർഷിപ്പ് റോളുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവിടെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഓൺലി സൊല്യൂഷൻ ഫോർ ദിസ് ഈസ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. ആളുകളുടെ മൈൻഡ് സെറ്റ് മാറണം, സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് മാറണം. സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഇതൊരു ആക്ച്വൽ സൊല്യൂഷൻ നമുക്ക് ബ്രിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ വി നീഡ് ടു കം ഔട്ട് ഓഫ് ദ comfort bubbles. We need to burst the comfort zones and comfort bubbles. Christian calls out all the women to dare the difference and make a new world without any impediment or prejudice against women. എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ മുൻധാരണകൾക്കും മുൻവിധികൾക്കും എതിരെയായിട്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. സെറ്റാണോടാ? സെറ്റാണോ? ഓക്കെ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് സ്പീച്ച് ആണ്. നോക്കിക്കോ, ക്രിസ്റ്റീൻ ലഗാർഡെ സജസ്റ്റ് വേരിയസ് മീൻസ് ഓഫ് എംപവറിംഗ് വുമൻ. ഷീ പെർസ്വേസീവ്ലി ഇൻസിസ്റ്റ് ഓൺ ദി ഐഡിയ ദാറ്റ് വുമൻ ഷുഡ് തിങ്ക് ആൻഡ് ആക്ട് ഇൻഡിപെൻഡന്റ്ലി. കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ്, പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് പെർസ്വേസീവ് സ്പീച്ച് ഓൺ ദ ടോപ്പിക് Education is the key to women empowerment, to be delivered at a school assembly on International Women's School. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ, സ്പീച്ചാണ് അറിയാത്ത ഒരാളടുത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബബ്ബ പഠിക്കാതിരിക്കാൻ നമുക്കൊരു സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. സോ സ്പീച്ച് എഴുതാൻ അറിയുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോയിങ് യുവർ ഓഡിയൻസ്. എവിടെയാണ് ഈ സ്പീച്ച് പറയാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. അത് നമ്മളൊരു കവല പ്രസംഗമാണോ, അതോ ഇനി വല്ല ഉദ്ഘാടനത്തിന് പോയതാണോ, അതോ സ്കൂൾ അസംബ്ലിയിലാണോ പോയത്? ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ അസംബ്ലിയിലാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനെയാണ്. നിങ്ങൾ കവല പ്രസംഗത്തിന് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഹെഡ് മാസ്റ്ററിനെയും അവിടുത്തെ സ്റ്റുഡൻസിനെയും ബാക്കിയുള്ളവരുടെ സ്റ്റാഫുകളെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? അല്ല. അപ്പൊ ഓഡിയൻസിനെ അറിയാം, ആ രീതിയിൽ അഡ്രസ് ചെയ്യുക, ആ രീതിയിൽ സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, സ്പീച്ചിൽ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സോ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്. മൂന്നാമത് വരുന്ന സാധനമാണ് ദ ബോഡി. ഈ ദ ബോഡിയിലാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നത്, ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ ഇവിടെയാണ് പറയുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ പെർസ്പെക്റ്റീവുകൾ, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റണം. സോ ഇതിലൊരു ആഫ്രിക്കൻ അഡേജ് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നല്ലോ, ഇഫ് യു ട്രെയിൻ എ ഗേൾ യു ആർ ആക്ച്വലി ട്രെയിനിങ് എ വില്ലേജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ആഫ്രിക്കൻ അഡേജ് പറയുന്നുണ്ടല്ലോ. എടുത്ത് പെരുമാറാവുന്നതാണ്, കോട്സ് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് സ്പീച്ചിൽ. സോ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒന്ന് കൺക്ലൂഡും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് സെറ്റാണടാ, സ്പീച്ച് സെറ്റാണ്. അത്രയേ ഉള്ളൂ. സ്പീച്ചിൽ നിങ്ങൾ അത്ര അറിഞ്ഞിരുന്നാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ. റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പഠിപ്പിക്കാം. ഇതൊന്നും കൂടെ കഴിഞ്ഞോട്ട്, ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പഠിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സോ ഈ പാഠഭാഗങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് സ്കിം ചെയ്ത് പോകാവുന്നതാണ്. കാരണം നമുക്കത് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കിം ചെയ്ത് പോകാം. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ നോക്കിക്കോ. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇമാജിൻ ദാറ്റ് എ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വുമൻസ് റൈറ്റ്സ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് an opportunity to interact with her. Frame 4 questions on the need of women empowerment that you wish to ask. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് 1-2 മാർക്ക് പോകാറുണ്ട്. എവിടെ ഈ മാർക്ക് പോകുന്നത്? വെറുതെ വിടുവായത്തും ചോദിക്കുന്നതുകൊണ്ടാണ് ഈ മാർക്ക് പോകുന്നത്. സോ ഇവിടെ ആരോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയാം, പക്ഷെ എന്ത് ചോദിക്കണം എന്നറിയില്ല. പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ, കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് കൊടുക്കണം. കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ബോധ്യം വരണം. സോ അതാണ് കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതില്ലേ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സോ നിങ്ങൾ രാവിലെ എന്താണ് കഴിച്ചത്? അതിന് ഒരൊറ്റ വാക്കിൽ നമുക്ക് ഒരു ഉത്തരം പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പുട്ടും കടലയും, അല്ലെങ്കിൽ ദോശ. ഇത്രയും നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ യെസ് ഓർ നോയിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. പക്ഷേ പകരം നമുക്ക് വേണമെങ്കിൽ രാവിലെ പഴങ്കഞ്ഞി കുടിക്കുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിന്റെ ഒരൊറ്റ വാക്കിന് ഒരു ഉത്തരമില്ല. ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ,
ഒന്ന് ഇന്റർവ്യൂ ക്വസ്റ്റ്യനർ അത്രയേ ഉള്ളൂ. സോ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കിയാലോ. കാതറിൻ ടൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറിഷ് പോയറ്റ് ആണ്. ഐറിഷ് പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് എനി വുമൻ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ ശ്രദ്ധിച്ചോ, എനി വുമൺ എന്നാ പറഞ്ഞതുള്ളൂ. ഒരു വുമൺ എന്നല്ല, എ വുമൺ എന്നല്ല, എനി വുമൺ എന്നാണ് പറഞ്ഞത്. ഏതൊരു സ്ത്രീയും, ലോകത്തിലുള്ള ഏതൊരു സ്ത്രീയും, ഏതൊരു സ്ത്രീയും ഇല്ലേ, ഒരു വീട്ടില് അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ഒരു അമ്മയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ഒരു കുട്ടി വളരുന്നതിൽ ആ ഫാമിലിയിൽ ആ സ്ത്രീയുടെ റോൾ എത്രത്തോളമാണ്, എത്രത്തോളം ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നോക്കിക്കോ, വളരെ സിമ്പിൾ പോയമാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ഞാനാണ് ഈ വീടിന്റെ തൂണുകൾ, ഞാനാണ്. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ഈ തൂണില്ലേ, ഈ ആർച്ചില്ലേ, ഈ ആർച്ചിന്റെ ആണിക്കല്ലും ഞാൻ തന്നെയാണ്. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് Take me away and roof and wall would fall to ruin me utterly. ഈ വീടിന്റെ തൂണ് ഞാനാണ്, ഈ വീടിന്റെ ആർച്ചിന്റെ ആണിക്കല്ല് ഞാനാണ്. നിങ്ങൾ എന്നെ ഇവിടുന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാലല്ലേ ഈ വീട് മൊത്തം നിലംപരിശാകുന്ന പറയുന്നത്. സ്ത്രീകൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അവർ എത്രത്തോളം ആ ഒരു സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി എത്രത്തോളം ക്രൂഷ്യൽ ആണെന്നാണ് അവിടെ പറയുന്നത്. ഇതിൽ ആദ്യ രണ്ട് വരികളും നമുക്ക് മെറ്റഫേഴ്സ് ആണ്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഞാൻ ഈ വീടിന്റെ തൂണുകളാണെന്ന് പറയുന്നുണ്ട്. കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ, അത് തല തിരിച്ച് പറഞ്ഞതാണല്ലോ. തല തിരിക്കുന്നതിനെ നമ്മൾ അനാസ്ട്രഫി എന്നാ പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ ഈ രണ്ട് മെറ്റഫറുകൾ നോക്കി വെക്കുക. ഓക്കെ, ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഈ ഹാർത്ത് എന്ന് പറഞ്ഞാലില്ലേ, ഈ നെരിപ്പോട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നെരിപ്പോട്, ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ തീ കായാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ നെരിപ്പോട്. ആ നെരിപ്പോടിലുള്ള തീയില്ലേ, അത് ഞാനാന്നാ പറയുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും കെയറിങ്ങിന്റെയും എല്ലാം ഊഷ്മളത തരുന്ന ആ ഒരു സ്നേഹത്തിന്റെ വെളിച്ചം ഞാനാണ്, സ്നേഹത്തിന്റെ ഗൈഡൻസ് ഞാനാണെന്ന് പറയുന്നത്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദി എർത്ത്. ഇവിടെ എർത്ത് എന്ന് യൂസ് ചെയ്തിരിക്കുന്നതിലും ആ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്, ആ വീടിനെ കുറിച്ചാണ് പറയുന്നത്. ആ വീടിനെ ചൂട് പിടിപ്പിക്കുന്ന, ആ വീടിന് ചൂട് പകരുന്ന ആ ഒരു ഫയർ, ആ ഒരു ഹീറ്റ് ഞാനാകുന്നു എന്ന് പറയുന്നത്. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ സ്റ്റോൺ. നിങ്ങൾ എന്നെ അവിടുന്ന് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാലല്ലേ ആ വീട് തണുത്തുറഞ്ഞു പോകുന്ന പറയുന്നത്. അവിടെ ഒരു ഊഷ്മളതയും അവിടെ ഒരു തേങ്ങാക്കൊലയും ഉണ്ടാവില്ല, ആ വീട് തണുത്തുറഞ്ഞു പോകുന്ന പറയുന്നത്. സോ ആദ്യത്തെ 3 വരികൾ, ഈ സ്റ്റാൻസിലുള്ള ആദ്യത്തെ 3 വരികളും മെറ്റഫേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ ടാക്ടൈൽ ഇമേജ് പറയുന്നുണ്ട്, ഹീറ്റ്, വാർംസ് ദി എർത്ത്, കോൾഡർ ദാൻ സ്റ്റോൺ, അതൊക്കെ ടാക്ടൈൽ ഇമേജ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. മൂവിങ് ഓൺ. അറ്റ് മീ ദ ചിൽഡ്രൻ വാർം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. എന്നിലാണ്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഈ ഹാർത്ത് തന്നെ ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അറ്റ് മീ ദ ചിൽഡ്രൻ വാർംസ് ദെയർ, അവരുടെ സ്നേഹത്തിന്റെ സോഴ്സ് കണ്ടെത്തുന്നത്, അവരുടെ ഊഷ്മളതയുടെ സോഴ്സ് കണ്ടെത്തുന്നത്. ദ വാംത്ത് ഓഫ് ലവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. The warmth of love, the warmth of love നെ കുറിച്ചാണ് പറയുന്നത്. ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. അവർ കാണുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് അത് ഞാനാണെന്ന് പറയുന്നത്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്. നമ്മൾ നേരത്തെ എർത്ത് കോൾഡ് ആവുന്ന പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ വീടും കോൾഡ് ആവുന്ന പറയുന്നത്. ഈ വീട് തണുത്തുറഞ്ഞു പോകുന്ന പറയുന്നത്. ഈ വീട് ഒരു ശവപ്പറമ്പായിട്ട് മാറും, മരവിച്ചു പോകുന്ന പറയുന്നത്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. നമുക്കറിയാം ഒരു അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ വളരുന്നതിന് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. ആ അമ്മയുടെ റോളാണ് അവിടെ കാണിച്ചു തരുന്നത്. ആൻഡ് ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ സേക്രഡ് റിംഗ്. ഈ സേക്രഡ് റിംഗ് എന്ന് പറയുന്നതിലെ ഫാമിലിയാണ്, വിശുദ്ധമായ ഒരു വലയം. ആ ഫാമിലിയിൽ അവരെ ചേർത്ത് നിർത്തുന്നത് അത് ഞാനാണെന്ന് പറയുന്നത്. ദർ നോട്ട് ഓഫ് ലവ്, ആ സ്നേഹത്തിന്റെ ഒരു കെട്ടില്ലേ, ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ആ ഒരു ക്ലോസ് ടെതറിൽ, ആ ഒരു കെട്ടിലില്ലേ, ഒരു കുട്ടിയും വഴി തെറ്റി പോവില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. 13ാമത്തെ വരിയിലെ മെറ്റഫർ ഉണ്ട്. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നമുക്ക് മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഈ വീടിന്റെ തറ മുതലില്ലേ അങ്ങ് ഉച്ചി വരെ ഈ വീട് മൊത്തമായിട്ട് ഞാനാണെന്ന് പറയും. നമുക്കറിയാം നമ്മുടെ അമ്മ എന്ന് പറയുന്നത്, നമുക്ക് അമ്മയുടെ ഓരോ മുക്കുമൂല, ആ വീടിന്റെ ഓരോ മുക്കുമൂല നമ്മുടെ അമ്മക്ക് അറിയാവുന്നതാണ്, ഉമ്മമാർക്ക് അറിയാവുന്നതാണ്. ഐ ഡെക്ക് ദ വാൾസ്, ഐ ബോട്ട് ദ സ്പ്രെഡ്. ഞാനാണ് ഈ വാളൊക്കെ അലങ്കരിക്കുന്നത്, ഞാനാണ് മേശ വിരിക്കുന്നത്. ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് വൂഫ്. ഞാനാണ് കർട്ടൻ തുന്നുന്നത്. അതായത് ഈ വീടിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഞാനാണ്, ഈ വീടിന് കംപ്ലീറ്റ് ഊഷ്മളത, സ്നേഹം കൊടുക്കുന്നത് ഞാനാണ്, ഈ വീടിനെ വീടാക്കി മാറ്റുന്നത് ഞാനാണെന്ന് പറയുന്നത്. ആൻഡ് ഷേക്ക് ഡൗൺ ടു ബി ദെയർ ബെഡ്. ഇതെന്ന് വെച്ചാലില്ലേ തൂവൽ പൊഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പക്ഷികളൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൂട് ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ? ആ തൂവൽ പൊഴിച്ചുകൊണ്ടാണ് അവർ കംഫർട്ട് ഒരുക്കുന്നത്. സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പലതും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു അമ്മ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ
ഓൾ ഡേഞ്ചർ, എല്ലാ ഡേഞ്ചറിൽ നിന്നും അവരെ തടയുന്ന ആ ഒരു വാളാണ് ഞാനെന്നാ പറയുന്നത്. their door against the wind and snow. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് എല്ലാ പൊട്ടൻഷ്യൽ ത്രെറ്റുകളിൽ നിന്നും, എല്ലാ പൊട്ടൻഷ്യൽ ഡേഞ്ചറുകളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? ആ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുക. thou whom a woman laid in a manger, take me not till the children ഗ്രോ. ഇതൊന്നും പറയുന്നില്ല, ഇതൊരു പ്രെയർ ആണടാ. ആരോടുള്ള പ്രെയറാ? എങ്ങനെയാ അത് പ്രെയർ ആണെന്ന് മനസ്സിലാക്കിയത്? തൗ ഹൂം, തൗ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം കേട്ടോ. ഓൾഡ് ഇംഗ്ലീഷിൽ നീ എന്നാണ് അർത്ഥം. ഹൂം എ വുമൻ ലേഡ് ഇൻ എ മേജർ, ഒരു പുഴുത്തൊഴുത്തിൽ ഒരു സ്ത്രീ കടത്തിയ ഒരാളോടാ പറയുന്നത്. അത് ആരാന്നറിയോ? അത് മിസ്റ്റർ ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് ആണ്. ഗോഡ് ഓൾമൈറ്റിയോട് പറയാണ്, ദൈവത്തിനോട് പറയാണ്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ കുട്ടികൾ വളരുന്നവരെങ്കിലും എന്നെ നീ കൊണ്ടുപോകല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ രണ്ട് വരികൾ ലൈൻ 21 and 22, സോറി, ഐ ആം ദെയർ വാൾ അഗൈൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്ന് പറയുന്നിടത്ത് നമുക്ക് മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഇതിൽ നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്കൊരു തീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. റൈറ്റപ്പ് പോലെയുള്ള, പാരഗ്രാഫ് റൈറ്റിംഗ് പോലെയുള്ള റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. തീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് പോയറ്റിക് ഡിവൈസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 1 മാർക്കിന് 2 മാർക്കിന് നമുക്ക് പോയറ്റിക് ഡിവൈസ് പ്രതീക്ഷിക്കാം. നമുക്കൊരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പ്രതീക്ഷിക്കാം. സോ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ കിട്ടും. ഈ പറഞ്ഞ 2 കാര്യങ്ങളില്ലേ, അതിലുള്ള തീം, അതിലുള്ള പോയറ്റിക് ഡിവൈസ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അപ്രിസിയേഷൻ നോട്ടിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രോപ്പർ അപ്രിസിയേഷൻ നോട്ട് എഴുതുന്നത്? ഇത് നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു സാധനം എത്ര പഠിച്ചാലും നമുക്ക് ഇടയ്ക്ക് തെറ്റിപ്പോലെ. സോ നമുക്ക് റിജിഡ് ആയ ഒരു സ്ട്രക്ചർ ഒന്നുമില്ല നമ്മുടെ അപ്രിസിയേഷൻ എഴുതുന്നതിന്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്രിസിയേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാലോ. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? എടാ, നമ്മൾ എന്താണ്, ഇതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ആ പോയത്തിന്റെ അപ്രിസിയേഷൻ അല്ലേ? അപ്പൊ പോയത്തിന്റെ ടൈറ്റിൽ വേണ്ടേ? പോയറ്റിന്റെ പേര് വേണ്ടേ? ഇതാണ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും കൊടുക്കുക. ഇത്രയും കൊടുത്താൽ 1 മാർക്കൊന്നും കിട്ടൂലേ. ഓക്കെ, സോ ഇനി വേണ്ടതില്ലേ, അതിന്റെ ഒരു സെൻട്രൽ തീമാണ്. അത് വായിച്ചപ്പോൾ, ഒറ്റ വായിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായതെന്ന്? ദിസ് പോയം ഈസ് സ്റ്റേറ്റിംഗ് അബൌട്ട് ദ ആക്ച്വൽ നീഡ് ഓർ ആക്ച്വൽ ഇമ്പോർട്ടൻസ് ഓഫ് എ വുമൺ ഇൻ എ ഫാമിലി, ഇൻ എ ഹൗസ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഇതിന്റെ ഒരു സെൻട്രൽ തീം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇത് വായിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? ഈസ് ദിസ് എ പവർഫുൾ പോയം? ഈസ് ദിസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം? ഈസ് ദിസ് എ മൂവിംഗ് പോയം? ഈസ് ദിസ് എ സെന്റിമെന്റൽ പോയം? ഈസ് ദിസ് എ ഇമോഷണലി പ്രൊവോക്കിംഗ് പോയം? ഇമോഷണലി ഹുക്ഡ് പോയം? എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ആ ഒരൊറ്റ ഇംപ്രഷൻ, നമുക്കത് വായിച്ചപ്പോൾ ഒരൊറ്റ ഇംപ്രഷൻ പറയാൻ പറ്റണം. സോ ഇതൊക്കെ റിജിഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നല്ല, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഇതാണ് രണ്ടാമത്തെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷനെ സംബന്ധിച്ചിടത്തോളം. ഇതിലാണ് നമ്മൾ തീമുകൾ, ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ ലാംഗ്വേജ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ഏത് ഭാഷയിലാണ് എഴുതിയതെന്നല്ല, ഇംഗ്ലീഷിലാണ് എഴുതിയെന്നല്ല, സിമ്പിൾ ആയിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ട്രിക്കി ആയിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ കട്ടിയുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയലക്റ്റിലാണോ എഴുതിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. എന്ത് സ്റ്റൈലിലാണ്, ക്വാർട്ടറൈൻസിലാണോ, ഒക്ടേവിലാണോ? പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ 4 വരികളിലാക്കിയോ 8 വരികളിലാക്കിയോ എഴുതിയതെന്നൊക്കെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവസാനം വരുന്നത് പോയറ്റിക് ഡിവൈസുകൾ. ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ പോയറ്റിക് ഡിവൈസുകൾ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, സ്പീക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ ഇൻ എ ഫാമിലി. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരൊറ്റ വാക്കിൽ ഇതിന്റെ തീം പറയാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? തീമുകളും ഐഡിയാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോയറ്റിക് ഡിവൈസുകൾ വരുന്നുണ്ട്, ഇതിന്റെ റൈമിംഗ് സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ. ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ ചോദിക്കട്ടോ, ചിലപ്പോൾ എന്നല്ല, പലപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. 2 പോയിന്റ് തന്നിട്ട്, സിമിലർ പോയിന്റ്സ് തന്നിട്ട്, സിമിലർ തീമിലുള്ള 2 പോയിന്റ് തന്നിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് അറിയോ? രണ്ട് പോയത്തിനെ കുറിച്ച് ഒന്ന് ബേസിക് ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, ഒരു രണ്ട് പാരഗ്രാഫിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഓരോന്നായിട്ട് കമ്പയർ ചെയ്യുക. ആ തീമുകൾ, 2 തീമിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് പറയാം. ടോണിൽ വ്യത്യാസം ഉണ്ടാവും, അത് പറഞ്ഞ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ചിലതൊരു റിതമൊന്നും ഇല്ലാതെ വെറുതെ എഴുതി വെച്ചതായിരിക്കും. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരു പോയം പഠിച്ചിട്ടില്ലേ, എന്തായിരുന്നു, മദർ ടു സൺ. അതിന് പ്രത്യേകിച്ച് ഒരു താളോ റിതോ ഒന്നുമില്ല. അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ടാവും. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണ്? ഇതിൽ ഇത്രയും പോയറ്റിക് ഡിവൈസുകളാണുള്ളത്, ഇതിൽ ഇത്രയും പോയറ്റിക് ഡിവൈസുകളാണുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, പെർസ്പെക്റ്റീവുകൾ,
അതിലുള്ള പോയിന്റ് ഓഫ് വ്യൂയിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ആ കവി എന്താണ് പറയാൻ പോകുന്നത്, ഈ കവി എന്താണ് പറയാൻ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. കോണ്ടെക്സ്റ്റ് പറയാം. ഇമ്പാക്ട്, നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടാവല്ലോ, അതിനെ കുറിച്ച് നമുക്ക് പറയാം. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ കമ്പാരിസൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്. ആശാപൂർണ ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളി നോവലിസ്റ്റ്, ബംഗാളി റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് വേണ്ടി പഠിക്കാനുള്ളത്. പേര് മാച്ച് ബോക്സ് എന്നുള്ളതാണ്. റെഡിയാണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണോ? സാർ, എനിക്ക് ഇംഗ്ലീഷ് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, നീ തോറ്റു പോകുന്നില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ, ഇത്രയും ചാപ്റ്റർ സമ്മറി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഇതെങ്ങനെ ഡിസ്കോഴ്സിലേക്ക് അപ്ലൈ അറിയാന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ കാര്യം റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. ഈ റൈറ്റിംഗ് പ്രാക്ടീസ് നമുക്ക് പരമാവധി ഇന്ന് നമുക്ക് ആ ഒരു കണ്ടന്റ് പഠിച്ചു പോവാം. നാളെ നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. നാളെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും മക്കളെ. സോ അതുകൊണ്ട് പേടിക്കേണ്ട. ഇന്ന് നമ്മൾ പരമാവധി കൊടുത്തെങ്കിൽ മാത്രമേ ആ ഇൻസൈറ്റ് കിട്ടുള്ളൂ. എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാട്ട് ഓൾ തേങ്ങാക്കൊലാസ് വി നീഡ് ടു നോ വാട്ട് ഓൾ മാങ്ങാത്തൊലീസ് we have as a strength. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മൾ നാളെ അറിയാൻ വേണ്ടി പോവാണ്. സോ മാച്ച് ബോക്സ് എന്ന് പറയുന്നതല്ലേ, ഒരു അജിത് ആൻഡ് നമിത എന്ന് പറയുന്ന ഒരു കപ്പിളിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. സോ ഇവരെന്ന് പറയുന്നത് ആക്ച്വലി ഈ കഥ കാണിച്ചിരുന്നില്ലേ, ഇറ്റ് പ്രസന്റ്സ് എ പിക്ചർ ഓഫ് അൺഹെൽത്തി റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ഇൻ സം ഇന്ത്യൻ ഫാമിലീസ്. ഇന്ത്യൻ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് പാറ്റേണിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ചെറുകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്, മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തതെന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. കാരണം ഇവിടെ മാച്ച് ബോക്സ് ആക്ച്വലി കമ്പയർ ചെയ്യുന്നത് സ്ത്രീകളുമായിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ? പലപ്പോഴും നമുക്ക് തോന്നാറില്ല ഇത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മാച്ച് സ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് ആളി കത്തിക്കാൻ ഒരു തരി മതി, നമ്മൾ കേട്ടിട്ടല്ലേ? സോ ഒന്ന് ആളി കത്തിക്കാൻ ഈ ഒരു തീപ്പൊട്ടിക്കൊള്ളി മാത്രം വിചാരിച്ച മതി എന്നുള്ള കാര്യമാണ് ഈ ഒരു മാച്ച് ബോക്സ് എന്നുള്ളത്, ആ ഒരു പേരിന്റെ അനാലജി നമുക്ക് കാണിച്ചിരുന്നത്. സോ ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ നമിതയാണ്. സോ നമിത ഒരു ദിവസം തന്റെ ഭർത്താവിന്റെ ഡ്രസ്സുകൾ അലക്കാൻ വേണ്ടി പോകുന്ന സമയത്തല്ലേ പുള്ളിക്കാരിക്ക് ഒരു ലെറ്റർ കിട്ടി. സോ അതിങ്ങനെ ചുക്കി ചൊളിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കത്ത് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ തന്റെ അമ്മയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. സോ ഇത് ആക്ച്വലി this incident intensified Namida's frustration with her mother's constant request for money. So കത്തെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ നമിതക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ച് പൈസ, ഫൈനാൻഷ്യൽ നീഡ് ചോദിച്ചുകൊണ്ട് അമ്മ തനിക്ക് എഴുതിയൊരു കത്താണ്. പക്ഷെ അത് എന്തിനാണ് അജിത്ത് തനിക്ക് തരാതെ ഇങ്ങനെ പോക്കറ്റിൽ ചുക്കിച്ചൊളിച്ച് ഇട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമിതക്ക് മനസ്സിലായില്ല. നമിത contemplates helping her mother in secret despite her pride getting in the way. She decides to write a letter to her mother expressing her inability to provide further assistance. ഇനി എനിക്ക് കൂടുതലൊന്നും ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ആ ഒരു നാണക്കേടിലല്ലേ നമിത അമ്മക്ക് ഒരു കത്ത് എഴുതാം എന്നുള്ളത് തീരുമാനിക്കുകയാണ് അവിടെ. കഥ മുന്നിലേക്ക് പോകുമ്പോഴേ അജിത്ത് ഇങ്ങനെ കുളിച്ചു കുട്ടപ്പനായിട്ട് സ്റ്റൈലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ നമിത ഇങ്ങനെ കത്തി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വെളിച്ചപ്പാട് തുള്ളണ അത്രയും ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഷീ ഡിമാൻഡ്സ് ടു നോ വെൻ ദ ലെറ്റർ അറൈവ്ഡ്. എപ്പോഴാണ് ഈ കത്ത് വന്നെന്നുള്ളത് എനിക്കിപ്പോൾ അറിയണം എന്നുള്ളൊരു നാഗവല്ലിയെ പോലെ അവൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്തില്ലേ ഈ അജിത്ത് ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ ആക്ച്വലി ഇത് ഡൗൺ പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഇതിനൊന്ന് കൊച്ചാക്കാൻ നോക്കുന്നുണ്ട്. ഇതൊന്നും അത്ര കാര്യമില്ല, ഭയങ്കര സില്ലി ആണെന്ന് പറഞ്ഞിട്ട് ഹി ട്രൈസ് ടു ഇഗ്നോർ ദ ക്വസ്റ്റ്യൻ. സോ അറ്റ് ദ സെയിം ടൈം ഹി ഇവൻച്വലി അഡ്മിറ്റ്സ് ടു ഡിലേയിങ് ദ ലെറ്റർ. സോ ഞാനത് ചെയ്തു എന്നുള്ളത് അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമിതാസ് anger flares up. അതിങ്ങനെ ആളിക്കത്താണ്. She decides to confront her husband. She unexpectedly takes a matchstick from the table and sets her sari on fire to symbolize her frustration. അവളുടെ ആക്ച്വൽ ഫ്രസ്ട്രേഷൻ, അവളുടെ ആക്ച്വൽ ആങ്കർ എങ്ങനെ കാണിച്ചു കൊടുത്തെന്ന് അറിയോ? ടേബിൾ ഉണ്ടായിരുന്ന ഒരു തീപ്പട്ടി കൊള്ളയടിച്ചുകൊണ്ട് അവളുടെ സാരി തുമ്പ് കത്തിക്കാണ് ഉണ്ടായത്. ഇതോടുകൂടെ നമ്മുടെ അജിത്തേട്ടന് മനസ്സിലായി കാര്യങ്ങൾ കൈയിട്ട് പോകുന്നുണ്ടെന്ന്. So Ajit rushes to put out the fire and his fear of Namida's anger become evident. ആള് പേടിച്ചു, ശരിക്കും പേടിച്ചു. സോ ഈ ഒരു കോൺവെർസേഷൻ ബ്രേക്ക് ആവുന്നത്, ഇന്ററപ്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയോ? റിനി എന്ന് പറയുന്ന അവരുടെ ആ നീസ് ഇടക്ക് വന്ന് കയറുമ്പോഴാണ് ഇവരുടെ ഒരു കോൺവെർസേഷൻ അത് ഹിൻഡഡ് ആവുന്നത്, ഇന്ററപ്റ്റഡ് ആവുന്നത്. സോ ഇവിടെ പെട്ടെന്ന് നമിതല്ലേ, ആ ഒരു ഇത്രയും കത്തി നിൽക്കുന്ന നമിതല്ലേ പെട്ടെന്ന് സോഫ്റ്റ് ആയി, പെട്ടെന്ന് ആള് കാം ഡൗൺ ആയി. ഇത് കാണിക്കുന്നത് എന്താ അറിയോ? ദിസ് റിഫ്ലക്ടിങ് ഹെർ എബിലിറ്റി ടു നാവിഗേറ്റ് ഫാമിലി ഡൈനാമിക്സ്. ഒരു കുടുംബത്തിലല്ലേ ഒരു സ്ത്രീ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അമ്മമാരും ഉമ്മമാരും തന്നെ പറഞ്ഞാൽ മതി. ഞാൻ നോ ഒഫൻസ് ടു എനിവൺ, പക്ഷെ നമ്മൾ കാണുന്നതാണല്ലേ നമ്മുടെ അമ്മമാര് ആ ഒരു കുടുംബത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ പല ഇമോഷൻസ് അവർ സപ്രസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. The conversation shift to a light-hearted banter among the family members. In the midst of this
The story delves into Namida's thoughts about her role and her mother's constant financial demands. അവൾ അമ്മയെ കുറിച്ച് ആലോചിക്കുകയാണ്, അമ്മയുടെ ഫൈനാൻഷ്യൽ നീഡിനെ കുറിച്ചാണ്, അമ്മ എത്രത്തോളം ഹെൽപ്ലെസ് ആണെന്നുള്ള അവൾ ആലോചിക്കുകയാണ്. സോ ആക്ച്വലി ദ സ്റ്റോറി ആക്ച്വലി explores the complexity of relationships and societal expectations. ഈ ലൈവ് കാണുന്ന എല്ലാ പെൺകുട്ടികളോടും കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ വെറുതെ നമുക്ക് ലൈവ് എടുത്ത് പോകാവുന്ന ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇതേ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് 100 വർഷം മുന്നേ നടന്ന കാര്യമൊന്നുമില്ല. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, പല പെൺകുട്ടികളും, നിങ്ങൾ പല സിറ്റുവേഷനിൽ കടന്നു വരുന്നതായിരിക്കും, പല കോണ്ടെക്സ്റ്റും പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കടന്നു വരുന്നവരായിരിക്കും. നാളെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരരുത്. ഇത് ഒരു പെൺകുട്ടിക്കും വരരുത്. സ്വന്തം ഇമോഷൻസ് അത് സപ്രസ് ചെയ്യപ്പെടേണ്ടത് അതൊരു കുടുംബമല്ല, അതൊരു ഫാമിലി അല്ല. നമ്മൾ അവിടെ ഒരു തടങ്കലാവുകയാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു പെൺകുട്ടി ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ സ്വയമേ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ എതിരെയായിട്ട് പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വജ്രായുധം എന്ന് പറയുന്നത്. ആ വജ്രായുധം അല്ലേ, അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, അത് നിങ്ങളുടെ ലേണിംഗ് എന്ന് വരണം, അത് നിങ്ങളുടെ ലേബർ എന്ന് വരണം, നിങ്ങൾ മുന്നിലേക്ക് വരണം, നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഒരു തുടക്കമാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത സ്പാർക്ക് ചെയ്യുന്നത് അത് ഈ ഒരു ലൈവിലാവട്ടെ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ 1ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ സിദ്ധാന്ത് സാർ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ഗോൾ അടിച്ചതാണ്. ഓക്കെ, ദ സ്റ്റോറി കൺക്ലൂഡ്സ് ബൈ റീഐറ്ററേറ്റിംഗ് നമിതാസ് അനാലജി ഓഫ് വുമൻ ബീങ് ലൈക്ക് അൺലിറ്റ് മാച്ച് ബോക്സസ്. ഇവിടെ ഒരു അനാലജി കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ കമ്പയർ ചെയ്തിരിക്കുന്ന മാച്ച് ബോക്സുമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തിരി അതൊരു തരി മതി. നമ്മൾ ഹാംലെസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു ലങ്കയെ മൊത്തം ചുട്ട് ചാമ്പലാക്കാൻ അതൊരു തരി മതി എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സപ്രസ്ഡ് സ്ട്രെങ്ത് ആൻഡ് സൊസൈറ്റൽ നോംസ് ദാറ്റ് ഇൻഫ്ലുവൻസ് വിമൻസ് ബിഹേവിയർ. പലപ്പോഴും ഇങ്ങനെ ഒതുക്കപ്പെടുന്ന, സമൂഹം ഒതുക്കി കളയുന്ന ആ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു കഥയാണ്. സോ ഇതിലുള്ള ഒരു സ്ട്രോങ് ക്യാരക്ടർ നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻട്രോഡക്ഷനിൽ ക്യാരക്ടറിന്റെ പേര്, ക്യാരക്ടറിന്റെ റോൾ എന്താണ്, പ്രൊട്ടാഗണിസ്റ്റ് ആണോ, സെൻട്രൽ ക്യാരക്ടർ ആണോ, സെൻട്രൽ ക്യാരക്ടറിന്റെ വേറെ ആരെങ്കിലും ആണോ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയാം. രണ്ടാമത് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയണം, കാണാൻ ഏകദേശം എങ്ങനെയാണെന്നുള്ളത്. ഇനി നിങ്ങൾ ഉണ്ടാക്കി എടുത്തൊന്നും വേണ്ട. നിങ്ങൾ തൊലിയുടെ നിറം ഏകദേശം വെള്ളയായിരിക്കും, നിങ്ങൾ നക്ഷത്രം എന്താ പറയാ അതൊന്നും എഴുതണ്ട, എന്താ പറയാ വേണ്ട, എന്തെങ്കിലും വായിന്ന് വീണു പോയാലോ. ഓക്കെ, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയണം. നിങ്ങൾക്ക് അവിടെ മുടിയുടെ കളർ പറയാം, കണ്ണിന്റെ കളർ പറയാം, നീളം പറയാം, വണ്ണം പറയാം, എല്ലാം പറയാം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് ഈ ക്യാരക്ടർ സ്കെച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്ത് തരം ആളാണ്, എന്തൊക്കെ ഇഷ്ടങ്ങളുള്ള ആളാണ്, എന്തൊക്കെ ഹാബിറ്റ്സ് ഇഷ്ടമുള്ള ആളാണ്, എന്തൊക്കെ വീക്ക്നെസ് ഉള്ള ആളാണ്, എന്തൊക്കെ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റണം. മോട്ടിവേഷൻ ആൻഡ് ഗോൾസ്. ഈ അമ്മയെ സഹായിക്കണം എന്ന് പറയുന്നത് നമ്മുടെ നമിതയുടെ ഒരു മോട്ടിവേഷൻ ആണല്ലേ. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ബാക്ക്ഗ്രൗണ്ട്, എന്ത് തരം ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ നമിതയെ സംബന്ധിച്ചിടത്തോളം നമിത ഒരു പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് കടന്നു വരുന്നത്. റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയാം, മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാം, ഈ കഥയിലുള്ള അവരുടെ റോൾ എന്താണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. റെഫറൻസ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തോ, കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ വേണ്ടത്, നമുക്ക് ക്യാരക്ടർ സ്കെച്ചിൽ വരേണ്ടത്. നമുക്ക് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഈ ഒരു യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകും. ദാറ്റ് ഈസ് ഹൊറിഗല്ലു. സുധാമൂർത്തിയുടെ ഹൊറിഗല്ലുവിലേക്ക് പോകട്ടെ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ് ആക്ച്വലി എഴുതിയിരിക്കുന്നത്. അവരുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. ആ ഓർമ്മക്കുറിപ്പിലല്ലേ നമുക്കൊരു ബാനിയൻ ട്രീ കാണാൻ വേണ്ടി പറ്റും. സോ ബാനിയൻ ട്രീ അല്ല ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ബാനിയൻ ട്രീയുടെ തൊട്ടടുത്തായിട്ടല്ലേ ഒരു സ്റ്റോൺ ബെഞ്ച് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അതിനെ ഹൊറിഗല്ലു എന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞുതരാം. ദ സ്റ്റോൺ ബെഞ്ച് വാസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഫോർ travelers, offering them a respite from their journeys. അവരുടെ ക്ഷീണിതമായ യാത്രകളിൽ നിന്ന് അവർക്ക് ഒരു മുക്തി കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സിംബലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത് അറിയോ? ആളുകളെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ചില ആളുകൾ നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റിംഗ് കംഫർട്ട് തരാറുണ്ട്. ആളുകൾ നമ്മുടെ യാത്രയിൽ നമ്മൾ വല്ലാതെ ക്ലൂലെസ് ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് തരാറുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഗ്രാൻഡ് ഫാദർ, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അവരൊരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആണെന്ന് പറയുന്നത്. പക്ഷേ അവർ ഈ വില്ലേജേഴ്സിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ഇവരുടെ പ്രശ്നങ്ങളും ഇവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവർ കേട്ടിരിക്കുന്ന പറയുന്നത്. The villagers shared their daily struggles and worries with the protagonist's grandfather. Despite being unable to solve their problems, his mere presence and willingness to listen seemed to refresh the weary travelers. So ഈ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ആക്ച്വലി സൊല്യൂഷൻ ഒന്നും പറയാൻ ആർക്കില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദറില്ല. പക്ഷെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സില്ലേ,
നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സിലെ അത് ഇവർക്ക് ഒരുപാട് ഈ വേറി ട്രാവലേഴ്സിന് ക്ഷീണിതരായ ഒരുപാട് ട്രാവലേഴ്സിന് അത് ഒരുപാട് സാന്ത്വനം പകരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ പ്രൊട്ടാഗണിസ്റ്റ് ലേൺ എ വാല്യുബിൾ ലെസൺ ഫ്രം ഗ്രാൻഡ് ഫാദർ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ആളുകളോട് നമുക്കൊരു നോൺ ജഡ്ജ്മെന്റൽ ഇയർ വേണ്ടതിന്റെ, നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ആളുകളുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്റർ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇത് പ്രൊട്ടാഗണിസ്റ്റ് ഇല്ലേ, കുറെ കാലം കഴിഞ്ഞ് ഗ്രാൻഡ് ഫാദറിന്റെ ഈ സംഭവം പറഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ മുതിർന്നിട്ട് അവർ വർക്ക് പ്ലേസിലല്ലേ ഇതുപോലെ ഒരാളെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പേര് രത്ന എന്നുള്ളതാണ്, ക്യാരക്ടറിന്റെ പേര് മറന്നു പോയത് കേട്ടോ. സോ ഈ രത്ന എന്ന് പറയുന്നത് ആക്ച്വലി സിമിലർ കാര്യമാണ്. ഇത് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ കൊല്ലീഗാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ഹു സിമിലർലി സ്പെൻഡ് ടൈം ലിസണിങ് ടു അതേഴ്സ് ഡ്യൂറിംഗ് ലഞ്ച് ബ്രേക്സ്. അവരും ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഷീ ഈസ് ഓൾസോ പ്രൊവൈഡിങ് എ നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗ് ഇയർ to those who burdened by their troubles. She emphasized the significance of maintaining confidentiality. ഇത് പറയുന്ന ആൾക്കിൽ ഒരു തോന്നൽ വരണം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 10-20 ആൾ അറിയില്ല എന്നുള്ളതും ഇതൊരു BBC ന്യൂസ് ആയിട്ട് വരില്ല എന്നുള്ളതും ഒരു ഉറപ്പ് വരണം, ഈ പറയുന്ന ആൾക്ക് ഉറപ്പ് വരണം. Ensuring people felt secure to open up this momentarily alleviating from their burdens. അവർക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലേ കുറച്ചൊരു മൊമെന്ററിലി എങ്കിലും അവർക്ക് ഒരു ഇത്തിരി ആശ്വാസം കിട്ടുന്ന പറയുന്നത്. സോ ഗ്രാൻഡ് ഫാദർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രത്നയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി ഒരു ഇൻവാല്യുബിൾ സർവീസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ചെയ്യുന്നത് പറയുന്നത്. The story highlights the importance of empathy. Sympathy അല്ല, empathy. Listening and providing a safe space to others and share their burdens. So ഇത്തരം ആളുകൾക്ക് ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു സേഫ് സ്പേസ് ആവണം. സേഫ് സ്പേസ് ആവുന്നതിന്റെ ഇമ്പോർട്ടൻസ്, എംപതിയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ അതൊക്കെ സിംബലൈസ് ചെയ്യുന്നില്ലേ ഹൊറിഗല്ലുവിലേക്കാണ് കേട്ടോ. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഈ ക്ഷീണിതരായ ആളുകൾക്ക് ഒരു വിശ്രമ സ്ഥലമാണല്ലേ. അതിനെയാണോ നമുക്കൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. എന്താണ് ഹൊറിഗല്ലു, അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കാം. അതൊരു സ്റ്റോൺ ബെഞ്ച് ആണെങ്കിലും അത് ആക്ച്വലി സിംബലൈസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ആളുകളിലുള്ള ക്വാളിറ്റിയാണ്. സിംപതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മൾ ഒരാളെ കേൾക്കാനുള്ള, ലിസൺ ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലടാ, റെഡി അല്ലേ? ഓക്കെ, ഒരു കത്ത് എഴുതുന്ന നോക്കിയാലോ അല്ല വേണ്ട, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കത്ത് എഴുതാനുള്ള. ഒരു ബ്ലർബ് റൈറ്റിംഗ് നോക്കാം. പ്രിപ്പയർ എ ബ്ലർബ് ഫോർ ഹൊറിഗല്ലു ആൻഡ് അതർ സ്റ്റോറീസ് ബൈ സുധാമൂർത്തി. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ബുക്കിന്റെ പുറകു വശത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ഭാഗം, കുറച്ച് ഭാഗം, ഒരു പാരഗ്രാഫിലൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സോ ബ്ലർബ് റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ആ ഒരു പോയിന്റ്, ആ ഒരു ബുക്കിന്റെ ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ അവിടെ ആദ്യം കൊടുക്കണം. പിന്നെ ബ്രീഫ് സിനോപ്സിസ്, എന്തിനെ കുറിച്ചാണ് ഈ കഥകൾ അത്രയും പറയുന്നത് എന്നുള്ളത് കൊടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പറയാം. അതിലുള്ള ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇല്ലേ, സോ സെൻട്രൽ കോൺഫ്ലിക്റ്റ് നമിതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി സ്ത്രീകളുടെ ട്രൂ പൊട്ടൻഷ്യൽ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അതതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണല്ലേ. ഇമോഷണൽ ടോൺ, എന്ത് തരം ഇമോഷൻ ആണ്, അതൊരു സന്തോഷത്തോടെ പറഞ്ഞിരിക്കുകയാണോ, ഭയങ്കര പ്ലസന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണോ, ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണോ, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണോ, ഒരു ഇമോഷണൽ ടോൺ ഇവിടെ കൊടുക്കണം. ഇൻട്രീഗ് ആൻഡ് ക്യൂരിയോസിറ്റി, ഇത് എന്തിനാ ആൾക്കാർ വായിക്കണം എന്നുള്ള ഒരൊറ്റ വരിയിൽ എഴുതണം. ഇത് എന്തുകൊണ്ട് ആൾക്കാർ വായിക്കണം, ആൾക്കാർ നമ്മളൊരു ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. സോ ഇത്രയാണ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കോൺവെർസേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കാമില്ല എന്നല്ല, പക്ഷെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം നോക്കിയാലോ. കാഴ്ചയിൽ വലിയ പോയമാണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ തന്നെ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് മനസ്സിലാവുന്ന ഒരു പോയമാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈസ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു മലയാളി കവി തന്നെയാണ്, ചെമ്മനം ചാക്കോയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ചെമ്മനം ചാക്കോയുടെ കവിത നമ്മൾ പോയം ട്രാൻസ്ലേറ്റ് ചെയ്തതും മറ്റൊരു മലയാളി പോയറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. സോ നോക്കാം എന്താണ് ഈ കവിതയിൽ പറയുന്നത്. I come home at the end of 4 years of research in North India, having earned a doctoral degree. അങ്ങനെ നമ്മുടെ കവിയില്ലേ 4 വർഷത്തെ റിസർച്ച് PhD കഴിഞ്ഞിട്ടില്ലേ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് നോർത്ത് ഇന്ത്യന്ന്. ആൻഡ് ജനറസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. പുള്ളിക്കാരന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചകിരി വെച്ചുകൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്നതാണ് പുള്ളിക്കാരന്റെ പരിപാടി. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ, I'm eager to eat a meal of അത്തിക്കീര റൈസ്. അപ്പൊ പുള്ളിക്കാരൻ 4 വർഷം കഴിഞ്ഞിട്ട് ഈ ചപ്പാത്തി തിന്ന് മടുത്തിട്ട് നാട്ടിൽ പോയിട്ട് ഒരു ചോറൊക്കെ അടിക്കാന്നുള്ള ഒരു മൈൻഡിൽ പോണ്. ഈ അത്തിക്കീര റൈസ് എന്ന് പറയുന്നതില്ലേ ഒരു തരം അരിയാണ്. നമ്മൾ ചിലപ്പോൾ പേര് കേട്ടിട്ടുണ്ടാവും, നമുക്ക് എന്താ അത്തിക്കീര റൈസ് അല്ലേ, മന്തി റൈസ് എന്നൊക്കെ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഓക്കെ, അത്തിക്കീര റൈസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന
പണ്ട് കാലത്തല്ല, നിയർ റീസെന്റ് ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അച്ഛനും അമ്മനോടൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന സാധനമാണ്. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ when I get there and my father his handloom dhoti stained with yellow muds. ഞാൻ അവിടെ പോകുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് പറയുന്നത്? പ്ലാന്റിംഗ് സീസൺ ആയിരിക്കും, കളർ ആയിരിക്കും. എന്റെ അച്ഛന്റെ ധോത്തിയിൽ നല്ല മഞ്ഞ കറ പറ്റിയിട്ടുണ്ടാവും, ആ ചളി പുരണ്ടിരിക്കും. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വരങ്കനാൽ കനാൽ will greet me from the fields below our house. വീടിന്റെ താഴെ നിന്നുകൊണ്ട് അച്ഛൻ എക്സൈറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് വരങ്കനാൽ കനാലിനെ കുറിച്ചൊക്കെ. സോ പ്ലാന്റിംഗ് സീസൺ ആണ്, ഞാറ് നടാൻ പോകുന്ന ആ ഒരു സീസൺ ആണ്. സോ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്നെ കാണുന്ന സമയത്ത് വീടിന്റെ താഴെ നിന്നുകൊണ്ട് എന്നെ ഗ്രീറ്റ് ചെയ്യുന്ന പറയുന്നത്. amidst the shouts of plowing with several oxen. പ്ലവിംഗ് എന്ന് പറഞ്ഞാലേ നിലം ഉഴുതുമറിക്കാട്ടോ, ആ നിലം ഒരുക്കാണ്, മണ്ണ് ഒരുക്കാണ്. സോ ഈ ഉഴുതുമറിക്കുന്നതിന്റെ ആ ഒരു കാളക്കൂട്ടങ്ങളും ആ തിരക്കുകളുടെ ഇടയിലും അച്ഛൻ എന്നെ കാണുന്ന സമയത്ത് എന്നെ ഗ്രീറ്റ് ചെയ്യുന്ന പറയുന്നത്. The oxen will stop when they see me. അവരെന്നെ കാണുന്ന സമയത്ത് അവരൊന്ന് നിർത്തും. Walking with my suitcase and my father without smiling, the smile slowly forming on his lips. പണ്ടത്തെ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ ചിലപ്പോൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ചിരിക്കുക കാര്യമൊന്നും ചെയ്തിരിക്കില്ല. പക്ഷെ ചിരിക്കാതെ ഒരു ചിരി അവരുടെ മുഖത്ത് വരും. അത് ചിലപ്പോൾ ചില ചോദ്യങ്ങളായിരിക്കും. Will call from the field and when did you start from there? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നീ എപ്പോഴാണ് അവിടുന്ന് ഇറങ്ങിയെന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അതില് ആ ഒരു സ്നേഹം പ്രകടമാണ്, love expressed ആണ്. My little brother carrying the tender saplings to be planted in the field where plowing is done. ഞാറ് നടാൻ പോകുന്ന ഞാറുമായിട്ട് എന്റെ അനിയൻ ആ വഴി കടന്നു വരുന്നുണ്ടെന്നാ പറയുന്നത്. Will run when sees me and call out within earshot of the house, mother brother arrived. എടാ, നമ്മൾ പണ്ടത്തെ ജയറാമിന്റെ പടത്തിൽ കണ്ടിട്ടില്ലേ? ഏട്ടൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അനിയത്തി ഒരു പാവാടയൊക്കെ ഇട്ടിട്ടുള്ള അനിയത്തി ഓടി അമ്മേ ഏട്ടൻ വന്നു. അതുപോലെ ഒരു സീനാണ്. ഈ അനിയനാണ് അത് പറയുന്നത്. ഈ ഏട്ടൻ വരുന്ന സമയത്ത് ആ ചെവിക്കല്ല് അടിച്ചു പോകുന്ന ആ ഒരു ഡെസിബല് ഏട്ടൻ വന്നു എന്നുള്ള വിളിച്ചു പറയാം. Walking cautiously along the dike so as not to upset the basket full of seed. ഞാൻ ഈ വരമ്പത്തൂടെ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ഈ ആ വിത്തുകളൊന്നും തട്ടിമറിക്കാതെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ നടക്കുന്നത്. I'll reach home in a good time at last, just as my mother drains the well cooked rice. ഇപ്പൊ പോയി കഴിഞ്ഞാൽ നല്ല അരി, നല്ല ചോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം അവസ്ഥയുടെ എനിക്ക്. ഞാനിവിടെ ഗുജറാത്തിൽ ഇരുന്നിട്ട് ചപ്പാത്തിയും ദാൽ റൈസ് ഒക്കെ കഴിച്ച് മടുത്ത് ഞാനിപ്പോ ഇത് ആലോചിക്കുമ്പോ എന്റെ വീട്ടിലുള്ള ചോറാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഒരു 4 മാസം കഴിഞ്ഞിട്ട് പോവാം. ട്രെയിൻ, will you run a little faster? Let me get home quickly and eat my fill. നമ്മുടെ കവി പറയാട്ടോ, എടാ ട്രെയിനെ നീ ഒന്ന് പെട്ടെന്ന് പോവോ, എനിക്കൊന്ന് വീട്ടിലെത്തണം എന്നുള്ളത് നമ്മളെ കവി പറയാ. ഇവിടെ ആക്ച്വലി ഇല്ലേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇമാജിൻ ചെയ്യാണ്. ഇവിടെ വീട്ടിലെത്തിയ കാര്യമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. The bus stops on the road across from the house. ഒരു മിനിറ്റ്. എടാ, നിങ്ങളുടെ കമന്റ്സ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റണല്ലോ, ഇതൊരു ശരം വിട്ട പോലെ പോകുന്നത്. Okay. So bus stops on the road across the house. When I left this place, palm thatched houses could be seen. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരുപാട് ഓല മേഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഒന്നും ഇപ്പൊ കാണാനില്ല. In the distance on the right, but now there's nothing. അപ്പൊ അവിടെ ഒരു ചേമ്പുമില്ല. except for trees, how the place has changed. അവിടെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സ്ഥലം ഇത്ര മാറിപ്പോയത് എന്നാ പറയുന്നത്. Rubber plants twice my height now stand in rows around me on the ridge. ഇപ്പൊ അവിടെ എന്താണ്, 2 സൈഡിലും ഇല്ലേ ഇപ്പൊ അവിടെ റബ്ബർ മരങ്ങളാണ്, 2 ഡബിൾ ആയിട്ടുള്ള റബ്ബർ മരങ്ങളാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലാന്നോ? പറയുന്നതാണോ ക്ലിയർ ആവാത്തത്? സൗണ്ടാണോ ക്ലിയർ ആവാത്തത്? സൗണ്ടാണോടെ ക്ലിയർ ആവാത്തത്? ഓക്കെ, ക്ലിയർ ആവുന്നെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൗ സ്റ്റാൻഡ് ഇൻ റോസ് അറൌണ്ട് മീ ഓൺ ദ റിഡ്ജ് വെർ മൊഡാൻ ആൻഡ് വെള്ളാരൻ യൂസ് ടു ബി സോൺ. പണ്ട് കാലത്ത് അവിടെ ഇല്ലേ ഈ മൊഡാൻ വെള്ളാരൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ അത്തിക്കിര റൈസ് എന്ന് പറയില്ല, അതുപോലെ തന്നെ ഒരു വേരിയന്റ് ആണ്. ഈ ഒരു അരിയുടെ റൈസിന്റെ വേരിയന്റ് ആണ്. അത് നട്ടിരുന്ന സ്ഥലത്ത് ഇപ്പല്ലേ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അവിടെ കുറെ റബ്ബർ മരങ്ങളാണ്. അവിടെ എന്റെ വഴി കൺഫ്യൂസ് ചെയ്യിക്കാൻ, എന്റെ വീട്ടിലേക്കുള്ള വഴി കൺഫ്യൂസ് ചെയ്യിക്കാൻ അവിടെ കുറെ റബ്ബർ മരങ്ങളാണുള്ളതെന്ന് പറയുന്നത്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അപ്പോഴും എന്റെ മനസ്സിൽ എന്താ, എന്റെ സെയിം അവസ്ഥ, അതായത് ഞാൻ കവിയല്ല, എന്റെ അതേ അവസ്ഥയാണ്. അതായത് വീട്ടിൽ പോയിട്ട് നല്ല കുഴച്ച് ചോറൊക്കെ അടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ കവി ആലോചിക്കുന്നത്. സോ ബ്രദർ ഇങ്ങനെ ഓടി വരിക കേട്ടോ. ഹീസ് ക്യാരിങ് എ റേഷൻ ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. പക്ഷെ പുള്ളിക്കാരന്റെ കയ്യിൽ അത്തിക്കിര റൈസ് ഒന്നുമല്ല, റേഷൻ കടയിൽ നിന്നുള്ള ഒരു പൊതിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. അത്തിക്കിര റൈസ് അല്ലട്ടോ കൊണ്ടുവന്നത്, പുള്ളിക്കാരന്റെ അനിയൻ കൊണ്ടുവന്നത് വീറ്റാണ്, ഗോതമ്പാണ്. Okay. Above us, a ship of the sky roars northwards. Ship of the sky, drowning my brother's loud cries. ആ അനിയൻ കരഞ്ഞതിനല്ലേ കവച്ച് വെച്ചുകൊണ്ട് മുകളിലൂടെ ഒരു ആകാശത്തിലൂടെ ഒരു സാധനം പോകുന്നുണ്ട്. ഇവിടെ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറയുന്നത് എന്താണ്?
എയ്റോപ്ലെയിൻ ആട്ടോ, എയ്റോപ്ലെയിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, എയ്റോപ്ലെയിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് നോർത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടാ നോർത്തിലേക്ക് ആരാ പോകുന്നത്? ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെന്റർ. കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു അമ്പ് വിട്ട പോലെ ആര് പോകുന്നു? ചീഫ് മിനിസ്റ്റർ പോവാ. എന്തിനാ? ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. കൂടുതൽ ധാന്യത്തിന് കെഞ്ചിക്കൊണ്ട് നമ്മുടെ ആശാൻ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ കേന്ദ്രത്തിലേക്ക് പോവാ. നൗ ഫ്ലൈയിങ് ഹൈ അബവ് ദ കാഷ് ക്രോപ്സ്. അവർ പറക്കുന്നത്, ആ വിമാനം ആകാശത്തിലൂടെ പറക്കുന്നത് അത് ഈ റബ്ബർ മരങ്ങളുടെ മുകളിലൂടെയാണ്, കാഷ് ക്രോപ്സിന്റെ മുകളിലൂടെയാണ്. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ് സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ആർക്കും എന്ത് വേണ്ട? റൈസിന് ഫാം ചെയ്യാൻ ആർക്കും ഇവിടെ ഒരു താല്പര്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ അവസാനത്തെ 2 വരിയില്ലേ, ഇത് നല്ല രസമുള്ളൊരു വരിയാ. Can we get some husk from the center to make toys with it? I don't know. എന്താ പറഞ്ഞത്? വളരെ സില്ലി ആയിട്ട് നമുക്ക് തോന്നും. കുറച്ച് കേന്ദ്രത്തിൽ പോകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ചകിരി കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കുക. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ്. ചകിരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. കേരളം വളരെ ഫേമസ് ആയ ഒരു സാധനമാണ്. അതും ഇനി നമ്മൾ അത് അവിടുന്ന് കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ പോയിട്ട് ചോദിക്കുന്നത്. അതിൽ വേറെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് പണ്ടത്തെ പോലെ ഇവിടെ ആരും കൃഷി ചെയ്യുന്നില്ല, ഇവിടെ മൊത്തം ക്യാഷ് ക്രോപ്സ് ആണെന്ന് പറയെങ്കിലേ, നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയിൽ അതൊക്കെ മറന്നുപോകും. ഇങ്ങനെ കുറ്റം പറയാന്നുണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പുള്ളിക്കാരന്റെ പ്രയോറിറ്റി, നമ്മുടെ റൈറ്ററിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ചകിരിയായിരുന്നു. അപ്പൊ ചകിരി കിട്ടുമോ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ചോദ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയോറിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റൈസിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് അത് കാണിച്ചു തരുന്നത്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അപ്രിസിയേഷൻ നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീച്ചിലേക്ക് പോവാം. When a sapling is planted. റെഡിയാണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്നോടൊന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് മോദിജി നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ലടാ, മോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ. ഓക്കെ, എടാ കുട്ട, എന്തെങ്കിലും സംശയമായിട്ടുണ്ടോ? ഈ ഹായ് ഒക്കെ എനിക്കുള്ളതാണോ? ഹായ്ടാ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റെഡി ആണെങ്കിലേ നമ്മൾ ഇനി സാപ്ലിംഗിലേക്ക് പോകുന്നുള്ളൂ. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വാങ്കാരി മത്തായിയുടെ ഒരു നൊബേൽ റിസീവിംഗ് സ്പീച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എടാ, എനിക്കിവിടെ റെസ്പോണ്ട് ചെയ്യാൻ ആരും ഇല്ലേ? എടാ, റെഡി ആണോ? സെറ്റാണോ? സെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പേര് സെറ്റാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ലേറ്റ് ആടാ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോങ്കാറി മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള കെനിയൻ എൻവയൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ ആദ്യമായിട്ട് ഇവരായിരുന്നു ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് നൊബേൽ പ്രൈസ്. സമാധാനത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വുമൻ ആണ് വോങ്കാരി മത്തായി എന്ന് പറയുന്നത്. സോ ആ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന ആ ഒരു സ്പീച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. സോ ഷീ സ്പീക്കിംഗ് അബൌട്ട് ഹർ ജേർണി ആൻഡ് ദ വൈറ്റൽ നീഡ് ടു കെയർ അവർ എൻവയൺമെന്റ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തിനെ കുറിച്ചുകൂടെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സ്പീച്ചിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഷീ ഷെയർഡ് ഹർ ഇൻസ്പിറേഷൻ റൂട്ടഡ് ഇൻ ദ ചൈൽഡ്ഹുഡ് ഇൻ റൂറൽ കെനിയ. റൂറൽ കെനിയയിലാണ് അവരുടെ ചൈൽഡ്ഹുഡ് ഉണ്ടായത്. അവിടെ ഒരുപാട് ഡിഫോറസ്റ്റേഷൻസും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസും അവർ നേരിട്ട് കണ്ടാണ് വളർന്നിരിക്കുന്നത്. മത്തായി എന്നുള്ളതാണ് ഏകദേശം, മത്തായി എന്ന് പറയുന്നത്. Sorry, slipped out. Madai highlighted the critical role of trees in preserving our planet's ecological balance. ഇവിടെ എത്ര പ്രോഗ്രസ് വന്നാലും ഇല്ലേ, ഇവിടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലേ ഈ കെട്ടിപ്പടുത്തതൊക്കെ നിലംപരിശാവും, അത് ഡിവാസ്റ്റേറ്റഡ് ആവും. In 1977 she began ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. വേറെ എന്ത് മറന്നാലും ഈ സാധനം മറന്നു പോയത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. അത് ആക്ച്വലി ഇല്ലേ റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വുമൻ ഹു ഫേസ് ചാലഞ്ചസ് ലൈക്ക് ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ വാട്ടർ, ഫുഡ് ആൻഡ് ഇൻകം. സ്ത്രീകളെയും കൂടെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്, പ്രകൃതിനെ കുറിച്ച് മാത്രമല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. മാതായി റെക്കഗ്നൈസ് ദാറ്റ് വുമൻ ആസ് എ പ്രൈമറി കെയർ ടേക്കേഴ്സ് ഇൻ ആഫ്രിക്ക. സോ ആഫ്രിക്കയിലല്ല, അൺലൈക്ലി നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ സ്ത്രീകൾക്ക് ഒരു കുറച്ചുകൂടെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. ഫാമിലിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാനുള്ള കാരണം അവരാണ് അവിടുത്തെ പ്രൈമറി കെയർ ടേക്കേഴ്സ്. ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളാണ് ആക്ച്വലി അവിടെ ദേ സഫർ ഗ്രേറ്റ്ലി വെൻ ദ എൻവയൺമെന്റ് ഡിഗ്രേഡ്സ്.
affecting their ability to sustain their families. ആ വീടുകളെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. എപ്പോ എൻവയൺമെന്റിനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഫുഡിനെ ബാധിക്കുന്നുണ്ട്, അത് അവരുടെ വാട്ടറിന്റെ ക്ലെൻലിനെസ്സിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ ഇൻകത്തിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെയും എൻവയൺമെന്റിന് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് മുന്നിലേക്ക് പോയത്. സോ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നു. കാരണം ആളുകൾ അൺഅവെയർ ആണ്, ആളുകൾക്ക് അറിയില്ല ഈ എൻവയൺമെന്റ് ഡീഗ്രേഡ് ചെയ്യുന്നതും ഇവിടുത്തെ സ്കേഴ്സിറ്റിയും പോവർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവിടുത്തെ പ്രകൃതി തകരുന്നതിനനുസരിച്ച് ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ടോ, ഈ ഒരു കണക്ഷനെ കുറിച്ച് ആളുകൾ അൺഅവെയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. സോ ആളുകൾ പതുക്കെ അവയർനെസ്, വാങ്കാരി മത്തായി അവർക്ക് അവയർനെസ് കൊടുത്തു. അങ്ങനെ ഈ എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷൻസിനെ കുറിച്ചും ഇന്റർനാഷണൽ എക്കണോമിക് ഇൻജസ്റ്റിസിനെ കുറിച്ചും, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് കൊടുത്ത സമയത്ത് ഇതിന് ഒരുപാട് മൊമെന്റം ഗെയിൻ ചെയ്യാൻ പറ്റി. ഇതൊന്നും കൂടെ സ്ട്രെങ്ത് ഉണ്ടായി എന്ന് പറയുന്നത്. ഇറ്റ് ബിക്കം എ സിമ്പിൾ, എന്തിന്റെ സിമ്പിളാ, ഡെമോക്രസിയുടെ, സമാധാനത്തിന്റെ, എല്ലാം സമാധാനത്തിനും സ്ത്രീകളുടെ ശാക്തീകരണത്തിനെ കുറിച്ചും വുമൺ എംപവർമെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അതിന്റെ സിംബലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറി എന്ത്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മൂവിംഗ് ഓൺ Mathai emphasized that our action threaten Earth's ability to support life, urging a shift in thinking to heal our planet. നമ്മൾ നമ്മുടെ പ്ലാനറ്റിനെ ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്ലാനറ്റിന് ലൈഫ് പോസിബിൾ ആവൂ എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഷീ ഹൈലൈറ്റ്സ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ പീസ്, എക്വിറ്റബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ എൻവയൺമെന്റൽ മാനേജ്മെന്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വായിക്കൊള്ളാത്ത പേരുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ എന്തൊക്കെ പുരോഗതി വരുന്നുണ്ടെങ്കിലും അല്ലേ, അത് പ്രകൃതിയുടെ എക്കോളജിക്കൽ ബാലൻസിന് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം എന്ന് നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സസ്റ്റൈനബിൾ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇവിടെ ഉള്ളത് അനാവശ്യമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പകരം സസ്റ്റൈനബിൾ പ്രൊഡക്ടിവിറ്റി, സസ്റ്റൈനബിൾ എൻവയൺമെന്റൽ മാനേജ്മെന്റ് ഇവിടെ കൊണ്ടുവരാന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു നമുക്കൊരു പുതിയൊരു കോൺഷ്യസ്നെസ്സിനെയാണ്, പുതിയൊരു ബോധം ഉണ്ടാക്കുന്നതാണ് ഈ സ്പീച്ച് ആക്ച്വലി ചെയ്യുന്നത്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് to the larger family of life. Larger family of life എന്ന് പറയുന്നത് നമ്മുടെ എർത്താണോ, ആ എർത്തിനോട് നമുക്കൊരു ബിലോങ്ങിങ്നെസ് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പതുക്കെ ഇതിനെ ശരിയാക്കി എടുക്കണം, ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്താണ് ഈ സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഇതിൽ യങ് പീപ്പിളിന്, ചെറുപ്പക്കാർ ഇതിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഈ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നതിൽ, സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നതിൽ ഈ യങ് പീപ്പിളിന് ഒരു ബിഗ്ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ. സോ ഇതിലല്ലേ അവസാനത്തിലേക്ക്, ഇതിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു മെമ്മറി നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഒരു ഡ്രൈഡ് അപ്പ് സ്ട്രീം, ഒരു കുഞ്ഞ് അരുവി, അത് ഡ്രൈഡ് അപ്പ് ആയി പോയതും അത് വറ്റി വരണ്ടു പോയതും അതിന്റെ എൻവയൺമെന്റിൽ അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. സോ ഇൻ എസെൻസ് വാങ്കാരി മത്തായി സ്പീച്ച് അണ്ടർസ്കോർഡ് ദ അർജന്റ് നീഡ് ഫോർ എൻവയൺമെന്റൽ സ്റ്റുവർഡ്ഷിപ്പ്, അഡ്വക്കേറ്റിംഗ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് നേച്ചർ, ദ എംപവർമെന്റ് ഓഫ് വുമൺ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചുകൂടെ ഈ മൂവ്മെന്റ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അതിനെ കുറിച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. എക്കോളജിക്കൽ ബാലൻസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചും സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുകൂടെ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണെന്ന് അറിയാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, ഇതിന്റെ താഴെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, കയറി എടുത്തോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഇതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഇനി വളരെ പെട്ടെന്ന് ഈ ചാപ്റ്റർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇൻ എ നട്ട്ഷെൽ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പീച്ച് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സ്പീച്ച് നമ്മൾ നോക്കിയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു എസ്സേ ആണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് പോകാലോ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് പറയണ്ടല്ലോ. ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോക്കിക്കോ, ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഈ റെഡിൽ മാർക്ക് ചെയ്തിരുന്ന ഈ പോയിന്റ് എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരു ഭേദപ്പെട്ട മാർക്ക് കിട്ടും. നമ്മൾ കുറെ കാര്യങ്ങൾ ഒരു ഇതിൽ പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. കഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഥയുടെ
സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമ്മൾ പഠിച്ചാൽ മതി അല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു എസ്സേയിലേക്ക് വരുന്ന സമയത്ത് ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ റെഡിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വേണം. ശ്രദ്ധിച്ചോ, മിസ്ഗൈഡഡ് പെർസെപ്ഷൻ. അതായത് ആളുകൾക്ക് ഒരു ബിലീഫ് ഉണ്ട്. ദ ബിലീഫ് ദാറ്റ് ഡ്രഗ്സ് ക്യാൻ സോൾവ് എനി എയിൽമെന്റ്, ഫിസിക്കൽ ഓർ മെന്റൽ, ഹാസ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ സീക്കിംഗ് ഈസി സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. നമുക്കൊരു വിചാരം ഉണ്ട് കേട്ടോ, ഫിസിക്കൽ ആയതും മെന്റൽ ആയതും എന്തൊരു പ്രശ്നത്തിനുമില്ലേ ഒരു ക്വിക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആണെന്നുള്ളത്. സോ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇത് ആളുകളിൽ ഡിപ്പെൻഡൻസി ഉണ്ടാക്കും. ആളുകളിൽ നാച്ചുറലി നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ബോഡിക്ക് ഒരു ഓൺ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അതിന്റെ ഒരുപാട് എബിലിറ്റീസ് നമുക്ക് നഷ്ടപ്പെടുന്ന പറയുന്നത്. സോ റിലൈങ് ഓൺ ഡ്രഗ്സ് ടു സോൾവ് പ്രോബ്ലംസ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് റെസിലിയൻസ്, സെൽഫ് ഡിസിപ്ലിൻ, മെന്റൽ എഫേർട്സ് ഇൻ ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ച്. ജീവിതം നമുക്ക് മുന്നിൽ കൊണ്ടുതരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാനസികവും ശാരീരികമായിട്ട് നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ ആൻഷ്യസ് ആയേക്കാം, ചിലപ്പോൾ നമുക്ക് പാനിക് അറ്റാക്സ് വന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് അടിച്ചു പോയേക്കാം, ഹാർട്ട് അടിച്ചു പോയ ആൾ തട്ടിപ്പോ. സോ നമുക്ക് ഹാർട്ട് വല്ല ഫെയിലിയർ വന്നേക്കാം. സോ ഇതിനെല്ലാം നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മൾ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് നാച്ചുറലി ഇല്ലേ നമുക്ക് ബോഡിക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നതിന്റെ എബിലിറ്റീസ് കുറയുന്ന പറയുന്നത്. നമുക്ക് റെസീലിയൻസ് കുറയുന്ന പറയുന്നത്. റെസീലിയൻസ് ചിലപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വലിച്ചാലല്ലേ വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചങ്ങോട്ട് തന്നെ പോലെ. അതുപോലെയാണ് നമുക്ക് രോഗം വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര എക്സാജറേറ്റഡ്ലി സ്ട്രെച്ച്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരു റെസീലിയൻസ് ഉണ്ട്, അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് അത് തിരിച്ചു വരും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഓവർലി മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാച്ചുറൽ എബിലിറ്റി നഷ്ടപ്പെടുന്ന പറയുന്നത്. മെഡിസിൻസ് വെർസസ് സെൻഷ്വൽ ഡ്രഗ്സ്, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡിസോർഡറിനോ അല്ലെങ്കിൽ ഒരു ഡിസീസിനോ കുടിക്കുന്നതാണ് നമ്മുടെ മെഡിസിൻസ് എന്ന് പറയുന്നത്. പക്ഷേ സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നതല്ലേ, സെൻഷ്വൽ ഡ്രഗ്സ് നമ്മൾ പ്ലഷറിന് വേണ്ടി എടുക്കുന്ന. Sensual drugs stimulate pleasure centers in the brain but can disrupt natural brain function. നമ്മുടെ ബ്രെയിനിലെ ഒരുപാട് പ്ലഷർ ആക്ടിവിറ്റീസുകൾ ടേൺ ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കുറെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന കഞ്ചാവും കൊക്കൈനും എന്താ പറയാ ഹെറോയിനും ഒന്നും മാത്രമല്ല, ഒരുപാട് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഉണ്ട്. ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്ന, മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താ ചെയ്യുക, നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഡിസ്റപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ അഡിക്റ്റ് ആക്കും. ആ ഒരു പെർട്ടിക്കുലർ മെഡിസിനുമായിട്ട് നമ്മൾ അഡിക്റ്റ് ആക്കി മാറ്റുന്ന പറയുന്നത്. സെൻഷ്വൽ ഡ്രഗ്സ് ഡിസ്റ്റർബ് ദ ബ്രെയിൻസ് പ്ലഷർ ആൻഡ് മെക്കാനിസം. നമ്മുടെ നാച്ചുറലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു പ്ലഷർ പിന്നെ അവിടെ പോകും. leading to addiction and reduced sense of satisfaction over time. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാച്ചുറലി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. സിവിയർ അഡിക്ഷൻ can cause the brain to lose its ability to find pleasure in natural experience. നമുക്ക് വളരെ സാധാരണമായ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെടും, സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. ഇതിന് സൈക്കോളജിക്കൽ എഫക്ട്സ് ഉണ്ട്, ഇതിന് ഫിസിക്കൽ എഫക്ട്സ് ഉണ്ട്. സൈക്കോളജിക്കൽ എഫക്ട്സ് ലൈക്ക് പേഴ്സണാലിറ്റി ചേഞ്ചസ്, പാരനോയ ലൈക്ക് സിംറ്റംസ് ആൻഡ് സെൻസ് ഓഫ് സെൻസറി ഡിപ്രിവേഷൻ. നമുക്ക് ചിലപ്പോൾ പാരനോയ പോലെയുള്ള ഇല്ലാത്തൊരു കാര്യം ഉള്ള പോലെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നമുക്ക് ചിലപ്പം എന്താ പറയാ, നമുക്ക് പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് സെൻസുകൾ, നമ്മുടെ ടച്ച്, നമ്മുടെ വിഷൻ, നമ്മുടെ സ്മെല്ല്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. സെൻസറി ഡെപ്രിവേഷൻസ് സംഭവിച്ചേക്കാം. ഇതിന് ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ ഉണ്ട് കേട്ടോ. മെന്റൽ ഡീജനറേഷന് പുറമെ നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വന്നേക്കാം, ഓർഗൻസ് ഡാമേജ് ആവാം, ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി ടു ഡിസീസ്. ഒരുപാട് ഡിസീസുകൾക്ക് നമ്മൾ ഹൈലി പ്രോൺ ടു ആയിരിക്കും, നമുക്ക് എളുപ്പത്തിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ സെൽ കെമിസ്ട്രിന് ഇത് വല്ലാതെ ഓൾട്ടർ ചെയ്യുന്ന പറയുന്നത്. അതായത് നമ്മുടെ ഓരോ സിംഗിൾ ന്യൂറോണും അതിന് സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഡ്രഗ് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് ആ ഒരു ന്യൂറൽ സ്ട്രക്ചറിനെ കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ് ചെയ്യും. ഈ ഒരു സമയത്ത് നമുക്കൊരു അതിന്റെ ഒരു നാച്ചുറൽ സെൽ കെമിസ്ട്രിനെ കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈനൽ വാർണിംഗ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എസ്സേ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഡ്രഗ്സ് മൈറ്റ് ഓഫർ ഷോർട്ട് ടേം പ്ലഷർ ബട്ട് ദേ പോസ് സീരിയസ് ഹെൽത്ത് റിസ്ക്. They can cause irreversible damage. ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഡാമേജുകൾ ചിലപ്പം ആര് വരുത്തിയേക്കാം, ഈ പറഞ്ഞുള്ള ഡ്രഗ്സ് വരുത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എസ്സേ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? എഡിറ്റർ ടു ന്യൂസ് പേപ്പർ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ചിലപ്പോൾ നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ നമ്മുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പത്രത്തിന് നമുക്ക് ഒരു കത്തെഴുതാൻ വേണ്ടി പറയാം. സോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ കാലാകാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റത്തെ പരിപാടി ഒരു പെട്ടി വരയ്ക്കുക. പെട്ടിയിൽ ആദ്യം ആരാണ് ഫ്രം അഡ്രസ്സ് കൊടുക്കുക. ഞാനാണ് എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സും ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന് ആർക്കാണ് അയക്കുന്നുള്ളിടത്താണ് ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അവിടെ ദ എഡിറ്റർ എന്നുള്ളത് ആദ്യം കൊടുക്കണം. ദ
എഡിറ്റർ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് പത്രത്തിനാണോ എഴുതാൻ വേണ്ടി പോകുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് ആണോ, മാതൃഭൂമിയാണോ, ദേശാഭിമാനിയാണോ, ഏതാണോ അതിലേക്ക് അതിന്റെ പേര് കൊടുക്കുക, അതിന്റെ ഒരു സ്ഥലം കൊടുക്കുക. ഇനി എന്ത് വിഷയത്തിനെ കുറിച്ചാണെന്നുള്ളത് കൊടുക്കണം. സബ്ജക്ട് ദ സീരീസ് ഓഫ് ഓൺഗോയിങ് ഡ്രഗ് അബ്യൂസ് അമംഗ് സ്കൂൾ ചിൽഡ്രൻ. ഓക്കെ, ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അവിടെ സ്പെസിഫിക്കലി പറയണം. ഇനി സല്യൂട്ടേഷൻ എടാ മോനെ എന്ന് നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എടാ എന്തൊക്കെടാ എന്തല്ല എന്നൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു സീരിയസ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ഒരു ഫോർമൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. സാർ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ മാം എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇനി ബോഡി എഴുതുന്ന സമയത്ത് വലിച്ചു വാരി അനാവശ്യമായ കാര്യങ്ങളൊന്നും എഴുതി വെക്കണ്ട. നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എസ് അല്ല എഴുതുന്നത്, 10 പേജിന്റെ എസ് അല്ല നമ്മൾ ലെറ്റർ എഴുതുന്നത്. ലെറ്ററിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. താങ്ക് യു എന്നോ യോസ് ഫെയ്ത്ത്ഫുള്ളി എന്നോ പറയാം. ചക്കര ഉമ്മ എന്നൊന്നും കൊടുക്കരുത് കേട്ടോ. എഡിറ്റർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, അപ്പോൾ സൂക്ഷിച്ച് എഴുതുക. ഓക്കെ, അത് നിങ്ങൾ എഴുതൂല എന്ന് എനിക്കറിയാം. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. ഇതിലല്ലേ കഥ എഴുതി വെക്കരുത് കേട്ടോ. ലെറ്ററിലൊന്നും ഒരിക്കലും കഥ എഴുതി വെക്കരുത്. ഈ ചാപ്റ്ററിന്റെ ഒരു ബന്ധമില്ല. ഈ ഒരു കത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മുടെ പെർസ്പെക്റ്റീവും നമ്മുടെ ഔട്ട്ലുക്കും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവും നമ്മുടെ വിലയിരുത്തലുകളൊക്കെയാണ് എഴുതേണ്ടത്. വേറെ ഒരു മാങ്ങാത്തിൽ എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, സ്പീച്ച് നമ്മൾ പഠിച്ചല്ലോ. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഡ്രഗ് അബ്യൂസിന്റെ അത് സോഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലമാറ്റിക് സിനാരിയോസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു സ്പീച്ച് സ്കൂൾ അസംബ്ലിയിലായിരിക്കാം, കവലപ്രസംഗമായിരിക്കാം, ചിലപ്പോൾ വല്ല ഉദ്ഘാടനമായിരിക്കാം, എന്തോ ആയിരിക്കാം. സോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓഡിയൻസിനെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ സ്പീച്ച് ഡെലിവർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ നോട്ട് നിങ്ങൾ പൊന്നു മക്കളെ നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ആകാൻ നോക്കുക. കാരണം ഇത് അത്രയും കണ്ടന്റ് ഞാൻ ഇതിൽ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അത് പരമാവധി യൂസ് ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. എടാ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ സ്പീഡ് കുറയുന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്നോടൊന്ന് പറയണേ. സോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പോയം പഠിച്ചാലോ? ഒരു വളരെ സർക്കാസ്റ്റിക് പോയമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അറിയില്ലടാ നിങ്ങൾക്ക് എന്താണ് സർക്കാസ്റ്റിക് എന്നുള്ളത്. ഭയങ്കര ഹ്യൂമറസ്ലി പോർട്രേഡ് ആയിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. നാളത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവരോടും എനിക്കിത് പറയാനുള്ളത്, this is going to hurt just a little bit. കുറച്ച് വേദന ഉണ്ടാവും, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും, കുറച്ച് ടെൻഷനൊക്കെ വരും, കുറച്ച് ഇടങ്ങേറായിരിക്കും നാളത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത്. പക്ഷേ അതാണ് ഈ എക്സാമിന്റെ ഹോൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക് എക്സാമിനാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ചൂട് കയറി വന്നു കഴിഞ്ഞാൽ യു വിൽ ബി മൂഞ്ചിഫൈഡ്. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് പ്രയർ ആയിട്ട് അതേ പാറ്റേണിൽ പോകുന്ന ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മീ. ഞാൻ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല. ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ മോഡൽ എക്സാം സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യായിരുന്നു. എനിക്കൊരു ഓൾ ഓർ നത്തിങ് മൈൻഡ് സെറ്റാണ്. ഒന്നെങ്കിൽ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ രീതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ അത് എഴുതൂല. ഇത് എഴുതാതിരുന്നത് കൊണ്ടില്ലേ ഞാൻ പല പബ്ലിക് എക്സാമുകളിലേക്കും വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും ഇല്ലേ, നിങ്ങൾ ആ എക്സാം അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്, അത് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നാളത്തെ എക്സാം അത് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് കുറേ ഇൻസൈറ്റ് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ടാവും, ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അവിടെയാണ് കിട്ടുന്നത്. സാർ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത് സീനാണ്. എടാ നമ്മൾ പബ്ലിക് എക്സാം കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ ഡേറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാം റിലാക്സ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ കാര്യം? ഒരു മാസം മോഡൽ എക്സാമും ഒരു മാസം പബ്ലിക് എക്സാമും പോയി കഴിഞ്ഞാൽ നമ്മൾ ചില്ല് ചെയ്ത് സുഖിച്ചിരുന്ന് റീൽസ് ഒക്കെ കണ്ടിരുന്ന് നമ്മളങ്ങനെ വെറുതെ ഇരിക്കും. സോ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാക്കണോ? നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സാർ ക്ലിയർ ആണ്, സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. എടാ എനിക്കിത് വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഈ ഒരു പോയം നോക്കാം. വളരെ രസമാട്ടോ ഈ പോയം, വളരെ രസം. സോ ഈ പോയറ്റിനില്ലേ ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് ഒരു നൈറ്റ് മെയർ ആണ്. ചിന്തിക്കാൻ പോലും പറ്റില്ല, തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സോ ആ ഒരു ദുരനുഭവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഒരു അൺലൈക്ക് ഒരു എന്താ പറയാ, ഒരു
എന്തായാലും പറയാം. ഓക്കെ, നമുക്ക് പോയത്തിൽ തന്നെ നോക്കാം. സോ ഇത് അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടും, അവിടെ ആ ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്കംഫർട്ടും, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ലൈറ്റ്നിങ് തോട്ട്സ് ഒക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ സർക്കാസ്റ്റിക് ആണ്, ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വൺ തിങ് ഐ ലൈക്ക് ലെസ് ദാൻ മോസ്റ്റ് തിങ്സ് ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് മൈ മൗത്ത് വൈഡ് ഓപ്പൺ. ഈ ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇങ്ങനെ വാ വിളിച്ചിരിക്കുന്നതാണ് ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ is a hope that I am against hope. ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത, ആ ഒരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ്, ആ ഹോപ്പിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ അതൊരു ഹോപ്പ് മാത്രമാണ്, അതൊരു പ്രതീക്ഷ മാത്രമാണ്. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ, സം ആർ മെന്റൽ, ബട്ട് that both is dental. ചിലത് ഫിസിക്കലായ ടോർച്ചറാണ്, ചിലത് മെന്റലായ ടോർച്ചറാണ്. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു സാധനമാണ് ഈ ഡെന്റൽ എന്ന് പറയുന്നത്. ഡെന്റൽ ടോർച്ചറിനെ കുറിച്ച് ഇവിടെ കൂടുതൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. സെൽഫ് പൊസസ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര കാമായിട്ടിരിക്കില്ല. എപ്പോൾ പോസിബിൾ അല്ല, നിങ്ങളുടെ ഈ ജോ ഇങ്ങനെ തുറന്നു വെച്ച് ഇവിടെ ചെസ്റ്റ് വരെ തട്ടുന്ന രീതിയിൽ ചിലപ്പോൾ ഈ ഡെന്റിസ്റ്റിൽ വാ ഇങ്ങനെ തുറക്കൂലേ, നമ്മുടെ കിങ് കോങ്ങിൽ ഡൈനോസറിന്റെ വാ തുറക്കുന്ന പോലെയാണ് ചിലപ്പോൾ ഡെന്റിസ്റ്റുകൾ വാ തുറക്കുന്നല്ലേ. അങ്ങനെ തുറന്നു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റൂല എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിട്ട് പറയുന്നത്. സോ ഹാർഡ് ടു റീറ്റെയിൻ യുവർ കാം. നമ്മുടെ സമാധാനം, ആ ഒരു സമാധാനത്തിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്ടറേഷൻസ് in your lifeline, love line or some other important life in your palms. എന്ന് വെച്ചാലല്ലേ, നമ്മൾ ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്തല്ലേ നമ്മുടെ ഈ ഫിംഗർ നെയിൽസ്, അയ്യോ നഖം വെട്ടിയിട്ടില്ല, ഓക്കെ, ഫിംഗർ നെയിൽസ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ വരകളില്ലടാ, ഇത് ലൈഫ് ലൈനോ, ഓക്കെ, ഇതിൽ അങ്ങനെ പറയുന്നുണ്ട്. ലൈഫ് ലൈൻ അങ്ങനെ ഒരുപാട് ലൈനുകൾ പോകുന്നുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്തില്ലേ അതിൽ കുറെ സീരിയസ് ഓൾട്ടറേഷൻസ്, വേറെ എന്തൊക്കെയോ ലൈനുകൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞാണ്. അത്രയും ഡിസ്കംഫർട്ടോട് കൂടിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. സോ ഹാർഡ് ടു ഗിവ് യു യൂഷ്വൽ എഫക്ട് ഓഫ് ചീറി ബിനൈനിറ്റി. എന്ന് വെച്ചാൽ എന്താ, എനിക്കിവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹം ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം വെൻ യു നോ യുവർ പൊസിഷൻ ഈസ് വൺ ഓഫ് ദ 2 or 3 ഇൻ ദ ലൈഫ് മോസ്റ്റ് ലാക്കിംഗ് ഇൻ ഡിഗ്നിറ്റി. ഒരു മര്യാദയില്ലാത്ത, ഒരു ഡിഗ്നി ഇല്ലാത്ത ഒരു പൊസിഷനിലാണല്ലോ ഞാൻ ഇരിക്കുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ര ഉത്സാഹത്തിലൊന്നും നിൽക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. റോഡ് പണി നടക്കുന്ന ഒരു വഴി പോലെയാണ് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെന്റിസ്റ്റിന്റെ കൈ കിട്ടുമ്പോൾ, ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലട്ടേർഡ് വിത്ത് സ്റ്റോൺ. ചില സമയത്ത് അവിടെ കല്ലുകളൊക്കെ കൂട്ടിയിട്ട പോലെ ആയിരിക്കും അതിൻ്റെ അകത്ത്. ക്രഷേഴ്സ് ആൻഡ് കോൺക്രീറ്റ് മിക്സേഴ്സ് ആൻഡ് ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്. There isn't a nerve in your head that you are being irked on. അതായത് റോഡ് പണി നടക്കുന്ന പോലെയാണ്. അവിടെ കുറെ സ്റ്റീം റോളേഴ്സ് പോകുന്നുണ്ടാവും, കോൺക്രീറ്റ് മിക്സ്ചേഴ്സ് പോകുന്നുണ്ടാവും, ഡ്രില്ല് പോകുന്നുണ്ടാവും. സോ ഇത്രയും ഒരു ബഹളമുള്ളൊരു റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത്. സോ കവി ഇവിടെ പറയാട്ടോ, നമ്മുടെ തലച്ചോറിലുള്ള ഒരൊറ്റ ഞരമ്പ് പോലും ഈർക്കഡ് ആയിട്ട് മാറാതിരിക്കില്ല എന്ന് പറയുന്നത്, ഇറിറ്റേറ്റഡ് ആവാതിരിക്കില്ല എന്ന് പറയുന്നത്. ഓ സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി സ്ട്രങ് അപ്പോൺ ബൈ തംസ്. എനിക്ക് ഈ അടുത്തില്ലേ എൻ്റെ ഒരു പല്ലിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ചില ഡെന്റിസ്റ്റുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാ, അവർ ഈ തമ്പ് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യും. എനിക്കിപ്പോഴും ആ വേദന ഇവിടെ കിട്ടുന്നത്. അതാണ് നമ്മുടെ കവി പറയുന്നത്. ചിലർ അൺഫോർച്ചുനേറ്റ് ആണ്, അവർക്ക് ഈ തമ്പ് കൊണ്ടിട്ടുള്ള അവർ സ്ട്രങ് അപ്പ് എന്ന് പറയുന്നത്. ചിലരുടെ ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ദെയർ ഗംസ്. ചിലർക്കാണെങ്കിൽ അവരുടെ പല്ലിലാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ് ടു ബി ബീങ് പോളിഷ്ഡ്. അത് സത്യമാണ്, ബീങ് ടു ബി പോളിഷ്ഡ്, അതായത് പോളിഷ് ചെയ്യപ്പെടേണ്ട സാധനം തന്നെ. പക്ഷേ ബട്ട് യു ഹാവ് റീസൺ ടു ബിലീവ് ദാറ്റ് ദേ ആർ ബീങ് ഡിമോളിഷ്ഡ്. പക്ഷെ അതവിടെ വെട്ടിപ്പൊളിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കവി പറയുന്നത്. ആൻഡ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഇതൊക്കെ നടക്കുന്നത് ഒരു കണ്ണാടി പിടിച്ചുകൊണ്ടാണല്ലോ. പണ്ട് കാലത്ത് എഴുതിയതല്ലേ, അന്ന് ഈ കണ്ണാടി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണല്ലോ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് കവി പറയുന്നത്. ബിക്കോസ് ദ ഡെന്റിസ്റ്റ് മേ ബി എ bear, or as the Romans used to say, only they were referring to a feminine bear when they said it ഉർസ എന്ന് പറയുന്നതില്ല, ആകാശത്തുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ്, നക്ഷത്രങ്ങളുടെ കൂട്ടം. ഒരു ബെയറിന്റെ ഷേപ്പിലുള്ള ഒരു നക്ഷത്ര കൂട്ടാണ് ഈ ഉർസ എന്ന് പറയുന്നത്. അതായത് റോമൻസ് ഉണ്ടാക്കിയ ഒരു സങ്കല്പമാണത് ആ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊരു കരടിയുടെ കയ്യിൽ നമ്മൾ കുടുങ്ങി പോയ പോലെ ആയിരിക്കും, അവിടെ നിന്ന് ഇനി ഒരു എസ്കേപ്പ് ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഡെന്റിസ്റ്റിനെ ഒരു ബെയറുമായിട്ട് ഉപമിച്ച് പറയാണ് ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഓൾ ദ സെയിം, ഹൗ കെൻ യു ബി സോ ഷുവർ വെൻ ഹി ടേക്സ് ഹിസ് ക്രോബാർ ഇൻ വൺ ഹാൻഡ് and mirror in the other hand?
എടാ നമ്മളില്ലേ ഇവിടെ പറയുന്ന ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. അത് he won't get mixed up. The way you do when you are trying to tie a bow and tie with the aid of a mirror and forget that left is right and vice versa. എടാ നമ്മളൊരു വെറുതെ ഒരു കണ്ണാടി വെച്ചുകൊണ്ടല്ലേ ഒരു ബോ ആൻഡ് ടൈ കെട്ടാൻ നോക്കിയാൽ ഒരു ടൈയും അതിന്റെ ബോ ആൻഡ് ടൈ കെട്ടാൻ വേണ്ടി നോക്കിയാൽ തന്നെ നമുക്ക് തല തിരിഞ്ഞു ലെഫ്റ്റ് റൈറ്റിലേക്ക് മാറിപ്പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളൊരു മിററും മറ്റേ കയ്യിൽ ക്രോബാറും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു പേടിയും കൂടെ നമ്മുടെ കവിക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് he says that will be all, but it isn't, because he then coats your mouth from cellar to roof. ഇനി ഫ്ലോർ ടു റൂഫ് വരെ അദ്ദേഹം എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇനി ഒരു പോളിഷ് അടിക്കാൻ വേണ്ടി പോവാണ്. വിത്ത് സംതിങ് ദാറ്റ് ഐ സസ്പെക്ട് ഈസ് ജനറലി യൂസ് ടു പുട്ട് എ ഷൈൻ ഓൺ ഹോസ് ഹൂഫ്. ഈ കുതിരയുടെ കൊളമ്പടിയിലില്ലേ, കൊളമ്പില് നമ്മൾ ഈ ലാടം കെട്ടി വെക്കൂലേ, അതിന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു ഷൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പോളിഷാണ് നമ്മുടെ പല്ല് പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്നുള്ളതാണ് കവിയുടെ പറയുന്നത്. ആൻഡ് യു ടോട്ടർ യുവർ ഫീറ്റ് ആൻഡ് തിങ്ക്, well, it's all over now, and after all it was only this once. നിങ്ങളിങ്ങനെ എഴഞ്ഞ് നിങ്ങൾ ടോട്ടർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ഞരങ്ങി നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഓക്കെ ഇനിയും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. ആൻഡ് ഹി സേസ് കം ബാക്ക് in 3 months. ഇവിടെ തീരുന്നിടത്തായിരിക്കും അയാൾ പറയുന്നത്, ഡെന്റിസ്റ്റ് പറയുന്നത് എല്ലാ 3 മാസം കഴിയുമ്പോഴും നിങ്ങൾ ഇവിടെ വരണം എന്നുള്ളത്. ഓ ദിസ് സോ ഫീറ്റ്, എന്തൊരു വിധിയാണെന്ന് ഓർക്കണേ. I think most vicious circle എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂപ്പാണ്, ഇതിനൊരു അറ്റവും അവസാനമൊന്നുമില്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് thou ever sendest that man has to go continually to the dentist. എന്തിനാ അറിയാം നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്? വളരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ വെൻ ദ ചീഫ് റീസൺ. എന്തിനാ അറിയാം അയാൾ ആക്ച്വലി പോകുന്നത്? ചീഫ് റീസൺ എന്താണെന്നറിയോ? ഹി വാണ്ട്സ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ. അയാളുടെ പല്ല് ഗുഡ് കണ്ടീഷനിൽ വേണം. എന്തിനാണെന്നറിയോ? സോ ദാറ്റ് ഹി വോണ്ട് ഹാവ് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഒന്നും കൂടെ പോകണ്ടല്ലോ എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം അനുഭവിക്കണം, അത് പിന്നെയും 3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ കവി പറയുന്നത്. വളരെ വളരെ ഹ്യൂമറസ് ടേക്കാണ്, വളരെ ഹ്യൂമറസ്ലി പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ് നമ്മുടെ ദിസ് ഗോയിങ് ടു ബി ഹേർഡ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. സെറ്റല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണോ? ഓക്കേ. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ആവലാതികളും ആശങ്കകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി പഠിക്കാനുള്ളൂ, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. അതോടുകൂടെ നമ്മൾ സേഫ് ആണ്, വി ആർ ഗുഡ് ടു ഗോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്നാമിസ് നമുക്ക് കിഡ്ലോസ്ക്ക് വേറെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ പഠിപ്പിച്ചു തരും. നമ്മുടെ RK നാരായണന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെ സെറ്റിംഗ് നോക്കാം. ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ നഴ്സറി വെർ എ ടീച്ചർ സ്ട്രഗിൾ ടു ഡിസിപ്ലിൻ എ മിസ്ചീവിയസ് ബോയ്. ഒരു കുറുമ്പനായിട്ടുള്ള ഒരു തീപ്പൊരി ചെക്കൻ, ഒരു പറഞ്ഞാൽ കേൾക്കാത്ത, ഒരു അനുസരണ ഇല്ലാത്ത ഒരു ചെക്കനെ ഒരു ടീച്ചർ കഷ്ടപ്പെട്ടിട്ട് അനുസരണ പഠിപ്പിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനോ നോക്കുന്നതാണ് നമ്മുടെ കഥയുടെ സെറ്റിംഗ്. അതൊരു നഴ്സറിയിലാണെന്ന് പറയാം. ഓക്കെ, ഇതിലുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഒരു ടീച്ചർ ഉണ്ട്, unnamed protagonist, അവരാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്, ഫ്രസ്ട്രേറ്റഡ് ബൈ ദ ബോയ്സ് ബിഹേവിയർ ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് പാരന്റിംഗ് മെത്തേഡ്. സോ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, ടീച്ചറാണ്. ദ ബോയ് മിസ്ചീവിയസ് ആൻഡ് സ്റ്റബൺ, എൻജോയ്സ് ഡിഫൈങ് അതോറിറ്റി ആൻഡ് പ്ലേയിങ് പ്രാങ്ക്സ്. പറ്റിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ദ ബോയ് എന്ന് പറയുന്നത്. മിസ്ചീവിയസ് ആണ്, സ്റ്റബൺ ആണ്, പറഞ്ഞാൽ കേൾക്കൂല, കുറുമ്പനാണ്, വാശിക്കാരനാണ്, അതൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കുട്ടിയുടെ പാരന്റ്സിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. നല്ല വെൽത്തി ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന പാരന്റ്സ് ആണ്. ഈ നമ്മൾ ലാളിച്ച് വഷളാക്കി എന്ന് പറയില്ലേ, അതാണ് ഇന്റലിജന്റ് എന്ന് പറയുന്നത്. എന്താ? ലാളിച്ച് വളർത്തിയതാണ്. ബിലീവ് ഇൻ ജെന്റിൽ പാരന്റിംഗ് മെത്തേഡ്സ് ആൻഡ് ഒപ്പോസ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. അത്രയും ഡിസിപ്ലിനോടെ കുട്ടികളെ വളർത്തരുത് എന്ന് വിശ്വസിക്കുന്നതാണ് ഈ ബോയുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലോട്ടിലേക്ക് പോകാം, ഈ കഥയുടെ പ്ലോട്ടിലേക്ക് പോകാം.
ഓക്കെ, പ്ലോട്ട് ഇങ്ങനെയാണ്. ദ ടീച്ചർ അറ്റംപ്റ്റ്സ് ടു ടീച്ച് ദ ബോയ് ബട്ട് ഫേസസ് കോൺസ്റ്റന്റ് ചാലഞ്ചസ് ഡ്യൂ ടു സ്റ്റബർനെസ്. ഈ കുട്ടി ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഒരു തരത്തിലും അനുസരിക്കുന്നില്ല. സോ ഈ സമയത്ത് ഈ ടീച്ചർ ഒരുപാട് കഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ദ ബോയ് റിപ്പീറ്റഡ്ലി ഗിവ്സ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ടു എ സിമ്പിൾ മാത്ത് പ്രോബ്ലം, ഫ്രസ്ട്രേറ്റിംഗ് ദ ടീച്ചർ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്ത് പ്രോബ്ലം കൊടുത്തിട്ട് പോലും ആ കുട്ടി മനഃപൂർവ്വം അത് തെറ്റിച്ച് പറയാൻ നോക്കുകയാണ്. ഈ ടീച്ചറിനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ദ ടീച്ചർ ഫീലിംഗ് desperate resort to playing along with the boys demands to maintain peace. അവിടെ ഒരു സമാധാനം ഒത്തുപോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ ആ ഒരു ഡിമാൻഡിൽ ഈ ടീച്ചർ വീണു പോവാണ്. വേറെ വഴിയൊന്നുമില്ല, ഈ കുട്ടി ഈ സംഭവം മുന്നിലേക്ക് പോകണ്ടേ. ഡിസ്പൈറ്റ് ദ ടീച്ചേഴ്സ് എഫേർട്ട് ദ ബോയ് കണ്ടിന്യൂസ് ടു മാനിപ്പുലേറ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ഡിസൊബേ ഇൻസ്ട്രക്ഷൻസ്. ഈ കുട്ടി ഒരു തരത്തിലും ഈ എന്താ ടീച്ചറുടെ കാര്യങ്ങളൊന്നും, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. വളരെ ഡിസൊബീഡിയന്റ് ആണ്, വളരെ എന്താ പറയുക, റെക്ലെസ് ആണ് ഈ കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. The teacher contemplates confessing the boy's behavior to his parents, but ultimately covers for him to avoid punishment. So ഈ കുട്ടി ഒരു നിരക്കും താങ്ങാൻ പറ്റാതെ ഈ ടീച്ചർ ആ പാരന്റ്സിനോട് കംപ്ലൈന്റ് ആയിട്ട് പോയി പറയാണ്. സോ ഈ സമയത്തില്ലേ ഇവിടെ നടക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സ്റ്റോറി ഹൈലൈറ്റ്സ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ടീച്ചേഴ്സ് ഡിസയർ ഫോർ ഡിസിപ്ലിൻ ആൻഡ് ദ പാരന്റ്സ് ഇന്റലിജന്റ് പാരന്റിങ് അപ്രോച്ച്. ഈ കുട്ടിയെ ഡിസിപ്ലിൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് ടീച്ചർ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടിയെ ലാളിച്ച് വളർത്തിയത് കാരണം ഈ കുട്ടിക്ക് ഡിസിപ്ലിൻ, അത്രയും റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിന്റെ ആവശ്യമില്ല എന്നുള്ളത് പാരന്റ്സ് വിശ്വസിക്കുന്നതുകൊണ്ടും ഇവിടെ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇത് തമ്മിൽ ഒത്തുപോകുന്നില്ല. സോ ഇതിൽ പറയുന്ന തീമുകൾ എന്ന് പറയുന്നത് പാരന്റിങ് സ്റ്റൈൽസ് ആണ്. പാരന്റിങ് സ്റ്റൈൽസ് നമുക്ക് രണ്ട് തരത്തിൽ പറയാം. വളരെ റിജിഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരുപാട് കോർപ്പറൽ പണിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. കുട്ടികളെ ലാളിച്ചും സ്നേഹിച്ചും മാത്രം വളർത്തുന്ന, അവർക്ക് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഒരുക്കാത്ത അങ്ങനെയുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കോൺട്രാസ്റ്റിംഗ് അപ്രോച്ച് ടു ഡിസിപ്ലിൻ പാരന്റിങ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ബോയ്സ് പാരന്റ്. അതോറിറ്റി ആൻഡ് റിബല്യൻ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ എല്ലാ അതോറിറ്റിക്ക് എതിരെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഒരു ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത്. ദ ബോയ്സ് ഡിഫൈൻസ് ഓഫ് അതോറിറ്റി ആൻഡ് ദ ടീച്ചർ സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ കൺട്രോൾ. സോ അവിടെ ഒരു ആശയക്കുഴപ്പം വരുന്നുണ്ട്, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ടീച്ചർക്ക് ഈ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കണം എന്നുണ്ട്, പക്ഷെ കുട്ടി ഒരു നിലക്കും സമ്മതിക്കുന്നില്ല. അതോറിറ്റിക്ക് എതിരെയുള്ള റിബല്യൻ ആണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. കോൺസിക്വൻസസ് ഓഫ് ഇന്റലിജൻസ്. ഇങ്ങനെ ലാളിച്ച് വളർത്തുന്നതിന്റെ കോൺസിക്വൻസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ദ കോൺസിക്വൻസസ് ഓഫ് ഇന്റലിജന്റ് പാരന്റിങ് ഓൺ ദ ചൈൽഡ്സ് ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. അത് അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളത് കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓവർലി നമ്മൾ ഇന്റലിജന്റ് ചെയ്താലുള്ള പ്രശ്നമാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നാളത്തെ റോക്കറ്റ് ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്രാമർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നാളത്തെ റോക്കറ്റ് ലൈവിലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾക്ക് ജസ്ന മിസ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും കവർ ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. എവിടെയും പോകരുത്, ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. ഗ്രാമർ പോർഷൻസ് ഇനി നമുക്ക് കവർ ചെയ്യാനുണ്ട്. മക്കളെ, ഈ ഒരു ലൈവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എല്ലാം കൊണ്ടും എന്താ പറയുക ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ഒരു റിസോഴ്സ് നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ആക്കാൻ നോക്കുക. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ആകാൻ വേണ്ടി നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. റൈറ്റിംഗ് പ്രാക്ടീസ്, കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് മെയിനായിട്ട് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നാളത്തെ ലൈവും കൂടി കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മൾ നാളത്തെ എക്സാം ഫുൾ കോൺഫിഡൻസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതെന്റെ വാക്കാണ്, അതെന്റെ പ്രോമിസ് ആണ്. നാളത്തെ എക്സാം നിങ്ങൾ ധൈര്യപൂർവ്വം എഴുതണം. അതൊന്ന് ഒരുപാട് ഇൻസൈറ്റുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി ഒന്നും കൂടെ മോടി കൂട്ടാനുണ്ട്, ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഇൻസൈറ്റുകൾ നാളെ കൊണ്ടുവരണം. നാളെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എനിക്കത് കാണണം മക്കളെ. സോ അങ്ങനെയാണ് നിങ്ങൾ എന്നോടുള്ള നന്ദി അറിയിക്കേണ്ടത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. ഒരു വശത്ത് അധികാര കസേരയ്ക്ക് വേണ്ടി മുഴുവൻ ഖാൻസാറും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് 1000 ശൗര്യാംഗർ അതേ കസേര ചുട്ടുചാമ്പലാക്കാൻ മുന്നേറുന്നു. പക്ഷെ ദേവ ആ കസേര ഭരതന് നേടിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു.
ഹായ് 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 ഹലോ 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 ഹലോ. യെസ്, എടാ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാമും പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒരു തുള്ളി. യെസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ ഒന്ന് കമന്റ് ചെയ്യും, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കമന്റ്സ്. യെസ്, ഒരുപാട് പേരുണ്ട്. അപ്പൊ നെയിം സാർ അല്ലെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യൂണിറ്റ് 1 അതേപോലെ തന്നെ യൂണിറ്റ് 4 യൂണിറ്റ് 6 അല്ലെ യൂണിറ്റ് 5ഉം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അല്ലെ. ആൻഡ് യൂണിറ്റ് 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്, അതേപോലെ തന്നെ യൂണിറ്റ് 4ഉം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് ഇനി യൂണിറ്റ് 2 യൂണിറ്റ് 3 ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ യൂണിറ്റ് 5ലെ ഒരു ചാപ്റ്ററും കൂടി നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോ യെസ്, എടാ കേൾക്കാൻ പറ്റുന്നില്ലേ? യാ ഓക്കെ. സോ ഇംഗ്ലീഷിൽ ഇപ്പോൾ A+ വാങ്ങുക അല്ലെങ്കിൽ അല്ലെ ഇംഗ്ലീഷിന്റെ കാര്യം ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ള ടെൻഷൻ ആയിരിക്കും പല കുട്ടികൾക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും അല്ലെ നമ്മൾ ഇംഗ്ലീഷ് സിമ്പിൾ അല്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് എനിക്ക് ഒന്നും അറിയില്ല, ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിനൊന്ന് സൈഡ് ആക്കുക എന്നുള്ള അല്ലെ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നാളെ എഴുതാൻ പോകുന്ന മോഡൽ എക്സാം ആണ്. അപ്പോൾ പറ്റുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പഠിച്ചിട്ട് എഴുതുക. ആൻഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ ഈ ഒരു എക്സാമിന് എഴുതുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ഇന്ന് യൂണിറ്റ് 2ഉം 3ഉം എന്ത് ചെയ്യും, വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. യൂണിറ്റ് 3 ഒക്കെ നിങ്ങൾക്കറിയാം ഓൺടർപ്രീനർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന യൂണിറ്റ് ആണല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യും. സോ എടാ സെറ്റ് അല്ലേ നമ്മൾ നേരെ കേട്ടോ, നമ്മൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വലിച്ചു വാരി നീട്ടി എന്ത് ചെയ്യുന്നില്ല, ലൈവ് കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഉള്ള സമയം കൊണ്ട് അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. യെസ്, ഓക്കെ. ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഇങ്ങനെ നോക്കാൻ കേട്ടോ. എടാ അപ്പൊ നമ്മൾ 7 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കോഴ്സുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ ഇനി ആരെങ്കിലും ഒക്കെ വരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ വലിയ സമയമൊന്നും ആയിട്ടില്ല, കുറച്ച് സമയം ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴും ചിലപ്പോൾ ഒരു ഐഡിയയും കിട്ടാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തായാലും ഉറപ്പാണ് അല്ലെ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇപ്പോഴും കുട്ടികൾ നമുക്കൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ട്, മിസ്സേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, നാളെ എന്താ ചെയ്യാ, എന്തൊക്കെയാ പഠിക്കേണ്ടേ, എങ്ങനെയാ പഠിക്കേണ്ടേ, ഇതൊന്നും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഫുൾ കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചെടുക്കാന്നുള്ളത് പറ്റില്ല അല്ലെ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത്, എന്തൊക്കെയാണോ ഞാൻ ഓരോ ചാപ്റ്ററിന് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുക. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നല്ല. സോ ഇനി നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇടാ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്കൊക്കെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ യൂണിറ്റ് 2ലെ ഇത്രയും ചാപ്റ്റേഴ്സ്, ദെൻ യൂണിറ്റ് 3 ചാപ്റ്റേഴ്സ്, യൂണിറ്റ് 5ൽ നിന്ന് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സെറ്റല്ലേ യാ ഓക്കെ. സോ എടാ ഇത് നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഈ നോട്ട്സുകൾ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെച്ചാൽ എന്നുള്ളതല്ല കേട്ടോ, ഈ നോട്ട്സുകൾ വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും എന്നല്ല. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് 5 ആണ്. ഓക്കെ, സോ ഇതിലെ നമ്മുടെ ഫസ്റ്റിലെ ചാപ്റ്റർ ഏതായിരുന്നടാ മക്കളെ, ഏതായിരുന്നു ശരിക്കും, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ. ആൻഡ് അപ്പൊ ആ പാഠത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഒരു കോട്ട് ഉണ്ട്. സോ അതിൽ എന്തിനെ പറ്റിട്ടാ പറയുന്നത്, ഐ ലവ് പീപ്പിൾ ഹു മേക്ക് മീ ലാഫ്. എന്നെ അല്ലെ ഭയങ്കര എന്താണ് ചിരിപ്പിക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഐ ഹോണസ്റ്റ്ലി തിങ്ക് ഇറ്റ്സ് എ തിങ് ഐ ലൈക്ക് മോസ്റ്റ് ടു ലാഫ്. ഇറ്റ് ക്യൂർസ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൽനെസ്. ഇറ്റ്സ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ എ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, നമ്മുടെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യും, എന്തിനും ട്രൈ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചളി അടിച്ചിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ചില സമയത്ത് നമ്മൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ സാഡ്നെസ്, നമ്മുടെ ഇൽനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുന്നില്ല. അപ്പൊ പലപ്പോഴും ഒരു ക്വയർ ചെയ്യാനുള്ള അല്ലെ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതൊക്കെ മറക്കാനും പലപ്പോഴും ഈ ചിരിക്ക് ലാഫിനൊക്കെ പറ്റാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ പറയുന്നുണ്ട് ഹ്യൂമർ ഈസ് വാട്ട് ആഡ്സ് ടു ദ സ്പൈസ് ഓഫ് ലൈഫ്.
and it reduces the tedium of a tension ridden existence and make life healthier അല്ലെ. അതായത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഒക്കെ ഉള്ള ഒരു ലൈഫ് ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു കനം കുറക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ ഏത് നമ്മുടെ ലാഫ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമർ നർമ്മം ഒക്കെ എന്നുള്ളതാണ്. ആൻഡ് മേക്സ് ലൈഫ് ഹെൽത്തിയർ അല്ലെ. നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലൊക്കെ ഒരു സ്പൈസ് പോലെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കും, ആ ഫുഡിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കും അല്ലെ, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ വേണം എന്നല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഹ്യൂമർ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇഫ് എ സെൻസ് ഓഫ് ഹ്യൂമർ ഈസ് ഡെവലപ്ഡ് ആസ് എ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്, ഈവൻ അൺപ്ലസന്റ് എക്സ്പീരിയൻസസ് വിൽ ബിക്കം ലെസ് പ്രോബ്ലമാറ്റിക്. അതായത് നമുക്കിപ്പോ ഭയങ്കര പ്രശ്നമുള്ള എന്തെങ്കിലുമൊക്കെ മൊമെന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഒരു ഹ്യൂമർ സെൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ലെസ് പ്രോബ്ലമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ള കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാം. ദെൻ അതേപോലെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് laughter is not devoid of an element of pain എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഈ ചിരിയിൽ ശരിക്കും എന്താണ്, വേദനയുടെ ഒരു അംശം പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ നോക്ക്, ഈസ് ഹ്യൂമർ ഓൾവേസ് കംപ്ലീറ്റ് ഇൽനെസ് ആൻഡ് ഹാംലെസ്. പക്ഷേ നമ്മളൊക്കെ ഈ പറയുന്ന നമ്മുടെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ആൾക്കാരെ അങ്ങനെ ചിരിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. ചില സമയത്ത് അത് എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് ഹാം ചെയ്യാറുണ്ട് അല്ലെ. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തമാശയാണ് ഹ്യൂമർ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കൊള്ളും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അത്ര ഹ്യൂമർ ആയിട്ടൊന്നും തോന്നൂല. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അത് എപ്പോഴും ഇന്നസെന്റ് ആണോ അല്ലെങ്കിൽ എപ്പോഴും ഹാംലെസ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഈസ് ഇറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻകൺവീനിയൻസ് ടു അതേഴ്സ്. ചില സമയത്ത് അത് എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ള ആൾക്കാർക്ക് അത് ഇൻകൺവീനിയന്റ് ആവാറുണ്ട് അറ്റ്ലീസ്റ്റ് ടൈംസ് അല്ലെ. ചില സമയത്തെങ്കിലും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മളോട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലേ ആണ് ശരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്നത്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. കാരണം അതിൽ ഒരുപാട് ഹ്യൂമർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തമാശ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ഫോറിൻ ആയിട്ടുള്ള ടൂറിസ്റ്റിന് ഇതൊന്നും അത്ര തമാശയായിട്ട് തോന്നുന്നില്ല അല്ലെ. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇനി മേലിൽ ഇവിടുന്ന് ഞാനൊരു സംഭവം പോസ്റ്റ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ആൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ അതിൽ ലാസ്റ്റ് നമ്മുടെ അസിസ്റ്റന്റും എന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിൽ നമ്മൾ ആദ്യം തന്നെ അല്ലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നോക്കണ്ടേ ഇതിൽ ആരൊക്കെയായിരുന്നു മേജർ ക്യാരക്ടേഴ്സ് എന്നതാ. അപ്പൊ ഈ ആൾക്കാരൊന്നും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. യങ് ലേഡി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ദെൻ മിസ്സിസ് സ്മിത്ത് ഉണ്ട്, മിസ്സിസ് ജോൺസ് ഉണ്ട്, എ ഡഫ് ഓൾഡ് മാൻ അല്ലെ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എ ഡഫ് ഓൾഡ് മാൻ ഉണ്ട്, അതില് ഫാമർ ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ഫസി ഓൾഡ് ലേഡി, മിസ്സിസ് ഹിഗിൻസ്, ബെർട്ടി എർസാൻ ആൻഡ് എ ഫോറിൻ ടൂറിസ്റ്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അതേപോലെ തന്നെ എ പോലീസ് മാൻ. അപ്പൊ ഇതില് യങ് ലേഡീനെ നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല, ഡഫ് മാനെ നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല, നമ്മുടെ ടൂറിസ്റ്റ് ആയിട്ടുള്ള മാനെയും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ആൾക്കാർ നമ്മൾ എന്തായാലും മറക്കാൻ വേണ്ടി പാടില്ല. ദെൻ ലാസ്റ്റ് അതിൽ പോലീസ് മാൻ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്താണ് അല്ലെ, ഇനിയിപ്പോ നമുക്കിപ്പോ സ്റ്റോറിക്ക് അറിയാം. സോ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടുന്നായിരുന്നു നമ്മുടെ ഇതിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എവിടെയാണ്, പോസ്റ്റ് ഓഫീസിലാണ് അല്ലെ. പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. എപ്പോഴാണ്, ഡ്യൂറിങ് ദ ക്രിസ്മസ് സീസൺ അല്ലെ. ക്രിസ്മസ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സീസണിലാണ്, ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആ ഒരു സീസണിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. So the play revolves around various customers interacting with the assistant in the post office. അപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആ പോസ്റ്റ് ഓഫീസിലേക്ക് പല പല ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ആദ്യം ഒരാൾ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരും. അപ്പൊ ഓരോ ആൾക്കാർ ഓരോ രീതിയിലുള്ള കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. അപ്പം ഇതിൽ പല ആൾക്കാർക്കും ഇത് പോസ്റ്റ് ഓഫീസാന്ന് പോലും അറിയാതെ പല ആൾക്കാർ ഇതിലേക്ക് കയറി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വേരിയസ് ആയിട്ടുള്ള ആൾക്കാർ കസ്റ്റമേഴ്സ് അവിടെ വരുന്നത്, അത് ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ സ്റ്റോറി പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. സോ നോക്ക്, ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു, മിസ്സിസ് സ്മിത്ത്, മിസ് ജോൺസൺ, ഡഫ് ഓൾഡ് ജെന്റിൽമാൻ, ഓൾഡ് ലേഡി, ഫസി ഓൾഡ് ലേഡി, ഫാമർ ബ്രൗൺ, ബെർട്ടി, മിസ്സിസ് ഹിഗിൻസ് ആൻഡ് എ ഫോറിൻ ടൂറിസ്റ്റ്. ഇതൊക്കെ ഇതിലുള്ള കഥാപാത്രങ്ങളാണ്. ഓക്കെ. സോ ഇതിലെ ഇന്ററാക്ഷനിൽ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതായത് പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല ഇതിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ചില തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ കോമഡിക് സിറ്റുവേഷൻസ് ഉണ്ട്, ദെൻ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എന്നാൽ കുറച്ച് കോമഡിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. സോ ഇതിൽ ഇതിൽ നടന്നിട്ടുള്ളത്, എ പാർസൽ ക്രിയേറ്റ്സ് പാനിക്. ഇതിൽ വന്നിട്ടുള്ള അല്ലെ, ഇതിൽ ഒരു ഫോറിൻ ടൂറിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർസൽ ആണ് ശരിക്കും അവിടെ എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്.
when it begins making a ticking sound leading everyone to believe it's a time bomb. കാരണം എന്താ, അത് ഒരു ടിക് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ആ സൗണ്ട് ഉണ്ടാക്കുന്ന കാണുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇവരെന്താ വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ ബോംബാണ്. അത് വിചാരിച്ചിട്ട് അല്ലെ അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവൻച്വലി ഇറ്റ് ടേൺ ഔട്ട് ടു ബി ക്ലോക്ക്. എന്താണ് അതെന്തായിരുന്നു ശരിക്കും, സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഒരു ക്ലോക്ക് ആണ്, അതിന്റെ ടിക് ടിക് സൗണ്ടാ. പക്ഷെ ഈ കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ എന്താ ശരിക്കും വിചാരിച്ച് ഇത് ബോംബാന്നൊക്കെ വിചാരിച്ച് ആരോ ഒരാളെന്ന് പറഞ്ഞാ നോക്കിക്കോ ഇവിടെ അല്ലെ എങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അപ്പൊ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഇതിൽ നിന്നൊരു ടിക് ടിക് സൗണ്ടും കേട്ട സമയത്ത് ഇവർ ഉറപ്പിച്ചു ഇത് ബോംബായിരിക്കും എന്ന് വിചാരിച്ചു. അത് എടുത്തിട്ട് ഇവർ വെള്ളത്തിൽ ഇടുന്നൊക്കെ ഉണ്ട് അല്ലെ, ആ വെള്ളത്തിൽ ഇട്ടിട്ട് ആ ക്ലോക്ക് നശിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോറിൻ ടൂറിസ്റ്റ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ കോസിങ് ഫ്രസ്ട്രേഷൻ ഫോർ ദ ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് എംബ്രേസ്മെന്റ് ഫോർ ദ ക്യാരക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ കമോഷൻ അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ ഭയങ്കര കമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹളം സൃഷ്ടിക്കുന്നത് കേട്ടോ ഇതില്. കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ, അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള അവരുടെ ആ ഒരു ബിഹേവിയറും അതേപോലെ തന്നെ ഈ ഫോറിൻ ടൂറിസ്റ്റ് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കാരണം ആളുടെ ക്ലോക്ക് ഒക്കെ വെള്ളത്തിലിട്ട് നശിപ്പിച്ചില്ലേ, അതുകൊണ്ടൊക്കെയാണ്. സോ ദ പ്ലേ എൻഡ്സ് വിത്ത് എ അസിസ്റ്റന്റ് ഡിസൈഡിങ് ടു ലീവ് ദ പോസ്റ്റ് ഓഫീസ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാരണം ഈ പോസ്റ്റ് ഓഫീസിൽ എന്നും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളല്ലേ, ഓരോ ആൾക്കാർ ഇങ്ങനെ കയറി വരും, എന്താണ് വെറ്റിനറി ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് വരും, അങ്ങനെയുള്ള പല നിസ്സാര കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന് ഇതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്ത് ആൾക്ക് ലാസ്റ്റ് അല്ലേ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിട്ട് ആൾ എന്ത് ചെയ്യാണ്, ഷി ഡിസൈഡഡ് ടു റിസൈൻ ഫ്രം ദ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവിടുന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടി അവർ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ നോക്ക്, ദ പ്ലേ പ്രൈമറിലി യൂസസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് മിസ് ഇന്റർപ്രിട്ടേഷൻ ഫോർ കോമഡിക് എഫക്ട്, ഷോകേസിംഗ് ദ ക്വർക്സ് ആൻഡ് കൺഫ്യൂഷൻ ഇൻ എവറിഡേ ഇന്ററാക്ഷൻ. അതായത് ദിനം പ്രതി നമ്മുടെ ഇന്ററാക്ഷനിൽ ഒരുപാട് ഇതേപോലെയുള്ള കൺഫ്യൂഷൻസ് വരാറുണ്ട്, മിസ്കമ്മ്യൂണിക്കേഷൻസ് വരാറുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലൂടെ കയറി വരുന്ന ഹ്യൂമർ അല്ലെ, നർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ ചാപ്റ്ററിലെ സമ്മറി മാത്രം നമ്മൾ നോക്കി വെച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വരുന്ന അങ്ങനെയല്ല അല്ലെ. അപ്പോൾ സമ്മറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഇതിൽ കുറച്ച് കണ്ടന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. സോ ഇവിടെ നോക്ക്, ഡിസ്കസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. നമ്മളിപ്പോ ഇതിൽ ടൈറ്റിൽ പറഞ്ഞു പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ് ഇതിലെ ടൈറ്റിൽ. അപ്പോൾ ഇത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം വന്ന് നമ്മൾ എങ്ങനെ എഴുതാം, എങ്ങനെ നമുക്ക് അതിനെ എഴുതാൻ വേണ്ടി പറ്റുന്നില്ല, അപ്പൊ അത് ആപ്റ്റ് ആണോ, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റണം വേണ്ടേ. സോ നോക്കും, ദ ടൈറ്റിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഈസ് എ വെരി ആപ്റ്റ് വൺ എന്നാണ് പറയുന്നത്, വളരെ യോജിച്ച ഒന്നാണ്. എന്തുകൊണ്ടാ, ഓൾ ദ മേജർ ആക്ഷൻസ് ഇൻ ദ പ്ലേ ആർ റിലേറ്റഡ് ടു പോസ്റ്റിംഗ് ഓഫ് ഗിഫ്റ്റ് ആൻഡ് പാർസൽ ആസ് ക്രിസ്മസ് പ്രസൻസ്. അതായത് ഈ കഥയിലുള്ള എല്ലാ കാര്യങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, ക്രിസ്മസിന്റെ പാർസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. ഇങ്ങനെയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്നുള്ളതാണ്, അതൊക്കെ പോസ്റ്റ് ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. And the assistant tells Mr. Jones to post Christmas parcel early to prevent them from getting damaged in the last minute rush. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മിസ്സിസ് ജോൺസിനോട് ഇവിടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്, ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അല്ലെ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ എല്ലാവരും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതൊക്കെ ഭയങ്കരമായിട്ട് റഷായിട്ട് ആ സാധനങ്ങളൊക്കെ അല്ലെ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒക്കേഷനിലൊക്കെ നമ്മൾ അയക്കേണ്ട ഗിഫ്റ്റുകളാണെങ്കിൽ അത് നേരത്തെ തന്നെ അയക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. സോ വി feel that if the tourist had posted his parcel early കുറച്ചും കൂടി നേരത്തെ തന്നെ ശരിക്കും ടൂറിസ്റ്റ് അത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, the damage could have been prevented. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ക്രിസ്മസിന്റെ സമയത്ത് ഭയങ്കര സീസൺ ആയി ഒരുപാട് അങ്ങനെ വരുന്നതിനോടാണ് ഈ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഇങ്ങനെ സംശയമൊക്കെ തോന്നി ഇവരത് വെള്ളത്തിലൊക്കെ ഇട്ട് നശിപ്പിച്ചു. പക്ഷേ കുറച്ചും കൂടി മുന്നേ ഈ റഷ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ആണെങ്കിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യുമായിരുന്നു, നമുക്ക് പ്രിവെന്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ വിത്ത് ഹിസ് ബിറ്റർ എക്സ്പീരിയൻസ് he was not to post anything in this country and he bitterly spits out the words. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അല്ലെ, നമ്മുടെ ഫോറിൻ ടൂറിസ്റ്റ് പറയുന്നത് എന്താണ്, കാരണം അദ്ദേഹത്തിന് നമ്മുടെ ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അല്ലേ, ഒരു ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു കയ്പേറിയിട്ടുള്ള അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി മേലെ അല്ലെ ഞാൻ ഇവിടുന്ന് ഒരു സംഭവം പോസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്ക്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഞാനൊന്നും പോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ക്രിസ്മസിനുള്ള കാര്യങ്ങൾ നേരത്തെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഇതിന് വളരെ ആപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ?
ഓക്കെ, സോ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ദ ഓൾഡ് ജെന്റിൽമാൻ ആൻഡ് അസിസ്റ്റന്റ്. രണ്ടുപേരുടെയും ക്യാരക്ടർ ആണ് നമ്മളോട് ഇവിടെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ നോക്ക്, ഓൾഡ് ജെന്റിൽമാനെ പറ്റിയിട്ടും അസിസ്റ്റന്റിനെ പറ്റിയിട്ടും നമ്മൾ അറിയണം. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റിയാലേ ഇതിന്റെ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം, ഈ ഓൾഡ് ജെന്റിൽമാൻ ശരിക്കും എന്തായിരുന്നടാ, ഡഫ് ആണ് അല്ലെ. അങ്ങനെ ആൾക്ക് കേൾവിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൽ ബുക്ക് എന്ന് പറയുമ്പോൾ ആൾ കേൾക്കുന്ന എന്താണ്, കുക്കാണ്. സെഡ് എന്ന് പറയുമ്പോൾ ആൾ കേൾക്കുന്നത് ബെഡാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് അല്ലെ, ഐ ആം അഫ്രൈഡ് യു ഡിഡ്ന്റ് ഹിയർ വാട്ട് ഐ സെഡ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട് അല്ലെ, ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുന്നത്, അഗൈൻ ദ ജെന്റിൽമാൻ, ആ ആള് അല്ലെ അത് വീണ്ടും തെറ്റായിട്ട് കേട്ടു, മിസ് ഹിയേഴ്സ്, തെറ്റായിട്ട് അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ആസ്ക് ഹർ ഹു ടോൾഡ് ഹർ ദാറ്റ് ഹി ഈസ് കോൾഡ് ടെഡ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ആരാ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇസ് ഷീ ട്രൈങ് ടു ടെൽ ഹിസ് നെയിം ഈസ് സാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഈ ആൾക്ക് സത്യത്തിൽ ഈ ആൾക്കാണ് അവിടെ കേൾവി ഇല്ലാത്തത്. പക്ഷേ ഈ അസിസ്റ്റന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ തെറ്റായിട്ട് കേട്ടിട്ട് ഈ അസിസ്റ്റന്റിനോട് അങ്ങോട്ട് ചൂടാവുന്ന പോലെയാണ് ആൾ അവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. ദ അസിസ്റ്റന്റ് ലൗഡ്ലി ടെൽസ് ഹിം ഷീ ഈസ് ടോക്കിംഗ് ഓഫ് ബുക്ക് ആൻഡ് നോട്ട് കുക്ക്. അപ്പൊ അസിസ്റ്റന്റ് ഒച്ചത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ്, ഞാൻ ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്, കുക്കിനെ പറ്റിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്ക്, ഹി അക്യൂസസ് ദ അസിസ്റ്റന്റ് ഓഫ് ബീങ് ഡഫ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഓൾഡ് മാൻ എന്താ ചെയ്യുന്നത്, അവളെയാണ് ബീങ് ഡഫ്, ഐ മീൻ ഡഫ് ആണ് എന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യുന്ന അല്ലെ, കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഓൾഡ് ലേഡി ആൻസേഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് എ ടൈം ബോംബ്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇതൊക്കെ ഒരു ടൈം ബോംബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് അതും ഇയാൾ എന്താണ് തെറ്റായിട്ടാണ് കേട്ടത്. എന്നിട്ട് പറഞ്ഞ എന്താ, ദെൻ ദ ഓൾഡ് മാൻ ആസ്ക് ടോം, അതായത് ബോംബ് എന്ന് പറഞ്ഞല്ലേ, ബോംബ് ഇദ്ദേഹത്തിന് ബോംബ് എന്ന് കേൾക്കുന്നില്ല, ടോം എന്നാ കേൾക്കുന്നത്. അപ്പൊ ടോമോ ഹു എന്ന് ചോദിക്കുന്നുണ്ട്. ദ ബോംബ് ഹാസ് ബിക്കം ടോം ഫോർ ഹിം. അതായത് ഇവിടെ ബോംബും അദ്ദേഹത്തിന് എന്താണ്, ടോം ആണ് ആയത് എന്നുള്ള. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. അദ്ദേഹത്തിന്റെ മാത്രം ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ കമ്പൈൻഡ് ആയിട്ട് ചോദിച്ചാൽ ആളെ പറ്റി ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മുടെ ഓർമ്മയിൽ വേണം. നെക്സ്റ്റ് നമ്മുടെ അസിസ്റ്റന്റ് ഡേർലിനെ പറ്റിയിട്ട് അല്ലെ. അപ്പൊ അവരെ പറ്റി ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും. സോ നോക്ക്, ഹു ഈസ് ക്വൈറ്റ് ഹാർഡ് വർക്കിംഗ് ആൻഡ് പോയിറ്റ്. ആള് ശരിക്കും എന്താ, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നല്ലോണം അല്ലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളാണ്, എന്നാൽ നല്ല പൊളൈറ്റും ആണ് ആള് എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല, ഷി ഹാസ് ടു ഡീൽ വിത്ത് മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഷി ഹാസ് ടു കീപ് ഹർ കൂൾ. അതായത് ഈ പോസ്റ്റ് ഓഫീസിൽ വരുന്നൊക്കെ എന്താണ്, പല ഉള്ള ആൾക്കാരാണ് അല്ലെ, പല രീതിയിലുള്ള ആൾക്കാരാണ് എന്നുള്ള. അപ്പൊ ഈ ആൾക്കാരോട് ചൂടാൻ വേണ്ടി പറ്റൂല, മര്യാദക്ക് ഡീൽ ചെയ്യണം അല്ലെ. പല രീതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ കയറി വരികയാണ്, ഓരോ ആനിമലിനെ എടുത്ത് വരുന്നുണ്ട് അല്ലെ, പെറ്റ് ആനിമലിനൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവരോടൊക്കെ ഇത് പോസ്റ്റ് ഓഫീസ് ആണ് എന്നുള്ള പറഞ്ഞ് മര്യാദക്ക് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്, നല്ല പോലെ ഡീൽ ചെയ്യണം. അപ്പം അതിലുള്ള ആ ഒരു പേഷ്യൻസും കാര്യങ്ങളൊക്കെ പൊളൈറ്റ്നെസ് ഒക്കെ ആർക്കുണ്ട്, നമ്മുടെ ഈ അസിസ്റ്റന്റ് ലേഡിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്, ഷി ഹാസ് ടു ഡീൽ വിത്ത് ദ ഡഫ് ഓൾഡ് മാൻ. ആ ഡഫ് ഓൾഡ് മാൻ ആയിട്ട് ആളെങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരണം. ആൻഡ് അതേപോലെ തന്നെ നോക്ക്, ദ ഡഫ് ഓൾഡ് മാൻ തിങ്ക് ഇറ്റ് ഈസ് അസിസ്റ്റന്റ് ഹു ഈസ് ഡഫ്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ശരിക്കും അസിസ്റ്റന്റ് ആണ് ഡഫ്, ഈ ലേഡിയാണ് ശരിക്കും ഡഫ് എന്നുള്ളതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ആൻഡ് എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും ഷി ഡിസൈഡ് ടു ക്വിറ്റ് ദ വർക്ക് അറ്റ് ദ പോസ്റ്റ് ഓഫീസിലുള്ള വർക്ക് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ അസിസ്റ്റന്റ് പ്രൂവ്സ് ഹെർസെൽഫ് ടു ബി എ വെരി ലിവ്ലി ആൻഡ് മെമ്മറബിൾ ക്യാരക്ടർ. അതായത് കറക്റ്റ് അല്ലെ, ഈ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ആൾ അത്രയും എന്താണ് അടിപൊളിയായിട്ടുള്ള ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് എന്തായാലും ഒന്ന് വായിക്കണം കേട്ടോ. ഞാൻ ഇതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് മൈൻഡിൽ നിൽക്കാനും പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ റീഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ബ്ലോഗ് പല ചാപ്റ്റേഴ്സിനും വരാറുണ്ട് കേട്ടോ, ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റാമർ എന്ന് പറയുന്നത് നമ്മുടെ പോം ബേസ് ചെയ്തിട്ടൊക്കെ ബ്ലോഗിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഒരു ബ്ലോഗ് എന്ന് കണ്ടാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് നല്ലൊരു തലക്കെട്ട് കൊടുക്കണം അല്ലെ, ഒരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് നമ്മൾ കൊടുക്കണം, ദെൻ നെയിം ഓഫ് ദ ബ്ലോഗർ നമ്മൾ പറയണം, ദെൻ ഡേറ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്ലോഗ് ഒക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യാം മക്കളെ, ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ബ്ലോഗ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും അങ്ങനെ ബ്ലോഗ് ചെയ്താൽ അപ്പോൾ ടൈറ്റിൽ കൊടുക്കണം,
തൊട്ട് താഴെ എന്ത് ചെയ്യണം നമ്മൾ, യെസ് ആരാണോ എഴുതുന്ന ബ്ലോഗറിന്റെ പേര്, ദെൻ ഇങ്ങനെ സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ ഡേറ്റും കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ദ ലാസ്റ്റ് മിനിറ്റ് റഷ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഫോർ സെൻഡിങ് ക്രിസ്മസ് ഗിഫ്റ്റ് ആൻഡ് ഗ്രീറ്റിംഗ്സ് മേ സീം എ ഫാന്റസി ടു ദ ന്യൂ ജനറേഷൻ. അതായത് ഇന്നത്തെ ജനറേഷൻ അല്ലെ, ഈ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് പൊതുവെ ഞാനല്ല നിങ്ങൾ അല്ലെ, ഞാൻ കുറച്ചും കൂടി ഒന്ന് പഴയ ജനറേഷൻ ആയിട്ടുണ്ട്, 90s. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ ഒരു പോസ്റ്റ് വഴിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് അയക്കുന്നതൊന്നും ചിലപ്പോൾ അങ്ങനെ അറിയലുണ്ടാവില്ല അല്ലെ. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു സംഭവം ഓർഡർ ചെയ്യും, എന്നിട്ട് ആളുടെ അഡ്രസ്സ് കൊടുക്കും, അപ്പോൾ ഡെലിവറി ബോയ് എന്ത് ചെയ്യും അവിടെ എത്തിക്കും, ആ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചില പോസ്റ്റ് കാർഡുകളൊക്കെ സെൻഡ് ചെയ്യുന്നതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലർ ആയിരിക്കില്ല. പണ്ടൊക്കെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോൾ, ഒരു ഈദ് വരുമ്പോൾ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിഷിന്റെ ഒരു കാർഡൊക്കെ ആയിരുന്നു പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അയച്ചു കൊടുക്കൽ കേട്ടോ. അത് ഞാനും അയച്ചു കൊടുത്തിട്ടില്ലേ, സോറി, അത്ര ഞാൻ ഓൾഡ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ പല ആൾക്കാർക്കും. അപ്പൊ പക്ഷെ നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് ഒരു അമേസിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ക്രിയേറ്റ് എ ബ്ലോഗ് പോയിന്റിംഗ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ past and present mode of exchange of greetings and gift. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ഒരു ബ്ലോഗ് എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ ആ ബ്ലോഗിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, പാസ്റ്റിലെയും പ്രസന്റിലെയും ഈ ഗിഫ്റ്റിന്റെയും ഗ്രീറ്റിംഗ്സിന്റെയും ഒക്കെ എക്സ്ചേഞ്ചിൽ വന്നിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ. ആദ്യകാലത്ത് ഇങ്ങനെയായിരുന്നു, പ്രസന്റിൽ ഇങ്ങനെയാണ്. അപ്പൊ ആദ്യകാലത്ത് എന്തൊക്കെയാണോ യൂസ് ചെയ്തത്, ഇന്ന് എന്തൊക്കെയാണോ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയണം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗാണ് ചോദിച്ചത്. സോ നോക്ക്, പാസ്റ്റിൽ എന്തൊക്കെയാണ്, പോസ്റ്റ് കാർഡ്സ്, പാർസൽ, ഇതൊക്കെയാണ്. ദെൻ പ്രസന്റിൽ എന്തൊക്കെയാണ്, സോഷ്യൽ മീഡിയയിലും നമ്മൾ പറയൂലേ, നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ അപ്പപ്പോ മെസ്സേജ് അയക്കൂലടാ, എന്താണ്, യെസ് അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കും അല്ലേ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ നമുക്ക് അപ്പോൾ മെസ്സേജ് അയക്കാം, നമ്മൾ സ്റ്റോറി അയക്കും, സ്റ്റോറി ഇടും, ആള് ആഡ് സ്റ്റോറി അടിക്കും, ഇങ്ങനെയൊക്കെ അല്ലേ. ഇനിയിപ്പോൾ അതല്ല വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യെസ് ആക്ക് വിഷൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ മെജോറിറ്റി കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോലെ ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് അത് അയച്ചു കൊടുക്കുന്നു, ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നല്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബ്ലോഗ് എഴുതാൻ. ഇത് 6 മാർക്കിന് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതേപോലൊക്കെയുള്ള മറ്റെന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ നോക്ക്, ഒരു ബ്ലോഗ് എഴുതുമ്പോൾ അല്ലെ, ഇവിടെ നോക്ക്, ദ എവല്യൂഷൻ ഓഫ് സെൻഡിങ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ എവല്യൂഷൻ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ പാസ്റ്റ് vs പ്രസന്റ്, എന്നിട്ട് നമ്മൾ ഡേറ്റ് കൊടുത്തു, ദെൻ ആളുടെ പേര് ടോം എന്നൊരു ഒരു ആളുടെ പേര്, ബ്ലോഗറിന്റെ പേര് നമ്മൾ കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ചോദിക്കുക അല്ലെ, ബ്ലോഗ് എന്ന് പറയുമ്പോൾ വളരെ എന്ത് ചെയ്യണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. കാരണം ഇതിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്നല്ലേ. സോ നോക്കും, ക്യാൻ യു ഇമാജിൻ എ ടൈം വെൻ സെൻഡിങ് എ ഹോളിഡേ ഗ്രീറ്റിംഗ് ഓർ എ ഗിഫ്റ്റ് മെന്റ് ഹെഡിങ് ടു ദ പോസ്റ്റ് ഓഫീസ് വിത്ത് കാർഡ്സ് ഓർ പാർസൽ ഇൻ ഹാൻഡ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ, ഈ പാർസലും അതേപോലെ തന്നെ ഗിഫ്റ്റും ഒക്കെ ഇങ്ങനെ പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ബാക്ക് ഇൻ ദ ഡേ ബിഫോർ ദ ഏജ് ഓഫ് ഇൻസ്റ്റന്റ് മെസ്സേജ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇല്ലാത്തൊരു കാലത്ത് പീപ്പിൾ യൂസ് ഇറ്റ് ടു റിലേ ഓൺ പോസ്റ്റ് കാർഡ് ആൻഡ് പാക്കേജസ് ടു സ്പെൻഡ് ഹോളിഡേ ചെയ്യുക. അപ്പോൾ ആൾക്കാർ എന്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, പോസ്റ്റ് കാർഡും അതേപോലെ തന്നെ പാക്കേജും ഇതൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ മാജിക്കൽ ടൈം, ബട്ട് ഓ ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. പക്ഷേ അന്ന് അതെന്താണ്, ഒരു മാജിക്കൽ ആയിട്ടുള്ള സമയമായിരുന്നു. പക്ഷെ ഇന്ന് എത്ര പെട്ടെന്നാണ് സമയം കാലമൊക്കെ മാറിയിട്ടുള്ളത് അല്ലെ, കാര്യങ്ങളൊക്കെ മാറി. യാ, തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഫാസ്റ്റ് ഫോർവേഡ് ടുഡേ, എവറിത്തിങ് ഈസ് അറ്റ് our fingertips. ഇന്ന് എല്ലാ കാര്യങ്ങളും എന്താണ്, നമ്മുടെ വിരൽ തുമ്പിലാണ്. Want to send a warm greetings? നിങ്ങൾക്ക് ഒരു warm greetings അയക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെ, പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ നമുക്ക് അവൈലബിൾ. നമുക്ക് അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സ്റ്റാമ്പും അതേപോലെ തന്നെ പോസ്റ്റ് ബോക്സസിനൊക്കെ പകരം അല്ലെ, ഇൻസ്റ്റന്റ് നമ്മൾ എന്താണ്, ഇറ്റ്സ് ഇമോജീസ് ആൻഡ് ഇൻസ്റ്റന്റ് മെസ്സേജസ് ഒക്കെയാണ്. ഇമോജിക്ക് നമ്മൾ അയക്കുന്നു, അതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹേർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഹൃദയം നിറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിഷസ് ഒക്കെ നമ്മൾ അറിയിക്കുന്നത്. ആൻഡ് when it comes to gift, well, the internet is our genie. With a few clicks we can browse endless options from personalized items to quirky gadgets and have them delivered straight to someone's doorstep. അല്ലെ, നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ഏത് ഫ്രണ്ടിനാണോ അല്ലെ, ആർക്കാണോ, നമ്മുടെ പാരന്റിനായിക്കോട്ടെ ആർക്കായാലും അയച്ചാൽ എന്ത് ചെയ്യും, അത് അവരുടെ ഡോർ സ്റ്റെപ്പിൽ അങ്ങോട്ട് എത്തും. അതായത് അവരുടെ പടിവാതിൽക്കൽ എത്തും എന്നുള്ളതാണ്. ആൻഡ് അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് ആണ്, ഇത് വലിയൊരു ഷിഫ്റ്റ്. അതായത് പണ്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് നോട്ട്സ്, ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ ലെറ്ററും കാര്യങ്ങളും പോസ്റ്റർ കാർഡൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെന്താണ്, ഡിജിറ്റൽ മെസ്സേജസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള. ഫിസിക്കൽ ആയിട്ടുള്ള പാർസലിന് പകരം ഓൺലൈൻ ആയിട്ടുള്ള ഡെലിവറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മാറി. സോ വൈൽ ദ പാസ്റ്റ് വാസ് ഫിൽഡ് വിത്ത് ആന്റിസിപ്പേഷൻ ഫോർ ദ മെയിൽ കാരിയേഴ്സ് അറൈവൽ. അതായത് പണ്ടൊക്കെ ഒരു പോസ്റ്റ്മാന് ഒരു കത്തും കൊണ്ട് വരാന്ന് പറഞ്ഞാൽ അല്ലെ, ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നായിരുന്നു. ഇപ്പൊ സിപ്പായി വരാന്നൊക്കെ
എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ടുഡേ ബ്രിങ്സ് ദ ത്രിൽ ഓഫ് ഇമ്മീഡിയറ്റ് കണക്ഷൻ ആൻഡ് ദ കൺവീനിയൻസ് ഓഫ് ഷോപ്പിംഗ് ഫ്രം അവർ ബഡ്ജറ്റ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ ബെഡിൽ ഇരുന്നിട്ട് നമുക്ക് ഷോപ്പ് ചെയ്തൂടെ അല്ലെ, നമ്മൾ അങ്ങോട്ട് പോകേണ്ടയും കൂടി ആവശ്യമില്ല. സോ ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗിവിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ജോയ് റിമൈൻസ് ദ സെയിം. രണ്ടും എന്താണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്നുള്ള അല്ലെ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും ഏത് കാലത്തായാലും നമ്മൾ വാങ്ങലും കൊടുക്കലും അത് വല്ലാത്തൊരു അല്ലെ ഒരു ജോയ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള. നോ മാറ്റർ ഹൗ വി ചൂസ് ടു ഡു ഇറ്റ്. നമ്മൾ എങ്ങനെയൊക്കെയാണോ അതിന്റെ വേ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതല്ല. ആദ്യ കാലത്തായാലും ഇപ്പോഴത്തെ കാലത്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കേണ്ട സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സ് എന്താണ്, ഇന്നും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വ്ലോഗ് ചെയ്താം. അപ്പൊ ഇനി വ്ലോഗിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ അടിക്കരുത്. എന്താണോ കണ്ടേ, ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിലും അതേപോലെ തന്നെ ഒരു ഡേറ്റും ഒരു ആളെ പേരും കൊടുക്കുക. എന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പാരഗ്രാഫുകളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്താണ് നമ്മുടെ ബ്ലോഗ് എഴുതാൻ. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതിയിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ബ്ലോഗ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ റിപ്പോർട്ടർ ഹു ഹാപ്പൻ ടു വിസിറ്റ് ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ ടൈം ഓഫ് ദ ഇൻസിഡന്റ് ഇൻ പോസ്റ്റ് early for Christmas started writing a news report in this manner. അതായത് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അല്ലെ, പോസ്റ്റ് early for Christmas, അതായത് ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോ ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൽ എന്താ എഴുതിയിട്ടുള്ളത് നോക്ക്. Commotion in post office over a hoax bomb alert East London. A hoax bomb alert caused much panic and confusion in a rural post office. അതായത് ഇവിടെ പറഞ്ഞെന്താ, ഭയങ്കര ബഹളം അല്ലെ, പോസ്റ്റ് ഓഫീസിൽ ഭയങ്കര ബഹളം ഒച്ചപ്പാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഒരു വ്യാജമായിട്ട് തോന്നുന്ന ഒരു ബോംബ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ് റിപ്പോർട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, ഇത് 6 മാർക്കിന് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്ത് വേണം, നമുക്കൊരു ടൈറ്റിൽ വേണം. സോ ഇവിടെ നോക്ക്, ഇവിടെ ഓൾറെഡി നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, നോക്ക്. കമോഷൻ ഇൻ പോസ്റ്റ് ഓഫീസ് ഓവർ എ ഹോക്സ് ബോംബ് അലേർട്ട് എന്ന് പറഞ്ഞു അല്ലെ. പോസ്റ്റ് ഓഫീസിൽ ഭയങ്കര ബഹളം, എന്താലേ, ഓവർ എ ഹോക്സ് ബോംബ് അലേർട്ട്, അതായത് വ്യാജമായിട്ടുള്ള അല്ലെ ഒരു ബോംബ് അലേർട്ട് കാരണം എന്നുള്ള രീതിയിലാണ്. സോ നമ്മൾ നേരെ പ്ലേസ് കൊടുത്തു, ദെൻ ഡേറ്റും കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം, യെസ് എവിടെയാണ്, എന്താണ് സംഭവം. അപ്പൊ ഇത് പോസ്റ്റ് ഓഫീസിലാണ്, ബോംബ് അല്ലെ, എങ്ങനെയുള്ള ബോംബാണ്, ധാരാ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു ടൂറിസ്റ്റ് ആളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത് ഭയങ്കര പാനിക് ആയിട്ടുള്ള അതേപോലെ തന്നെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂറൽ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ യെസ്റ്റർഡേ ഇന്നലെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതിൽ ലോക്കൽസ് ഒഫീഷ്യൽസ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോഴാണ് മനസ്സിലായത് ഫാൾസ് ആയിട്ടുള്ള ഒരു അലാം ആണ് എന്നുള്ളത്. ആൻഡ് ഇത് പോസ്റ്റ് ഓഫീസ് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഇത് ടിക്കിംഗ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ടൈം ബോംബ് ആണ് എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ടൈം ബോംബ് ആണ് എന്നാ വിചാരിച്ചത്. പക്ഷെ അത് ജസ്റ്റ് ഒരു ക്ലോക്ക് ആണ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് കണ്ടു നിന്നിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൽ അതോറിറ്റീസ് വന്നിട്ടുള്ളതും പോലീസ്മാൻ വന്നിട്ടുള്ളതും അല്ലെ, പോലീസ് വന്നിട്ടുള്ളതും ദെൻ എങ്ങനെയൊക്കെയാണ് ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ആ സംഭവങ്ങളെല്ലാം പറയാം. ആൻഡ് നോക്ക് അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധികളിലൂടെ ആ ഒരു മൊമെന്റിലൂടെയാണ് ശരിക്കും അവർ പോയത്. കാരണം എല്ലാവരും പേടിക്കൂലേ, ബോംബാണ് ഇപ്പൊ പൊട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തിട്ട് വെള്ളത്തിലിട്ടത്. അപ്പൊ ആ ഒരു സംഭവമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എടുത്ത് എഴുതാമെന്നുള്ള. ഓക്കെ, അപ്പൊ മാക്സിമം ഇതേപോലെ നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടും നിങ്ങൾ എഴുതാം. മിനിമം 3 പാരഗ്രാഫ് നിങ്ങൾ എന്തായാലും എഴുതണം എന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 3 ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന് കണ്ടില്ലേ, ബ്ലോഗിന് സാധ്യതയുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വരെ സാധ്യതയുണ്ട്. കാരണം എന്താ, അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതുകൊണ്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് ശരിക്കും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഇതിലൊരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു ലൈഫ് റൈറ്റിംഗ് ആയിട്ടുള്ള ദീദിയുടെ ലൈഫ് റൈറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോം ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തിനെ പറ്റിയിട്ടാണ്, ഓൺടർപ്രീനർഷിപ്പിനെ പറ്റിയിട്ടാണ്
എന്നുള്ള അല്ലെ. സക്സസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഓൺടർപ്രീനർഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ നോക്കുക, സക്സസ് എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മുടെ എക്സലൻസ് നമ്മൾ പേഴ്സ്യൂ ചെയ്യുമ്പോഴാണ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക, നമുക്ക് കുറച്ച് മാർക്ക് വാങ്ങുക, നമുക്ക് കുറച്ച് നല്ല സാലറി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതായത് മറിച്ച് നമുക്ക് അല്ലേ ഈ സൊസൈറ്റിയിൽ എന്തെങ്കിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയാൽ അത് നല്ലതാണ്, അതൊരു സക്സസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് സക്സസിനെ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഓൺടർപ്രീനർഷിപ്പിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, ഏതൊരു തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഇല്ലേ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇമെയിൽ, പാരഗ്രാഫ് റൈറ്റിംഗ്, ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് അനൗൺസ്മെന്റ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഫോർമൽ ലെറ്റർ, ഇൻട്രൊഡക്ടറി സ്പീച്ച്, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ, ബ്ലോഗ്, അപ്രിസിയേഷൻ ആൻഡ് കമ്പാരിസൺ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇതിൽ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് എ 3 wheel revolution അല്ലെ, ഇതൊരു ഇന്റർവ്യൂ ആണ്. ആരെയാണ് ശരിക്കും നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്, ഇർഫാൻ ആലത്തിനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് നോക്ക്. എക്സാമിന് ഇപ്പൊ നമ്മുടെ പാറ്റേൺ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ, ഇംഗ്ലീഷിനെ അല്ലെ മാറി മാറി വരുന്നുണ്ട്. +1 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, പാറ്റേൺ ഒക്കെ വല്ലാണ്ട് ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെയും ലൈൻ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു വരിയൊക്കെ തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇതിലെ ഹി ആരാണ്, അല്ലെങ്കിൽ ഈ മൊമെന്റ് എന്തായിരുന്നു, ഈ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ടെക്സ്റ്റുകളിലൂടെയൊക്കെ നന്നായിട്ട് കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് ഇതെന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും എന്നല്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. എന്താ നോക്ക്. യെസ്, ഐ ഗസ് entrepreneurship is in my blood. I had an interest in business from a very early age എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ചെറിയൊരു ലൈനാ. സോ ക്വസ്റ്റ്യൻ എന്താ, ഹു ഹാഡ് an interest in business from a very early age. അപ്പം എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാവണം ഇത് ആരാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഓൺടർപ്രീനർഷിപ്പ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം ഇത് ആരാണ്, ഇർഫാൻ ആലം ആണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ആരാണ് ഉത്തരം, ഇർഫാൻ ആലത്തിനാണ് അല്ലെ. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സൈറ്റ് an example to prove that entrepreneurship is in my blood. അതായത് ഓൺടർപ്രീനർഷിപ്പ് എന്റെ ബ്ലഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് തെളിയിക്കുന്ന ഒരു എക്സാമ്പിള് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളതാണ് അല്ലെ. അതെന്താണ്, എന്ത് പറഞ്ഞിട്ടാണ് ശരിക്കും അദ്ദേഹം പറയുന്നത്, വെരി ഏർലി ഏജിൽ തന്നെ എന്റെ ബ്ലഡിൽ ഓൺടർപ്രീനർഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ കാരണം, അതായത് അദ്ദേഹത്തിന്റെ അല്ലെ ഫാദറിനും അതേപോലെ തന്നെ ഫാദറിന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ബിസിനസ്സിൽ വലിയൊരു ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇർഫാൻ ആലമാണ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, അത് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്, ആ വലിയ ലോസിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ആരാ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഇർഫാൻ ആലമാണ്. അപ്പൊ അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇർഫാൻ ആലം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അന്നേ ഈ ഓൺടർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ ബ്ലഡിൽ ഉണ്ട് എന്നുള്ളതാണ് ഇർഫാൻ ആലം പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇർഫാൻ ആലം ഹെൽപ്ഡ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു റിക്കവർ ദെയർ ലോസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന അവരുടെ ആ നഷ്ടങ്ങൾ അല്ലെ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഇർഫാൻ ആലം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇർഫാൻ ആലത്തിനെ പറ്റിയിട്ട് ഇനി നമ്മളല്ലേ നാളെ എക്സാം, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വേണ്ട, ഇർഫാൻ ആലം ആരാണ്, ഇസ് എ ഫൗണ്ടർ അല്ലെ, ഫൗണ്ടറാണ് എന്തിന്റെ, ഫൗണ്ടറാണ് ചെയർമാനാണ് എന്തിന്റെ, നമ്മുടെ സമാർ ഫൗണ്ടേഷന്റെ എന്നുള്ളതാണ്. സോ സമാർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ റിക്ഷ പുള്ളിങ് സെക്ടറിലല്ലേ, ബീഹാറിലുള്ള ഒരുപാട് റിക്ഷ പുള്ളിങ് സെക്ടറിനൊക്കെ അവരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ഒരുപാട് ആൾക്കാരല്ലേ ഒരുമിച്ച് കൂട്ടിയിട്ട്. അപ്പോൾ ആദ്യം ബീഹാറിൽ മാത്രമായിരുന്നു, ഇന്ന് ഒരുപാട് സ്റ്റേറ്റ്സുകളിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ള അല്ലെ. ഇന്ന് അത് 8ഓളം തന്നെ സ്റ്റേറ്റ്സിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്താണ് ശരിക്കും ഈ സമ്മാൻ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ റിക്ഷയിൽ അഡ്വർടൈസിങ്, അതേപോലെ തന്നെ മ്യൂസിക്, ദെൻ ന്യൂസ് പേപ്പർ, ഫസ്റ്റ് എയ്ഡ്, വാട്ടർ, ജ്യൂസ്, ഇതൊക്കെ ആ ഒരു റിക്ഷയിൽ കൊണ്ടുപോയി വെക്കുക അല്ലെ. എന്നിട്ട് അതൊക്കെ സെല് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ആര് ഡിവൈഡ് ചെയ്തെടുക്കും, നമ്മുടെ സമ്മാൻ ഫൗണ്ടേഷനും. അതേപോലെ തന്നെ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം അല്ലെ നേരെ 50% ആർക്കുമാണ് ശരിക്കും ഈ ഒരു റിക്ഷ പുള്ളിങ് അല്ലെ, ആ ഒരു റിക്ഷ ഡ്രൈവേഴ്സിനും കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. ഇന്ന് ഏകദേശം അല്ലെ ഒരു 1 lakhന്റെ മുകളിൽ റിക്ഷാസ് ഇതിന്റെ കീഴിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇർഫാൻ ആലത്തിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഓൺടർപ്രീനർഷിപ്പിന്റെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ആൻഡ് അതേപോലെ നോക്ക് ബിസിനസ് ബാസിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ വേൾഡ് ബാങ്ക് ഇന്നോവേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ അതേപോലെ പ്രസിഡന്റ് നമ്മുടെ ഒബാമ അല്ലെ
മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒബാമ പറഞ്ഞിട്ടുണ്ട്, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ, നിങ്ങൾ ചെയ്യുന്നത് അല്ലെ എൻ്റെ ജോബിനേക്കാളും ടഫർ ആയിട്ടുള്ള ആ ഒരു ജോബ് നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ അതായത് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോലെ ആയിരുന്നു ശരിക്കും ആര്, നമ്മുടെ ഈ ഒരു റിച്ച പുള്ളിങ് സെക്ടേഴ്സിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. അവർക്ക് ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെ അവരിങ്ങനെ നടക്കുന്നു. ഐ മീൻ റിക്ഷ ഒക്കെ റെന്റിന് എടുത്തിട്ടാണ് അവർ ഓട്ടോ ഓടുന്നത്. അപ്പം ഇന്നിപ്പോ അല്ലെ ഇന്നിപ്പോ ഒരു 200 രൂപ കിട്ടിയാൽ ആ 200 രൂപയിൽ അവർക്കൊരു 150 രൂപ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ റെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഡെയിലി റെന്റ് കൊടുക്കാനേ അവർക്ക് കിട്ടുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ വലിയൊരു നല്ല രീതിയിലുള്ള ഒരു മെച്ചം കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരാൾക്കാരായിരുന്നു ഈ റിക്ഷ സെക്ടേഴ്സിലുള്ള ആൾക്കാർ. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കാരെ ഒരു ഓർഗനൈസേഷന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആര്, നമ്മുടെ ഇർഫാൻ ആലം ഈ സമ്മാൻ ഫൗണ്ടേഷനിലൂടെ എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മാൻ ഫൗണ്ടേഷന് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. എസ്പെഷ്യലി ആരുടെ കേസിൽ, ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിന്റെ കേസിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്നുള്ള. അത് ശരിക്കും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. ദെൻ അപ്പൊ നോക്ക്, ഇർഫാൻ ആല പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അല്ലെ നമ്മളൊരു ഹാപ്പിയർ ആയിട്ടുള്ള വേൾഡ് ഒക്കെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു വേൾഡിൽ നമ്മൾ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ മാർജിൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ അല്ലെ നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ സൊസൈറ്റിന്റെ ഏറ്റവും അതിൽ എല്ലാ ഡിസ്ക്രിമിനേഷനും അനുഭവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡും അല്ലാത്ത മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവരെ നമ്മൾ എംപവർ ചെയ്യുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാപ്പിയർ ആയിട്ടുള്ള ഒരു വേൾഡിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം. then സമ്മാൻ ഫൗണ്ടേഷനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇർഫാൻ ആലത്തിനെ പറ്റി നമ്മൾ ആദ്യം അറിയണം. സമ്മാൻ ഫൗണ്ടേഷന്റെ വിഷണറി ചെയർമാനും ഫൗണ്ടറും ഒക്കെ ആണ്. then അതെന്താ ചെയ്യുന്നത്, റിക്ഷ പുള്ളേഴ്സിനെ അവരുടെ ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൽ എന്തൊക്കെയാണ് അത് എംപവർ ചെയ്യുന്നത് പറയാം. ദെൻ സമ്മാൻ ഫൗണ്ടേഷൻ ചോദിച്ചാൽ അതെന്താണ്, ഒരു സോഷ്യൽ വെഞ്ചർ ആണ് കേട്ടോ. ആ വാക്ക് മറക്കാൻ വേണ്ടി പാടില്ല. ഈസ് എ സോഷ്യൽ വെഞ്ചർ എന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു സാമൂഹ്യ സംരംഭമാണ് ശരിക്കും നമ്മുടെ ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് അതിൽ അവർ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്, സമ്മാൻ ഫൗണ്ടേഷൻ ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ബാങ്ക് ലോൺസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ റിക്ഷന്റെ അല്ലെ ഓണർഷിപ്പ് കൊടുത്ത്, അതായത് ഈ റിക്ഷ സ്വന്തമായിട്ട് എടുക്കാനുള്ള ആ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ബാങ്ക് ലോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ അതിന് ആക്സസ് ഒക്കെ കിട്ടിയത് ആരുടെ കീഴിലായതിനു ശേഷമാണ്, ഈ സമ്മാൻ ഫൗണ്ടേഷനിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, റിക്ഷ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് റെന്റ് ഒന്നും ഇപ്പൊ കൊടുക്കണ്ട എന്നുള്ള. അപ്പൊ ആ രീതിയിൽ ഓണർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്, നമ്മുടെ സമ്മാൻ ഫൗണ്ടേഷന്. ദെൻ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ടു ഏൺ അഡീഷണൽ ഇൻകം അല്ലെ. അതുവരെ ഇവർക്ക് ആ റിക്ഷയിൽ ഓടിയിട്ടുള്ള ഇൻകം മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്തുണ്ട്, ഇതിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഇതിൽ മ്യൂസിക്, ഇതിൽ ന്യൂസ് പേപ്പർ, ഇതിൽ വാട്ടർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, റീചാർജ് കൂപ്പൺസ് ഒക്കെ വെക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ സെല് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു 50% വരെ ഈ ആർക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ റിക്ഷ പുള്ളേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു അഡീഷണൽ ഇൻകം ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, ദെൻ അപ്പോ ഈ ഒരു സമ്മാൻ ഫൗണ്ടേഷനിലൂടെ അവരുടെ ഡിഗ്നിറ്റി ഉയർത്തുന്നുണ്ട്, അവരെ എംപവർ ചെയ്യുന്നുണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം കൂട്ടുന്നുണ്ട് അല്ലെ. ആൻഡ് ഇതിപ്പോ അവർക്ക് മാത്രമല്ല അതിന്റെ ആ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ഫാമിലിക്കും ഇവരെന്ത് കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ശരിക്കും അവരുടെ ഫാമിലി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ ശരിക്കും അപ്ലിഫ്റ്റ് ആകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം. ഡിമോൺസ്ട്രേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ സോഷ്യൽ ഓണ്ടർപ്രീനർഷിപ്പ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ സൊസൈറ്റി. അപ്പം ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു സോഷ്യൽ വെഞ്ചർ മാത്രമല്ല, അത് എന്തിനാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്, എങ്ങനെ ഇതേപോലെയുള്ള ഒരു സോഷ്യൽ ഓണ്ടർപ്രീനർഷിപ്പിന് അല്ലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട് അഥവാ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. നെക്സ്റ്റ് അനൗൺസ്മെന്റ്. ഇപ്പൊ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുന്നതിന് മുന്നേ അല്ലെ ഒരു അറിയിപ്പായിട്ടാണ് നമ്മൾ പൊതുവെ അനൗൺസ്മെന്റ് കൊടുക്കുക. ഇപ്പൊ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും അല്ലെ. ഇനി എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ അതിന് മുന്നേ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പൊ എന്തൊരു സംഭവം നമ്മൾ അറിയിക്കാൻ
വേണ്ടിയിട്ട് അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ള. അപ്പൊ അവിടെ നടക്കുന്ന എന്താണ്, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് അല്ലെ. നമ്മളിപ്പോൾ ലൈവ് TV റിപ്പോർട്ടൊക്കെ എഴുതാറുണ്ട്. ഈ ലൈവ് TV റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു, നമ്മളിങ്ങനെ ലൈവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പ്രസന്റ് ടെൻസിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ അനൗൺസ്മെന്റ് ആകുമ്പോൾ നമ്മൾ മൈക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആൾക്കാരോട് അറിയിക്കുകയാണ് രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യണം. അതായത് നമ്മൾ കേൾക്കാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അത് ചിലപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നാട്ടുകാരായിരിക്കും, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ആ രീതിയിൽ ആരാണോ നമ്മുടെ ഓഡിയൻസ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ അഡ്രസ് ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, റൈറ്റ് ഇൻ പ്രസന്റ് ടെൻസ് അനൗൺസ്മെന്റ് ചോദിച്ചാ 1 പ്രസന്റ് ടെൻസിൽ നമ്മൾ കാര്യങ്ങൾ എഴുതാ, 2 ഓഡിയൻസിന് നമ്മൾ അഡ്രസ് ചെയ്യണം, അവരോടാണ് നമ്മൾ കാര്യങ്ങൾ പറയണത് അല്ലെ. ദെൻ മൂന്നാമത്തെ എന്ന് വെച്ചാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എങ്ങനെ ഒരു അടിപൊളി അനൗൺസ്മെന്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ അങ്ങനെ നിങ്ങൾ അതിനെ സ്ക്രിപ്റ്റ് ചെയ്താ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടേ, ഈ അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് ആൾക്കാർ അവിടെ നിൽക്കേണ്ടേ അല്ലേ. അപ്പൊ അത്രയും അടിപൊളി ആയിരിക്കണം നമ്മുടെ അനൗൺസ്മെന്റ് എന്നുള്ളതാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഇർഫാൻ ആലത്തിന്റെ ചാപ്റ്റർ എന്നാണ് അനൗൺസ്മെന്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എവിടെന്നാ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഇർഫാൻ ആലം കംസ് ടു യുവർ സ്കൂൾ ടു ഇനാഗ്രേറ്റ് ദ യൂത്ത് ക്ലബ്. നിങ്ങളുടെ സ്കൂളില് യൂത്ത് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്യാൻ ഇർഫാൻ ആലം വരികയാണ്. പ്രിപ്പയർ സ്ക്രിപ്റ്റ് ഫോർ എൻ അനൗൺസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാണ്. സോ അദ്ദേഹം ആരൊക്കെയാണ്, യങ് ഓൺടർപ്യൂണർ ആണ്, സമ്മാൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ്, ദെൻ അതേപോലെ തന്നെ റെക്കഗ്നൈസ് ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെ. ടൈംസ് ഓഫ് ഇന്ത്യ അവര് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് 13 അല്ലെ യൂത്ത് ഐക്കണിലുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ ഇർഫാൻ ആലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇർഫാൻ ആലത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയണം, നമ്മുടെ അല്ലെ ആ ഒരു പരിപാടി കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയണം. ഈ ആള് ഇത് എന്തിനു വന്നതാണ്, ഒരു ഇനാഗ്രേഷന് വന്നതല്ലേ. അപ്പൊ ഇർഫാൻ ആലത്തിന് നമ്മളവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലാണ് നമ്മളവിടെ അനൗൺസ്മെന്റ് ചെയ്യേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ അനൗൺസ്മെന്റ് എങ്ങനെയായിരിക്കും. സോ നോക്ക്, Dear all, have you heard about people who do business for a social cause? ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഓൺടർപ്രീനർഷിപ്പ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ്, അതെ, ദേ ആർ കോൾഡ് സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പ്. അതെ, അവർ എങ്ങനെ അറിയപ്പെടുന്നു, അവർ സോഷ്യൽ ആയിട്ടുള്ള അല്ലെ ഓൺടർപ്രീനേഴ്സ് എന്നുള്ള രീതിയിൽ അവർ അറിയപ്പെടുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഇർഫാൻ ആലം. ഇർഫാൻ ആലത്തെ പറ്റിയിട്ട് അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇർഫാൻ ആലം ആരാ, ദ സ്മാർട്ട് ആൻഡ് എനർജറ്റിക് സോഷ്യൽ ഓൺടർപ്രീനർ ഫ്രം ബീഹാർ. ബീഹാറിൽ നിന്നുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഓൺടർപ്രീനർ ആയിട്ടുള്ള ഇർഫാൻ ആലം. He is here to inaugurate our youth club. അദ്ദേഹം ഇവിടെ നമ്മുടെ യൂത്ത് ക്ലബിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. He is the founder and chairman of സമ്മാൻ ഫൗണ്ടേഷൻ. അദ്ദേഹം ആരൊക്കെയാണ്, സമ്മാൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടറും അതിന്റെ ചെയർമാനുമാണ്. Started with a bank loan to redesign the rickshaws. അദ്ദേഹം ജസ്റ്റ് അല്ലെ ആ റിക്ഷാസ് ഒക്കെ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാങ്ക് ലോണുമായിട്ടാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സമ്മാൻ ഹാസ് നോട്ട് ഗോട്ട് എനി ഫണ്ടിങ് ഫ്രം എനി ഡോണർ ഓർ ഗവൺമെന്റ്. സമ്മാൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗവൺമെന്റിന്റെയോ ഒരു ഡോണറിന്റെയോ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ ഫൗണ്ടേഷൻ ഗെറ്റ്സ് ഇറ്റ്സ് മേജർ റവന്യൂ ടുഡേ ഫ്രം അഡ്വർടൈസിങ്. അപ്പൊ അതിന്റെ അല്ലെ മേജർ ആയിട്ടുള്ള അതിന്റെ ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്, അഡ്വർടൈസിങ് പരസ്യത്തിലൂടെയാണ് എന്നുള്ളതാണ്. സോ ദ റിക്ഷ പുള്ളേഴ്സ് ഗെറ്റ് 50% ഓഫ് ദിസ് റവന്യൂ ആൻഡ് ദിസ് ഹെൽപ് ദം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, ഇതില് 50% ഈ റിക്ഷ പുള്ളേഴ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നോക്ക്, വൈൽ കാറ്ററിംഗ് ടു ദെയർ എക്കണോമിക് സെക്യൂരിറ്റി. അതായത് ശരിക്കും ഈ സമ്മാൻ ഫൗണ്ടേഷന് അവരുടെ എക്കണോമിക് സെക്യൂരിറ്റി കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ദ കമ്പനി ഓൾസോ എൻഗേജസ് വിത്ത് ദ ഫാമിലീസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി. അതായത് ഇത് അവർക്ക് എക്കണോമിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മാത്രമല്ല അല്ലെ, അവരുടെ ഫാമിലിയെ മൊത്തത്തിൽ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ, ആൻഡ് ഈവൻ ലിവ്ലിഹുഡ്. സോ ദ സൊസൈറ്റി നീഡ്സ് മോർ പീപ്പിൾ ലൈക്ക് ഇർഫാൻ ആലം. സോ നമ്മുടെ സമൂഹത്തില് ഇർഫാൻ ആലത്തിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ ഇനി ആവശ്യമുണ്ടല്ലോ, സമൂഹത്തിന് ആവശ്യമുണ്ട്. വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലെ, ഈ രീതിയിലുള്ള നല്ല ഐഡിയാസ് ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള ഓൺടർപ്രീനേഴ്സിന് ഇനിയും സമൂഹത്തിന് ആവശ്യമുണ്ട്. The Times of India has said that Irfan Alam is one of the top 30 youth icons of India. അല്ലെ, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്.
ഓക്കെ, യൂത്ത് സൈക്കിളിൽ ടോപ്പ് 30 ഒരാളാണ്. ആൻഡ് ദ ഫോമർ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും അദ്ദേഹത്തെ പറ്റി കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. നിങ്ങൾ ചെയ്യുന്നത് എന്നെക്കാളും ടഫർ ആയിട്ടുള്ള ഒരു ജോബാണ് എന്ന് പറഞ്ഞാൽ. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് വെൽക്കം മിസ്റ്റർ ഇർഫാൻ ആലം എന്ന് പറയാണ് അല്ലെ. അപ്പൊ എന്താണ് അനൗൺസ്മെന്റ് അല്ലേ? സോ നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ, ഇർഫാൻ ആലത്തിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത്. സോ നമ്മൾ നോർമലി അല്ലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, യെസ് ഇനി എന്ത് ചെയ്യാം, അവരെ അല്ലെ വലിയൊരു ഒരു അപ്ലോസ് കൊടുത്തിട്ട് നമുക്ക് ആ ആളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെയാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെയുള്ള എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും അല്ലെ നോർമൽ ആയിട്ട് നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്ന കുട്ടികളാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടഫ് ആവില്ല എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അല്ലെ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മളെ ഇമാജിനേഷൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കാം. ഓക്കെ, യെസ്. നിങ്ങൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പോയാലാണ് നമ്മുടെ ഇതേപോലെയുള്ള തിങ്കിങ് നമുക്ക് അങ്ങോട്ട് വരാതിരിക്കുക, നമ്മുടെ ഇമാജിനേഷൻസ് ഒന്നും അങ്ങനെ വരില്ല. ഓക്കെ, അപ്പൊ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ നോർമലായിട്ട് ഒന്ന് ആലോചിക്കുക, എങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുക, എങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുക, അങ്ങനെ അങ്ങോട്ട് എഴുതുക. അതന്നെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് മാറ്റി വരുത്താനൊന്നുമില്ല. സംസാരിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി സയൻസ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ്, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എങ്ങനെയൊക്കെയാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ നമ്മുടെ അല്ലെ സൊസൈറ്റീനെ ശരിക്കും എംപവർ ചെയ്യുന്നുണ്ട് എന്നുള്ള നോക്ക്. ബോട്ടം ഓഫ് ദ സൊസൈറ്റി, അതായത് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളെ എങ്ങനെ ഈ സമ്മാൻ ഫൗണ്ടേഷൻ എംപവർ ചെയ്യുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് സമ്മാൻ അല്ലെ. ഈ സമ്മാനിലൂടെ എങ്ങനെയൊക്കെയാണ് താഴേക്കിടയിലുള്ള ബോട്ടം ഓഫ് സൊസൈറ്റീനെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപവർ ചെയ്യുന്നത് എന്നുള്ള എങ്ങനെയൊക്കെയാണ് ശരിക്കും നോക്ക്. ഇവിടെ ഞാൻ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തത്. ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ മതി. ഇത് എസ്സേ വരാറുണ്ട്, റൈറ്റപ്പ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഈ ഒരു സമ്മാന്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം അത് എംപവർ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. സോ ഇവിടെ നോക്ക്, ഓണർഷിപ്പ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെ. ഫസ്റ്റ് തന്നെ അതല്ലേ ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ അതാണ് ഇവർക്ക് കൊടുത്തത്. അതായത് സ്വന്തമായിട്ട് ഈ റിക്ഷയും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ അതിലൂടെ അവർക്ക് കിട്ടി. ദെൻ 2 ആക്സസ് ടു ക്രെഡിറ്റും. അതുവരെ ഇവർക്ക് എന്തെയില്ല, ആർക്കെങ്കിലും ഒക്കെ ബാങ്കിൽ നിന്ന് ഈ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കോ ഇല്ല, കൃത്യമായിട്ട് ഈ ആളിത് തിരിച്ചടക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണം അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു വേ ഹെൽപ്ഫുൾ ആക്കിയത്, കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുള്ളത് ആരാണ്? സമ്മാൻ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതും ഇതാ. ദെൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെ അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, സെക്യൂരിറ്റി, ഇൻഷുറൻസ് ആൻഡ് സെക്യൂരിറ്റി. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലൊക്കെ അല്ലെ, അപ്പൊ അവർക്ക് അങ്ങനെയുള്ള സെക്യൂരിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ഇപ്പൊ അവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലി, അവരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും. ദെൻ അതേപോലെ അവരുടെ ഡിഗ്നിറ്റി ആൻഡ് എംപവർമെന്റ് തന്നെ വല്ലാണ്ട് കൂട്ടിയിട്ടുണ്ട് അല്ലെ. കാരണം ഇപ്പൊ അവരൊരു ഫാമിലിന്റെ ഉള്ളിലാണ് എന്നുള്ളതാണ്. അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്ക് അതോറിറ്റി ഉണ്ട്. ആ ഒരു ഫീലിംഗ് ശരിക്കും അവർക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാൽ വളരെ അല്ലെ, വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ബിലോങ്ങിങ് ആൻഡ് കമ്മ്യൂണിറ്റി അല്ലെ, അവരൊരു കമ്മ്യൂണിറ്റിന്റെ ഒരു ഫാമിലിന്റെ ഉള്ളിലാണ് എന്നുള്ള രീതിയിൽ. ആൻഡ് പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ അത് എന്തിനെ ശരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ. കാരണം എന്താണ്, പരിസ്ഥിതിക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. റിക്ഷ അല്ലേ, റിക്ഷ എന്ന് പറയുമ്പോൾ അത്രയും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡൽഹി അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ റിക്ഷ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അല്ലേ ഒരു മെട്രോന്ന് അടുത്ത മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നൊക്കെ എന്താണ്, ഈ റിക്ഷയാണ്. അപ്പൊ അത് അത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. നെക്സ്റ്റ് ഇതിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിലും ചോദിക്കാറുണ്ട്. അതായത് ഈ സൈക്കിൾ നമ്മുടെ ഈ റിക്ഷ അത് മോഡിഫൈ ചെയ്യാനല്ലേ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഇമെയിൽ ചോദിക്കാറുണ്ട്, ഇത് ലെറ്റർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയായാലും ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സജഷൻ ആണ് ഈ റിക്ഷന്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം, അതൊന്നും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ ഇന്നോവേഷൻസ് അതിൽ കൊണ്ടുവരാനോ, ദെൻ അതേപോലെ തന്നെ അതിൽ വലിയ സേഫ്റ്റിയും കംഫർട്ടും ഒന്നും സത്യത്തിൽ ഈ റിക്ഷക്ക് എല്ലാ റിക്ഷക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്.
ചില റിക്ഷാസൊക്കെ ചില ഒരു കുണ്ടിലൊക്കെ പതുക്കെ ഒന്ന് അതിന്റെ ടയറൊക്കെ ഒന്ന് പോയാൽ തന്നെ ചിലപ്പോൾ ചിലത് മറിയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം, എൻഷുർ ചെയ്യണം. ദെൻ ഡിജിറ്റൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരാ അതിൽ. ദെൻ അതേപോലെ തന്നെ പ്രോമിനന്റ് ബ്രാൻഡിങ്, കുറച്ചും കൂടി നല്ല രീതിയിലുള്ള അല്ലെ ബ്രാൻഡിങ്ങും അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊണ്ടുവരിക. ദെൻ അതേപോലെ തന്നെ അതിൽ ഫീഡ്ബാക്ക് മെക്കാനിസം വെക്കുക. ദെൻ നല്ല രീതിയിൽ ഒന്നും കൂടി അതിനെന്ത് ചെയ്യുക, അതിന്റെ ഡിസൈനൊക്കെ ഒന്ന് മോഡുലാർ ഡിസൈനൊക്കെ അതിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ ഇതിൽ ഈ മാപ്പ് സിസ്റ്റം അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഊബർ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു റിക്ഷയിലും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം എന്നുള്ള സജഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇതും എന്താണ് അതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതിലൊക്കെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സജഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏതുമായിട്ടുള്ള ഈ റിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, ഓണ്ടർപ്രീനർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തൊക്കെയാണ് ശരിക്കും അത് ഈ ഓണ്ടർപ്രീനർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയുള്ള മെറിറ്റ് എന്തൊക്കെയാണെന്നുള്ള. ശരിക്കും ഈ ഓണ്ടർപ്രീനർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എന്തൊക്കെയാണ് ശരിക്കും ഉണ്ടാകുന്നത് നോക്കുക. എന്തൊക്കെയാണ്? ഇറ്റ് ഫോസ്റ്റേഴ്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. യുവാക്കൾക്കിടയിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഇത് കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല എൻകറേജിങ് യങ് മൈൻഡ്സ്, യുവാക്കളല്ലേ ശരിക്കും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നില്ലേ, എന്തിനാടാ നല്ല ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഐഡിയാസും കൊണ്ട് മുന്നിലേക്ക് വരണം ആളുകൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓണ്ടർപ്രീനർഷിപ്പിന് നല്ല ആ ഒരു പ്രൊമോഷൻ ഇവിടെ കിട്ടണ്ടേ, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കിട്ടണ്ടേ, അല്ലെങ്കിൽ ആൾക്കാർക്ക് പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് ആൾക്കാർ വരുമോ, ഇല്ല. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള അല്ലെ ഈ ഓണ്ടർപ്രീനേഴ്സിന് പല രീതിയിലുള്ള അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പല രീതിയിലുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിനംപ്രതി അടിപൊളിയായിട്ടുള്ള കുറേ ഇങ്ങനെയുള്ള കമ്പനീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. സോ അത് എന്ത് സോൾവ് ചെയ്യുന്നുണ്ട്, ഇറ്റ് സോൾവ്സ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. ഡോക്ടേഴ്സ് ആയിട്ടും എഞ്ചിനീയേഴ്സ് ആയിട്ടും അല്ലാതെയും PG ഉള്ളതും PhD ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുണ്ട്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നുണ്ട്, ഒരു പരിധി വരെ ഓണ്ടർപ്രീനർഷിപ്പ് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യുക, അത് യൂത്തിന്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗവൺമെന്റ് ഒക്കെ പല ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഓണ്ടർപ്രീനേഴ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സഹകരിച്ചിട്ട് പല പരിപാടികളും അവർ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അത് എക്കണോമിക് ഗ്രോത്തിനെ കൂട്ടുന്നുണ്ട്, ആളുകളെ സെൽഫ് റിലയൻസ് ആക്കുന്നുണ്ട്, ആൻഡ് നമ്മളെ റെസ്പോൺസിബിലിറ്റിയും വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂനെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാക്കുന്നില്ലേ. കാരണം ഓണ്ടർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു സംഭവമാണോ, അല്ല. അത് നമ്മൾ ഏറ്റെടുക്കുക, അത് ചെയ്യുക, പുതിയൊരു സംഭവം. എവിടെയാണോ ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഞാൻ എന്ത് തുടങ്ങിയാലാണോ വിജയിക്കുക, ഇവിടെ എവിടെയാണോ ഇതിന് അവസരം ഉള്ളത് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ ഒരു റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മളിൽ അത് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിൽഡ് എ സ്ട്രോങ് ആൻഡ് മോർ അഡാപ്റ്റബിൾ വർക്ക് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത് നോക്ക്, ഇർഫാൻ ആലം പറയുന്നുണ്ട് അല്ലെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം ബട്ട് it is equally important to take calculated risk to achieve your dream. അതായത് നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള റിസ്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണോ, നിങ്ങൾ അതിന് അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് പാരഗ്രാഫ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ നോക്ക്, ഐ ഹോൾ ഹാർട്ട്ലി അഗ്രി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മുടെ അല്ലെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആ റിസ്ക് നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മുടെ ഓരോ റിസ്കുകളും എന്തൊക്കെയാണോ, ഇപ്പൊ നിങ്ങൾക്ക് അല്ലെ, നിങ്ങളിപ്പോ ഒരു ഡോക്ടർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പൈലറ്റ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സോ ആ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എത്ര വർഷം ട്രെയിൻ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ റിസ്ക് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആലോചിച്ച് അതിന് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് പോരുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് വി വിൽ ക്ലോസ് അല്ലെ, നമ്മൾ ക്ലോസ് ആവും. എന്തിനോ, നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ പോലെ അറിയാതെ നമ്മൾ ക്ലോസ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എടുത്തെഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് പോകണം. ആൻഡ് യു ഷുഡ് സീസ് യുവർ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ അവസരങ്ങൾ നമ്മൾ മുതലാക്കണ്ടേ, നമ്മളത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നല്ല. ഒരിക്കലും ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടിയെത്തില്ല, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ സീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ
പോയിന്റ്സ് നമ്മുടെ കയ്യിൽ വേണം. The next chapter ദീദി ബൈ ഷഹീൻ മിസ്ത്രി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കറിയാം ഷഹീൻ മിസ്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? CEO ആണ് അല്ലെ, ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആണ്. അഗാൻഷ ഫൗണ്ടേഷന്റെ അതിന്റെ ഫൗണ്ടർ ആണ്. ആ കാര്യങ്ങളൊക്കെ പറയാം. ആള് ജീവിച്ചിരുന്നതൊക്കെ എവിടെയായിരുന്നു? ശരിക്കും ആൾക്ക് ഒരുപാട് ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് പല പല രാജ്യത്തായിരുന്നു ആള് താമസിച്ചിരുന്നത് ചെറുപ്പകാലത്തൊക്കെ. പക്ഷേ ഒരു സമയത്താണ് ഷി ഡിസൈഡഡ് അല്ലെ, വലിയ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസിഷൻ അവൾ എടുത്തു, ടു സ്റ്റേ ഇൻ മുംബൈ അല്ലെങ്കിൽ ടു സ്റ്റേ ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള. അങ്ങനെ അവള് അവിടെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് അവള് പതുക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പതുക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കുറച്ച് കുട്ടികളുള്ളായിരുന്നു, പിന്നെ കുറച്ചും കൂടി കുട്ടികളായി. അങ്ങനെ അവൾ സ്കൂളൊക്കെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ പതുക്കെയാണ് ഈ അഗാൻഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ അല്ലേ. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്ക്, ആളെന്താണ് ശരിക്കും ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, എഡ്യൂക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ അത് മറക്കരുത്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള അവൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന സമയത്ത് അല്ലെ, അവിടുന്ന് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓർഫനേജ് എന്നൊക്കെ കാണുന്ന പല സംഭവങ്ങളും അതൊക്കെയാണ് അവളെ ശരിക്കും അവൾക്ക് എന്തൊക്കെയോ ലൈഫിൽ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ട് അവൾക്ക് ശരിക്കും അവളുടെ മനസ്സിൽ വരുത്തിയത് അതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കും, ഷഹീൻ മെയ്ഡ് എ റെവല്യൂഷണറി ഡിസിഷൻ ടു സ്റ്റേ ഇൻ മുംബൈ അല്ലെ, മുംബൈയിൽ തന്നെ നിൽക്കാനുള്ള ആ ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം അവൾ എടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം അവൾ സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് അവൾ കോളേജിന് ശേഷം എന്ത് ചെയ്യും, ഷി വുഡ് എക്സ്പ്ലോർ ദി സ്പ്രോളിംഗ് ലോ ഇൻകം കമ്മ്യൂണിറ്റി ഏരിയാസ്. ഇന്ത്യയിലുള്ള പട്ടിണി പാവങ്ങളൊക്കെ താമസിക്കുന്ന ലോ ഇൻകം ആയിട്ടുള്ള ഏരിയാസിലൂടെ ഒക്കെ പോയിട്ട് അവിടെയുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പുവർ കുട്ടികളൊക്കെ അല്ലെ, ചിൽഡ്രൻ ഒക്കെ പോയി കണ്ടു. അങ്ങനെയാണ് അവരെ പതുക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അവരാണ് അവളെ ഫസ്റ്റ് ഈ ദീദി എന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പതുക്കെ അവൾ എന്ത് ചെയ്തു, അഗാൻഷയിലേക്ക് എത്താണ്. അപ്പൊ ഈ അഗാൻഷയിലേക്ക് എത്തുമ്പോൾ നോക്ക്, ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച് അല്ലെ, പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ടോ. ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് ക്ലാസ് റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസും ഇന്ത്യയിലുണ്ട്. ഫണ്ടിങ്ങിനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ തയ്യാറായിട്ട് പിന്നെ എന്ത് ചെയ്യണം, ആൾക്കാർ വരണം എന്നുള്ള. അപ്പോൾ നോക്കാം, ദി ചിൽഡ്രൻ റിക്വയർഡ് എ സ്പേസ് ഓഫ് ഫ്രീ ഓഫ് ഡിസ്ട്രാക്ഷൻ ഓഫ് ദ നൈബർഹുഡ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാത്തൊരു സ്ഥലം കിട്ടണം. അപ്പോൾ അവൾ ഒരുപാട് സ്കൂളിന് അവൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, about 20 schools. പക്ഷെ ദേ ഓൾ ഡിക്ലൈൻ ബൈ സേയിങ് ഒരു റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിലുള്ള റീസൺസ് പറഞ്ഞിട്ട് അവരൊക്കെ അത് ഡിക്ലൈൻ ചെയ്യും അല്ലേ. ഓക്കെ, എന്നിട്ട് അങ്ങനെ കൊലബാസ് ഹോളി എന്ന് പറയുന്ന അല്ലെ നെയിം ഹൈസ്കൂളിലാണ് എന്ത് ചെയ്തിട്ട് അവരാണ് അല്ലെ, ഈ കൊലബാസ് സ്കൂളാണ് ശരിക്കും അവിടുത്തെ പ്രിൻസിപ്പളാണ് എന്ത് അഗ്രി ചെയ്തത്, അവിടെ ഒരു ക്ലാസ് റൂമും കൊടുക്കാമെന്ന് അഗ്രി ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ അതാണ് ഫസ്റ്റ് അഗാൻഷ ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് അഗാൻഷ വളർന്ന് അല്ലെ വലിയതായി എന്നുള്ളതാണ് ആ ഒരു ഫൗണ്ടേഷൻ. ഇന്ന് ഏകദേശം അല്ലെ 58 സെന്റേഴ്സും 6 സ്കൂൾസും അങ്ങനെ 3500ഓളം ചിൽഡ്രന് പഠിക്കുന്ന രീതിയിൽ അത്രയും അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ ഈ രീതിയിൽ സക്സസും കാര്യങ്ങളൊക്കെ അവർ പേഴ്സ്യൂ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറ്റം വരെ എന്ത് ചെയ്യും, അവർ പോകുമെന്നുള്ള. സോ നോക്ക്, ഫോർ ദം സക്സസ് എൻറ്റൈൽസ് മോർ ദാൻ ജസ്റ്റ് മണിയോ പോപ്പുലാരിറ്റി അല്ലെ, ജസ്റ്റ് പ്രസിദ്ധിയോ ക്യാഷോ ഇതൊന്നല്ല. ഇറ്റ് എൻറ്റൈൽസ് സംതിങ് മോർ, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ ദേ സ്ട്രൈവ് ടു മേക്ക് എ ഡിഫറൻസ് ബൈ റീച്ചിങ് ഔട്ട് ടു ദി കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ യുണീക്ക് വേ. അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വേയിലൂടെ സമൂഹത്തിൽ അല്ലെ ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യും, അവർ മാറ്റങ്ങൾ അവരുണ്ടാക്കുമെന്നുള്ളതാണ്. സോ സക്സസ് ഫോർ ദം ഈസ് ഹാപ്പിനെസ് ഫോർ ദംസെൽഫ് ആൻഡ് അതേഴ്സ്. അപ്പൊ നോക്ക്, ഇതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മാത്രം ഹാപ്പിനെസ് അല്ല, അവരുടെ സക്സസിലൂടെ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഈ ഒരു ഹാപ്പിനെസ് ശരിക്കും എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു അല്ലെ തന്റെ ഹാപ്പിനെസ്സും മറ്റുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സുമാണ് ശരിക്കും ഇവരെ പോലെയുള്ള ആളുകൾ സക്സസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വെക്കണം. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫോർമൽ ലെറ്റർ, അല്ലെങ്കിൽ നല്ല നമ്മൾ പ്ലസ് ടുവിൽ എന്തായാലും ഫോർമൽ ലെറ്റർ വരാറുണ്ട്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ്, ഷഹീൻ മിസ്ത്രിയെ the founder of Agansha Foundation has influenced you so much that you decided to spend your spare time helping the poor children in getting proper education and write a letter to an NGO seeking help to educate the poor children in your locality. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഷഹീൻ മിസ്ത്രി അല്ലെ അഗാൻഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ് ഷഹീൻ മിസ്ത്രി. അപ്പം ആള് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കാരണം ആളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്ക്, യു ഡിസൈഡ് ടു സ്പെൻഡ് യുവർ സ്പെയർ ടൈം, അതായത് നിങ്ങളിപ്പോൾ എന്തിന് നിങ്ങൾ
തീരുമാനിക്കാണ്? നിങ്ങളുടെ ബാക്കിയുള്ള സമയങ്ങളിൽ അല്ലെ, നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെയുള്ള അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അല്ലെ, യെസ്, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ ആ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു NGO ഒക്കെ അയക്കുന്ന ലെറ്റർ ആണ് ഇവിടെ ചോദിച്ചത്. സോ ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ്? ഫോർമൽ ലെറ്റർ ആണ് അല്ലേ? ഓക്കെ, സോ നോക്ക്, ഒരു ഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ ഫ്രം അഡ്രസ് വേണം, ഡേറ്റ് വേണം, ടു അഡ്രസ് വേണം, ദെൻ അതേപോലെ തന്നെ ഡിയർ സർ ഓ മാഡം, ദെൻ അതേപോലെ തന്നെ സബ്ജക്ട്, എന്നിട്ട് എന്ത് ചെയ്യുക? ആം എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഞാൻ ആരാണോ സ്റ്റുഡന്റ് ഓഫ്, അല്ലെങ്കിൽ സ്ഥലമാണെങ്കിൽ റെസിഡന്റ് ഓഫ്, ഇനി അതല്ല ആം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? പേര്, എന്നിട്ട് പറയാം write this letter to inform you that എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ബാക്കിയൊക്കെ മാറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ അല്ലേ, മറുപടി എന്തായാലും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കൂലേ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ SD, ദെൻ നെയിം എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതാണ് ഫോർമൽ ലെറ്ററിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇനിയിപ്പോൾ ഇമെയിൽ ചോദിച്ചാലോ? ഇമെയിലിന് എന്താ വേണ്ടത്? ഇമെയിലിന് വേണ്ടത് എന്താണ്? നമ്മൾ ഫ്രം അല്ലേ, ഫ്രം നമ്മളിപ്പോൾ കൊടുക്കണം എന്നില്ല, അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടു കൊടുക്കുക, ദെൻ CC BCC, ദെൻ സബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുക. സബ്ജക്റ്റ് എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്? ഇമെയിൽ എന്ന് പറയുമ്പോൾ ലെറ്റർ നമ്മൾ എങ്ങനെയാണോ അയക്കുന്നത് അല്ലെ, അതേ കണ്ടന്റ് തന്നെയാണ് നമ്മുടെ ഇമെയിലും വരുന്നത് അല്ലെ. അപ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ എന്താണ്? ഒരു ഫോർമൽ ലെറ്ററിന്റെ അതേപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ. ഇനി ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഫ്രണ്ട്ലി ലെറ്റർ അയക്കുന്നത് അതേ കണ്ടന്റ് തന്നെയാണ്. ഇവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അല്ലെ. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്ക്, ലെറ്ററിന്റെ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഇത് ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. എന്താണ് ഈ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ സ്പീച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്താണ് അല്ലേ, ഒരു പ്രോജക്റ്റ് ചെയ്തതിൻ്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതായത് ഞാൻ ഏത് ടോപ്പിക്കിലാണ് ഞാൻ അല്ലേ ഇത് പ്രോജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്താണ് എൻ്റെ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളവിടെ ഇൻട്രൊഡക്ഷനിൽ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ടറി സ്പീച്ചിലും ഇത് സ്പീച്ച് ആണ്, മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ ഓഡിയൻസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മാറ്റം. ഇവിടെ നോക്ക്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഓഡിയൻസിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താ? നോർമൽ ആയിട്ട് നമ്മളൊരു സ്പീച്ചിൽ പറയുമ്പോൾ ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു പ്രത്യേക വിഷയമൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ വിഷയത്തിന്റെ പുറത്ത് അല്ല നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള, നോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, എന്തെങ്കിലും സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നത്. ഒരാളെ പരിചയപ്പെടുത്തിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അല്ലേ നമ്മൾ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അഭിസംബോധന ചെയ്തിട്ട് ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഇൻട്രൊഡക്ടറി സ്പീച്ച്. സോ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഷെഹിൻ മിസ്രിയെ പരിചയപ്പെടുത്താണ് ഒരു പ്രോഗ്രാമിൽ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. അതായത് എന്തൊക്കെ പറയണം? ഇത് ഷെഹിൻ മിസ്രി ആണ് അല്ലേ. ഓക്കെ, സോ ഷെഹിൻ മിസ്രി എന്തിനാണ് വന്നിട്ടുള്ളത്? ആൻഡ് ആൾ ഇന്ന് എന്താണ്? ഇന്ന് ടീച്ച് ഫോർ ഇന്ത്യയുടെ അല്ലെ അതിന്റെ CEO ആണ്, അഗാൻഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ്. സോ ഇന്ന് സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ മുംബൈ, ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇന്ന് ടീച്ച് ഫോർ ഇന്ത്യ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ഇനിക്വിറ്റീസ് അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ശരിക്കും നമ്മുടെ ഈ ഷെഹിൻ മിസ്രി. സോ നമ്മുടെ സ്കൂളിലെ ഒരു ഫോമർ സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് അല്ലെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പ്രൗഡ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. ആരാ ഇവിടെ പറയുന്നത്? ഇവിടെ പ്രിൻസിപ്പാൾ പറയുന്നതാണ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പാൾ ആളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ ആളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രൊഡക്ടറി സ്പീച്ച് എഴുതേണ്ടത്. അപ്പൊ ഇനി അത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എവിടേക്കാണ് ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, 1 ഇർഫാൻ ആലം, ദെൻ 2 നമ്മുടെ ഷെഹിൻ മിസ്രി, ദെൻ 3 നമ്മുടെ വാങ്കറി മാതേനെ ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇതിലേതും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മളോട് കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ എക്സാമിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഷെഹിൻ മിസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലെ. ആൻഡ് അപ്പോൾ ചിലപ്പോൾ ഇനി ഇർഫാൻ ആലത്തിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വാങ്കറി മാതേനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും നമ്മൾ പഠിച്ചിരിക്കുക എന്നല്ല. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത് ആരെ ചോദിച്ചാലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. സോ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചത്, അതോ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യനും റെസ്പോൺസും വേണോ, അതോ ഇന്റർവ്യൂ ആണോ ചോദിച്ചതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ
ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം. ഇനി ക്വസ്റ്റ്യനും റെസ്പോൺസും ആണെങ്കിൽ ഒരു ചോദ്യം ഒരു മറുപടി അങ്ങനെ. ഇനി ഒരു ഇന്റർവ്യൂ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിലോ ഇതേപോലെ ഒരു ചോദ്യം വേണം, ഒരു മറുപടി വേണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ. അതായത് ഒരു സംഭാഷണം എഴുതുന്ന പോലെ അല്ലെ. സംഭാഷണം എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക? ഇങ്ങനെ ഒരു തുടർച്ചയായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ ഉണ്ടാവുക? ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത ചോദ്യം അതിനുള്ള മറുപടി അല്ലെ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റർവ്യൂ ചെയ്താ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിക്കണം. ഇവിടെ എന്താണ് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ആണോ, ആൻസർ ചെയ്തണോ? ഈ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ അതിനുള്ള ആൻസർ ചെയ്താ. ഓക്കെ, സോ ഇവിടെ നോക്കുക. വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ് ആൻഡ് അതേപോലെ തന്നെ യു മൈറ്റ് ഹാവ് ഫേസ് എ difficulties and failures in your life. How did you overcome failures? എങ്ങനെയാണ് നിങ്ങൾ ഈ ഫെയിലേഴ്സ് ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ചോദിക്കാം. ആരെ കണ്ടാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ആൻഡ് നോക്ക്, can you please tell about the awards you won so far and what is your greatest professional achievement? ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആരോടും ചോദിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫാണ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അതല്ല ഇർഫാൻ ആലത്തിനോട് മാത്രമുള്ള അല്ലെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കണം? ഇർഫാൻ ആലം ഒരു ഓൺടർപ്രണർ ആണെന്നുള്ളത് നമുക്കറിയാം. സോ നോക്ക്, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ ഓൺടർപ്രണർ? എന്താണ് നിങ്ങളെ ഒരു സാമൂഹിക അല്ലെ ഒരു ഓൺടർപ്രണർ ആവാൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? എന്താണ് പ്രചോദനമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ദ നെക്സ്റ്റ്, ഹു ഈസ് യുവർ റോൾ മോഡൽ? അല്ലെങ്കിൽ ക്യാൻ യു ഷെയർ എനി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ അല്ലെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യോ? ആൻഡ് നോക്ക്, സമ്മാൻ ഫൗണ്ടേഷനെ പറ്റി നമുക്കറിയാം. സോ ഹൗ ഡിഡ് സമ്മാൻ ബൂസ്റ്റ്? എങ്ങനെ സമ്മാൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്? ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ റിക്ഷാ പുള്ളേഴ്സ്. റിക്ഷാ പുള്ളേഴ്സിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയല്ലേ ഇത് ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചൂടെ? സമ്മാൻ ഫൗണ്ടേഷനെ പറ്റി നമുക്ക് അറിയുന്നതിനോട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ആൻഡ് ഡു യു തിങ്ക് യു ഹാവ് ഫുൾഫിൽഡ് യുവർ ഡ്രീംസ് ഇൻ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രീംസ് ഒക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആൻഡ് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു അവർ സ്റ്റുഡൻസ്? നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളത് ചോദിക്കാം അല്ലെ. ഇനി ഷഹീൻ മിസ്തിയെ പറ്റിയിട്ടാണെങ്കിലോ നമുക്കറിയാം. ദീദി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വായിച്ചിട്ടുണ്ട്. സോ അഗാൻഷ ഫൗണ്ടേഷനെ പറ്റിയിട്ടും ടീച്ച് ഫോർ ഇന്ത്യയെ പറ്റിയിട്ടും ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് ചോദിക്കാൻ. സോ നോക്ക്, ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നതായതുകൊണ്ട് മേ ബി ഇത് തന്നെ ഇനി വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ഇടാനും സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, സോ ഇവിടെ നോക്ക്, ആളെന്താണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള അപ്ബ്രിങ്ങിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലേ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ അറിയാം. സോ ഹൗ ഡിഡ് ദിസ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് യുവർ പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ദ ഫൗണ്ടിങ് ഓഫ് ദ അഗാൻഷ ഫൗണ്ടേഷൻ ഇന്ത്യ? സോ താങ്കൾ ഇതുവരെ പല രാജ്യത്ത് നിന്ന് അല്ലേ അവിടെയൊക്കെ താമസിച്ചു, അവിടുത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ അറിയാം. സോ ഈ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് എങ്ങനെയാണ് ടീച്ചിങ്ങിനോടുള്ള അല്ലെ ഈ പാഷനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയൊക്കെ ഇത് അഗാൻഷ ഫൗണ്ടേഷന്റെ ഈ ഒരു അല്ലെ ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്ക്, could you share some key milestone and challenges you encountered while establishing Agansha Foundation and how did you overcome them to provide quality education to underprivileged children? നിങ്ങൾ അഗാൻഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സമയത്ത് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതൊക്കെ അതിജീവിച്ചത് അല്ലെ? എന്തിന്? ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു അണ്ടർപ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അതായത് അണ്ടർപ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അതല്ലാതെ പിന്നെ നോക്ക്, ടീച്ച് ഫോർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അല്ലെ. യെസ്, ആസ് ദ CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ യു ഹാവ് ബീൻ എ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ മിഷൻ ടു ബ്രിഡ്ജ് എഡ്യൂക്കേഷണൽ ഇനിക്വിറ്റീസ് അല്ലെ. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ഇനിക്വിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇല്ലാതാക്കാനുള്ള അല്ലെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ള ഒരു റോളിലാണ് നിങ്ങൾ ഇപ്പം. സോ ഹൗ ഹാസ് ദിസ് ജേർണി ഇവോൾവ്ഡ് സിൻസ് 2008? 2008 CEO. അപ്പൊ അത് മുതൽ ഇങ്ങോട്ടുള്ള ഈ ഒരു ജേർണി എങ്ങനെയാണ്, ഇതിന്റെ ഇവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? ആൻഡ് വാട്ട് ഇമ്പാക്ട് ഹാസ് ഇറ്റ് ഹാഡ് ഓൺ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം? ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഇതിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? നെക്സ്റ്റ് നോക്ക്, in your experience, what are the most significant systemic changes needed in the Indian education sector? ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരേണ്ട അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്താണ്? എന്ത് മാറ്റാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത്? ആൻഡ് how can individuals and organizations contribute to make these changes a reality? അപ്പൊ ഈ ഒരു മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കണം അല്ലെ, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാം? അപ്പൊ ഇതിനെ പറ്റി എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ
അല്ലെ? നേരെ ക്വസ്റ്റ്യൻ മാത്രമല്ല. അപ്പൊ നിങ്ങളൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു വരിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ് നോക്ക്, വാങ്കരി മാതേ അല്ലെ, ആൾക്ക് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളോട് ഇപ്പൊ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ 3 റെസ്പോൺസ് വേണം. നോക്ക്, പോസിബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ആൻസേഴ്സ്. എങ്ങനെയായിരിക്കും ഒന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ എക്സാമിന് പോകുന്നതിന്റെ മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് എന്തൊക്കെ പോയിന്റ്സ് വാങ്കര മാതേനോട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്തായാലും യൂണിറ്റ് 4 പഠിച്ച ആൾക്കാരാണ് അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 3 പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക, എഴുതിയിട്ടില്ലെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും. കാരണം വാങ്കര മാതേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മുടെ പോം സ്റ്റാമർ. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താടാ? വിക്കാണ് അല്ലെ? വിക്കാണ്. സോ ഇത് കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള പോമാണ്. അപ്പം ഇവിടെ നോക്ക്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ ശരിക്കും എന്താണ്? അങ്ങനെയുള്ള ഒരു വൈകല്യം അല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? അതൊരു ഹാൻഡിക്യാപ്പ് എന്നല്ല, അത് സംസാരത്തിന്റെ ജസ്റ്റ് ഒരു മോഡ് ഓഫ് സ്പീച്ച് മാത്രമാണ് എന്നാണ് പറയുന്നത്. ആൻഡ് നോക്ക്, സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അതായത് സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാളിപ്പോ ഒരു കാര്യം സംസാരിക്കുകയാണ് അല്ലെ? ഇപ്പൊ ഞാൻ എന്റെ പേര് പറയാണ് ജസ്ന. അപ്പൊ ജസ്ന എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്തിനോട് ജസ്ന എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ സ്റ്റാമർ ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെ പറയാം? ഇങ്ങനെ പതുക്കെ പതുക്കെ പറയും അല്ലെ? എന്നിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങനെ പതുക്കെ പറഞ്ഞു വെക്കുള്ളൂ. അതായത് ബ്രേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, സൈലന്റ് ആവുന്നുണ്ട് നമ്മൾ പറയുന്നതിന്റെ ഇടയിൽ എന്നുള്ള അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾ ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കുകളും അതിന്റെ മീനിങ്ങും അതിന്റെ ഇടയിൽ വരുന്ന സൈലൻസ്, നിശബ്ദതയാണ് സ്റ്റാമർ എന്ന് പറഞ്ഞാല്. ജസ്റ്റ് ആസ് ലെയിംനെസ് പോലെ എന്നുള്ളതാണ് അല്ലെ? മുടന്ത് പോലെ തന്നെയാണ്. അതായത് ലെയിംനെസ് എന്നുള്ളതിനോട് ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ്. വാക്കുകളും പ്രവൃത്തികൾക്കും ഇടയിൽ വരുന്ന ആ ഒരു സൈലൻസിനെ അതേപോലെ തന്നെയാണ് സ്റ്റാമർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? ഇവിടെ സൈലൻസ് ആണ്, നിശബ്ദതയാണ്. രണ്ടിലും സൈലൻസ് ആണ് അല്ലെ? ഒന്ന് വേർഡിന്റെ മീനിങ്ങിന്റെയും ഒന്ന് എന്താണ്? വാക്കുകളുടെയും പ്രവൃത്തികളുടെയും വേർഡിന്റെയും ഡീഡിന്റെ ഇടയിലുള്ള സൈലൻസ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ വേണം. നെക്സ്റ്റ് എന്താ? ഡിഡ് സ്റ്റാമർ ലാംഗ്വേജ് ഓർ സക്സീഡ്? ഭാഷയാണോ ഉണ്ടായത്? അതോ ഭാഷ ഉണ്ടായിട്ടാണോ സ്റ്റാമർ ഉണ്ടായത് അല്ലെ? ഇതിൽ ഏതാ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്? അത് ശരിക്കും എന്താണ്? ഒരു ഡയലക്ട് ആണോ? അതായത് കുറച്ച് ആൾക്കാരുടെ മാത്രം അല്ലെ ഒരു ഭാഷ രീതിയിലാണോ? അതല്ല ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ തന്നെയാണോ എന്നുള്ളതാണ്. These questions make the linguist stammer. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരം കിട്ടില്ല. ഇത് എന്താ? ഭാഷയാണോ അതുണ്ടായത്? വിക്കാണോ അതുണ്ടായത്? വിക്കാണോ അതുണ്ടായത്? ഭാഷയാണോ അതുണ്ടായത് അല്ലെ? ഇപ്പൊ നമ്മൾ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇത് ഏതാണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലിംഗ്വിസ്റ്റ് വരെ ശരിക്കും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാമർ ചെയ്യുന്നുണ്ട് എന്നാ പറയുക. അതായത് അവർക്ക് ഉത്തരം മുട്ടുന്നുണ്ട്, അവർ സൈലന്റ് ആവുന്നുണ്ട്. ആ സൈലൻസിനാണ് ഇവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞത്. അതായത് ഇത് ആർക്കും പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, each time we stammer we are offering a sacrifice to the god of meanings. ഓരോ സമയം നമ്മൾ സ്റ്റാമർ ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഗോഡ് ഓഫ് മീനിങ്സ് അല്ലെ, അർത്ഥങ്ങളുടെ ദേവതക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അത് ജസ്റ്റ് എന്താണ്? പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് യൂസ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അതായത് ഉദ്ദേശിച്ചത് നമ്മളിവിടെ സ്റ്റാമർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അതൊരു സാക്രിഫൈസ് പോലെ എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാണ്. ആൻഡ് വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ, ഇപ്പം മൊത്തത്തിലുള്ള ആൾക്കാർ ശരിക്കും സ്റ്റാമർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ് ആൻഡ് ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ അല്ലെ? ഇപ്പൊ നമ്മൾ മലയാളം പറയുന്നു, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ ശരിക്കും വേറൊരാൾ വന്ന് വേറൊരു ഭാഷ പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതെന്താ എന്നുള്ള രീതി നോക്കും അല്ലെ? അപ്പൊ അതേപോലെ നമ്മളെല്ലാവരും നോർമലായിട്ട് സംസാരിക്കുന്നു. സോ അതുകൊണ്ട് വിക്കുള്ള ഒരാളെ നമ്മളിങ്ങനെ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആ ആളെ വേറിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ശരിക്കും സ്റ്റാമർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ആൾക്കാർക്കും വിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ വിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുമോ? ഇല്ല. അപ്പൊ വിക്ക് നമ്മളെങ്ങനെയാണ് അപ്പൊ മലയാളം നമ്മളുടെ ഒരു മദർ ടങ് ആയ അതേപോലെ ഇവിടെ എല്ലാ ആൾക്കാർക്കും അതൊരു മദർ ടങ് ആയിട്ട് മാറും എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ശരിക്കും പോയിട്ട് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരു സോഷ്യൽ അല്ലെ ഒരു എവിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്, ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, തിന്മ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തിന്മ ചെയ്യുന്നവനെ നമ്മൾ
അല്ലെ ഭയങ്കരമായിട്ട് നമ്മൾ കാണും, അതിനെതിരെ നമ്മൾ പ്രതികരിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ തിന്മ കോമൺ ആണ്, ഇതെല്ലാ ആൾക്കാരും തന്നെ ചെയ്യുന്നതെങ്കിൽ ആ തിന്മ അവിടെ ഭയങ്കര കോമൺ ആയിട്ട് മാറുകയാണ് എന്നുള്ള അല്ലെ. അപ്പം ആ ഒരു നമ്മുടെ ആ ഒരു നിശബ്ദതയൊക്കെയാണ് ശരിക്കും ഇവിടെ സ്റ്റാമ എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരു ബ്ലൈൻഡ് ഐ ആണ് നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സോ അതിനെയാണ് ഇവിടെ പോയിട്ട് നമ്മുടെ ആ നിശബ്ദതയെ, നമ്മുടെ ആ സൈലൻസിനെ, നമ്മുടെ കവാഡീസിനെ, നമ്മുടെ ഭീരുത്വത്തെയൊക്കെയാണ് പോയിട്ട് ഇവിടെ സ്റ്റാമ എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്ക്, God too must have stammered when he created man. ദൈവം ശരിക്കും മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവം വിക്കിയിട്ടുണ്ട്. That is why all the words of man carry different meanings. അതുകൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ആൾക്കാരുടെ അല്ലെ എല്ലാ ആൾക്കാരുടെയും വാക്കുകൾക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ അല്ലെ, മനുഷ്യന്മാരുടെ ഒക്കെ വാക്കുകൾ പല രീതിയിലാണ്, അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ, ദൈവം മനുഷ്യന്മാരെ ഉണ്ടാക്കിയ സമയത്ത് ദൈവം വിക്കിയതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, പോയിട്ട് പറയാണ്. And that is why everything he utters, from his prayers to his commands, stammers like poetry. അപ്പൊ ഇവിടെ പറഞ്ഞ മനുഷ്യന്മാരിപ്പം പ്രാർത്ഥിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നും എന്നുള്ള രീതിയിൽ അല്ലെ, നമ്മൾ എന്താണോ പ്രേ ചെയ്യുന്നത്, നമ്മൾ എന്താണോ കമാൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നോക്ക്, യെസ്, അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്, ആ ഒരു സ്റ്റാമർ ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. സോ സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ പോയട്രി ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതെന്തുകൊണ്ടാ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പോം വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ വായിക്കുന്നു പക്ഷെ പോയറ്റ് ഉദ്ദേശിച്ച മീനിങ്ങേ ആയിരിക്കില്ല നമ്മൾ അതിന് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പോൾ ആൾക്കാർ എത്രത്തോളാണോ അതിന് റീഡേഴ്സ് അതിനെ കൂടുതൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് അതിന്റെ മീനിങ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമർ എന്ന് പറയുമ്പോൾ വെറൊരു വിക്കിനെ പറ്റി മാത്രമല്ല നമ്മൾ ആ പോയത്തിൽ പറയുന്നത്, ശരിക്കും എന്താണെന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ലെവൽസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്, പക്ഷെ അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല. നമ്മൾ ഭയങ്കര ബ്ലൈൻഡ് ആയി കീപ്പ് ചെയ്തിട്ട് നമ്മൾ കവാഡീസ് ആയിട്ട് ഭീരുക്കളെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കര പേടിക്കുന്നുണ്ട്, നമ്മൾ ഫിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. എല്ലാ മാൽ പ്രാക്ടീസ് നടക്കുമ്പോഴും നമ്മളൊന്നും മിണ്ടാത്ത, അതുകൊണ്ടാണ് സൊസൈറ്റിയിൽ നമ്മൾക്ക് എഴുതിയ എന്തെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ചിട്ടാണ്. അപ്പൊ അതിനാണ് ഇവിടെ സ്റ്റാമർ എന്ന് പറയുന്നത് പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നോക്ക്, സ്റ്റാമർ സിംബലൈസസ് ദ എബിലിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോൺസ് ആൻഡ് റിയാക്ട് ടു ദ എവിൽസ് ഓഫ് സൊസൈറ്റി. ഡു യു അഗ്രി? കമന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ്, സ്റ്റാമർ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊട്ടസ്റ്റ്, നമ്മുടെ റെസ്പോണ്ട്, നമ്മുടെ റിയാക്ട് ആണ് അല്ലെ. അതായത് ഈ എവിൽസ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് എവിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം, നമ്മൾ പ്രതികരിക്കണം, നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഡു യു അഗ്രി? കമന്റ്. അപ്പൊ എന്ത് ചെയ്യാ, യെസ് അല്ലെ. നമ്മൾ അപ്പോൾ നേരത്തെ ഇവിടെ എന്തൊക്കെയാണോ ഈ ബോക്സിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള ആൻസർ ചെയ്താം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൽ നിന്ന് ലൈൻ തന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് കോമൺ ടു സ്റ്റാമർ ആൻഡ് ലൈംനെസ്? നമുക്ക് നേരെ ഇങ്ങനെ പോയാട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിലുള്ള സംഭവം എന്താണ്, ശരിക്കും സൈലൻസ് ആണ്. ഇതിലും സൈലൻസ് ഉണ്ട്, ഇതിലും സൈലൻസ് ഉണ്ട്, അത് രണ്ടിലും കോമൺ ആണ്. then identify the figure of speech employed in the lines. ഇതിൽ പറയുന്ന അല്ലെ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇതിൽ പറയുന്നത്, ഇതിൽ ഏതാണ് ശരിക്കും സിമിലി ഉണ്ട് അല്ലെ. ജസ്റ്റ് ആസ് ലൈംനെസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത് ബൈ യൂസിങ് ആസ്. സോ ആൻസർ എന്ന് പറയുന്നത് സിമിലി ആണ്. നെക്സ്റ്റ് നോക്ക്, വാട്ട് ഈസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? സ്റ്റാമറിനെ പറ്റി പോയിട്ട് എന്താണ് ശരിക്കും വിചാരിക്കുന്നത് എന്നുള്ള അല്ലെ. അപ്പൊ എന്ത് പറയണം, നേരത്തെ നമ്മൾ ബോക്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ആ ഒരു സൈലൻസിനാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്താണ് ശരിക്കും ഇതിന്റെ സൈലൻസ് ആണ് എന്ന് പറയുന്നുണ്ട്, വേർഡ്സിന്റെ മീനിങ്സിന്റെ ഇടയിലുള്ള, അതേപോലെ തന്നെ അത് ഹാൻഡിക്യാപ്പ് അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, വേറെ ലൈനകത്ത് നിന്ന് ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേഡ് എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഇവിടെ വരെ അല്ലെ ലാസ്റ്റിലെ വരെ. അപ്പൊ ഐഡന്റിഫൈ ദ പോം ആൻഡ് പോയറ്റ്. അപ്പൊ ഇവിടെ സ്റ്റാമേഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കെ സച്ചിദാനന്ദന്റെ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. then who does he in the fifth line refer to? 1 2 3 4 5. ഓക്കെ, that is why everything he utters അല്ലെ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇത് ഇവിടെ ഉദ്ദേശിക്കുന്ന മാനെയാണ്. നെക്സ്റ്റ് എന്താ, വേർഡ് identify the poetic devices used in the last line. Okay, like poetry, like വന്നത് എന്താണ്, ഇത് സിമിലി ആണ് അല്ലെ, സിമിലി ആണ്. ഓക്കെ, നെക്സ്റ്റ്, what according to the poet is the reason for words carrying different meanings? എന്തുകൊണ്ടാണ് വേർഡ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ക്യാരി ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, God too must have stammered. ദൈവം ശരിക്കും വിക്കിയിട്ടുണ്ട് when he created man, മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അതിന് ആൻസർ. ഓക്കെ, സോ 4 മാർക്ക് ഇങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് പോകാൻ വായിച്ചാൽ മതി. ഇനി അടുത്തത് പറയുന്നത് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ. മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ,
ക്വസ്റ്റ്യനിൽ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ് ചോദിച്ചതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ജോബിന് അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ, അതിനിടയിൽ നമ്മൾ റെസ്യൂമെ കൊടുക്കണ്ട. ഓക്കെ, ദെൻ അതല്ല ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ബയോഡാറ്റ എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ അഥവാ ഒരു ഫോർമൽ ലെറ്റർ, എന്നിട്ട് നമ്മൾ ഒരു റെസ്യൂമെ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ട, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണടാ? അത് കഴിഞ്ഞിട്ട് ഫോർമൽ ലെറ്റർ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ റെസ്യൂമെ ഫില്ല് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ ID, നമ്മുടെ ഫോൺ നമ്പർ, നമ്മളെ അല്ലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെസ്യൂമെ ചെയ്താ. ഇനി അത് മാത്രം വെച്ചിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണ്ടേ? യെസ്, ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഡിക്ലറേഷൻ വേണം. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ എന്താ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 8 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കുക. അപ്പൊ അതിന് 8 മാർക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസർ പേപ്പറിൽ വേണം. ഓക്കെ, സോ നോക്ക്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ ഇവിടെ നെയിം കൊടുത്തു അല്ലേ, അതായത് ഫ്രം അഡ്രസ് കൊടുത്തു, ഡേറ്റ് വേണം, ടു ആർക്കാണോ എന്നുള്ളത് അത് കൊടുക്കുക, ദെൻ ഡിയർ സർ, ദെൻ സബ്ജക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ടോ എന്തൊക്കെ പറയണം? ഏത് പത്രത്തിലാണോ അല്ലെങ്കിൽ എവിടെയാണോ, ഇൻസ്റ്റഗ്രാമോ, ഇനി അതല്ല ഇനി പത്രത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ടെലിവിഷനിലോ എവിടെയാണോ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടത്, ഇങ്ങനെയുള്ള ഒരു വാക്കൻസിക്ക് അഡ്വർടൈസ്മെന്റ് കണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം. ആൻഡ് വിത്ത് ഡേറ്റ്, എന്നാണോ കണ്ടത് എന്നും കൂടി പറയണം കേട്ടോ. ഓക്കെ, സോ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടാവുമല്ലോ, കോർഡിനേറ്ററോ അല്ലെങ്കിൽ അക്കാദമിക് കോർഡിനേറ്റർ, അങ്ങനെ പല രീതിയിൽ ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ പോസ്റ്റ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടോ എനിക്ക് എന്തൊക്കെയല്ലേ, ഞാൻ എന്തുകൊണ്ടാണോ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ആൻഡ് അത് മാത്രമല്ല ക്വാളിഫിക്കേഷൻ പറയാം. എനിക്ക് MA ഇംഗ്ലീഷ് ഉണ്ട്, എനിക്ക് PG ഡിപ്ലോമ ഉണ്ട്, എവിടെ നിന്നാണ് എന്നുള്ളതും പറയാം. എനിക്ക് 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഐ ഹാവ് എൻക്ലോസ്ഡ് മൈ റെസ്യൂമെ ഫോർ യുവർ ഫർദർ കൺസിഡറേഷൻ. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ, എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നോക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ട് താഴെ എൻ്റെ റെസ്യൂമെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഐ അഷ്യൂർ if I selected, I will do my best to your and your satisfaction. അല്ലേ, അതായത് എന്നെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇഫ് സെലക്റ്റഡ്, ഞാൻ സെലക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ എന്നെ കൊണ്ടാവുന്ന വിധം എൻ്റെ ബെസ്റ്റ് ഞാനിവിടെ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പ് തരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് യുവർ സിൻസിയർലി സിഗ്നേച്ചർ. അപ്പൊ ഇതെന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ ഇതെന്താ? ഇതൊരു ഫോർമൽ ലെറ്റർ അല്ലേ, നമ്മളൊരു ഫോർമൽ ലെറ്റർ ഇങ്ങനെ അയക്കുക, അതാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? റെസ്യൂമെ അറ്റാച്ച് ചെയ്യുക. അപ്പൊ നെയിം വേണം, അഡ്രസ് വേണം, ഇമെയിൽ ID വേണം, ഫോൺ നമ്പർ വേണം, ഒബ്ജക്റ്റീവ് വേണം. അപ്പൊ ഇതെന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ഓരോ ജോലിക്ക് അനുസരിച്ച് മാറും. ഇതൊരു ടീച്ചിങ്ങിനുള്ള ഒബ്ജക്റ്റീവാ. അപ്പൊ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെറുതെ ഒരു ലൈന് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ. അപ്പം ഏതാണോ, എന്താ പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത്, എത്ര പെർസെൻറ്റേജ് ആണെന്ന് എഴുതിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇയർ എന്തായാലും എഴുതണം. ഓക്കെ, ഇയർ എന്തായാലും നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇവിടെ MA ഇംഗ്ലീഷ് കേരള യൂണിവേഴ്സിറ്റി, BA ഇംഗ്ലീഷ് കേരള യൂണിവേഴ്സിറ്റി, SSLC ബോർഡ് ഓഫ് പബ്ലിക് എക്സാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒക്കെ ഏതാ യൂണിവേഴ്സിറ്റി, എന്താ ക്വാളിഫിക്കേഷൻ, ഈ രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നോക്ക്, ഇത് ടീച്ചിങ് ആയതുകൊണ്ട് മുന്നേ പഠിപ്പിച്ചിട്ടുള്ള പല സ്കൂളിന്റെയും കൊല്ലം അല്ലെ കൊടുത്തിട്ടുണ്ട്. ഏത് സ്കൂളിലാണ്, എന്താ പഠിപ്പിച്ചത്, എന്തായിട്ടാ, ഗസ്റ്റ് ലെക്ചർ ആയിട്ടാണ്, ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടർ ആയിട്ടാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇർഫാൻ ആലത്തിന്റെ അല്ലെ, അപ്പൊ അതിലുള്ള അവിടെ എന്തെങ്കിലും ഒരു വാക്കൻസിയിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ അപ്ലൈ ആണെങ്കിലോ, അപ്പൊ ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ കൊടുക്കുക. ഇതേപോലുള്ള നല്ല അല്ലെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഓൺടർപ്രീനർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള വല്ല എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കേട്ടോ. ദെൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള നല്ല നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ടാവില്ല, ഇവിടെ ASAP ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കൊടുക്കാം. ദെൻ അച്ചീവ്മെന്റ്സ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, ദെൻ നിങ്ങളുടെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കോ, നിങ്ങൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യോ, നല്ല ലീഡർഷിപ്പ്
സ്കിൽ ഉണ്ടോ, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്കുള്ള സ്കില്ലുകൾ, ആ സ്കില്ലുകളൊക്കെ നിങ്ങൾ കൊടുക്കുക. ദെൻ ലാംഗ്വേജസ്, നിങ്ങൾക്ക് അറിയുന്ന ഭാഷകൾ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് അല്ലെ, ഈ ഭാഷകളൊക്കെ നിങ്ങൾ അവിടെ കൊടുക്കുക. ദെൻ ഇൻട്രസ്റ്റ് ആയിട്ട് സോഷ്യൽ സർവീസ് അല്ലെ, നിങ്ങളുടെ താല്പര്യമുള്ള മേഖലകൾ എന്തൊക്കെയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഡിക്ലറേഷൻ വേണം. I hereby declare that all the above given information are true and correct to the best of my knowledge, and if found otherwise I alone shall be responsible. Thank you. Signature അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു ഡിക്ലറേഷനും കൊടുക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് അടുത്തത് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. നമ്മളിത് തീരാനായിട്ടോ, ഇത് പെട്ടെന്ന് തീരുന്ന യൂണിറ്റ് ആണ് കേട്ടോ. ആൻഡ് നമ്മുടെ 3 കുറച്ച് ലെങ്തി ആയതാണ്. ആൻഡ് യൂണിറ്റ് 2 നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ശരിക്കും മെൻഡിങ് വാൾ അല്ലെ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാളിനെ പറ്റിയിട്ടാണ്. സോ അതിൽ അത് ഒരു സിംബോളിക് ആയിട്ടുള്ള പോമാണ് കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, അതിൽ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു തീം ഉണ്ട്. എന്താണ് പോയിറ്റ് പറയുന്ന കാര്യം എന്താ, ഇതിൽ ശരിക്കും മെയിൻ ആയിട്ട് രണ്ടാൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ അല്ലെ. ഒരാൾ പറയുന്നു വാള് നല്ലതാണ്, മറ്റാൾ പറയുന്നു വാള് നല്ലതല്ല. ഈ 2 രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയനും തമ്മിലുള്ള അല്ലെ ആ ഒരു സംഭവമാണ് ശരിക്കും അതിൽ കൺവേ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നോക്ക്, ദ പോയിറ്റ് സീസ് ദാറ്റ് നേച്ചർ ഈസ് അഗെയിൻസ്റ്റ് വാൾ. പോയിറ്റ് പറയുന്നത് പ്രകൃതി ഈ വാളിന് എതിരെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ എല്ലാ പ്രാവശ്യം അല്ലെ അതിങ്ങനെ വീണ്ടും വീണ്ടും കേടുവരുന്നതെന്ന് പറയുന്നുണ്ട്. പ്രകൃതിക്ക് തന്നെ അത് ഇഷ്ടമില്ല, അപ്പൊ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് കേടുവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ആൻഡ് പോയിറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ വാൾ അല്ലെ, പോയിറ്റ് ഈ വാളിന് എതിരാണ്. നൈബർ സപ്പോർട്ട് ദ വാൾ, പക്ഷേ അദ്ദേഹത്തിന്റെ അയൽവാസി നൈബർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാള് വേണം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല വേലി നല്ല അയൽവാസികളെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പോയിറ്റ് ഈസ് മോഡേൺ ബട്ട് ദ നൈബർ ഈസ് കൺസർവേറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് ആള് കുറേ അല്ലേ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെ വിശ്വസിച്ച് പോരാണ് നൈബർ. പക്ഷെ പോയിറ്റ് കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലല്ലേ ഒരു മോഡേൺ ആയിട്ട് ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതായത് ആള് വിശ്വസിക്കുന്നത് എന്താ, എന്തിന് വേലി അല്ലെ, വേലിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ആൻഡ് the neighbor always follows the words of his father. തന്റെ ഫാദറിന്റെ അല്ലെ വേർഡ്സ് ആണ് നൈബർ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. തന്റെ ഫാദർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വേലി വേണം എന്നുള്ളത്. ഓക്കെ, the poem gives as a good message, നല്ലൊരു മെസ്സേജ് ഈ പോയത്തിൽ തരുന്നുണ്ട്. the poet has used the figure of speech, അതായത് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, ഇതിൽ മെറ്റഫർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്ക്, ഇവിടെ 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2 എന്താ അത് അടങ്ങിക്ക് പിന്നെ അപ്പൊ നോക്ക്, 2 വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ ഇതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പോയിറ്റ് പറയുന്നത് എന്തായിരുന്നു, വാള് വേണ്ട, പക്ഷെ പോയിറ്റിന്റെ നൈബർ പറയുന്നത് എന്താ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അപ്പൊ ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വ്യൂ ശരിക്കും ഈ ഒരു പോയത്തിൽ കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ നോക്ക്, വാൾസ് ആർ ഓൾവേസ് സെപ്പറേറ്റിംഗ് ആസ് ഫ്രം അതേഴ്സ്. ശരിക്കും വാൾസ് നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്നില്ലേ. ആൻഡ് ഇറ്റ് ഡിസ്റ്റർബ്സ് ദ ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല രീതിയിലുള്ള അല്ലെ ബന്ധങ്ങൾ ശരിക്കും ചില സമയത്ത് അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ശരിക്കും പോയിറ്റ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റാഫേഴ്സും സിമിലി ഉണ്ട് കേട്ടോ. മെറ്റാഫറും സിമിലി ഒക്കെ ഉണ്ട്. നമ്മൾ കമ്പാരിസൺ ഒക്കെ ചോദിക്കാറുണ്ട്. കമ്പാരിസൺ ചോദിക്കുമ്പോൾ ഈ പോയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് തന്നിരിക്കുന്ന പോയത്തിനെ പറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ മെറ്റാഫറും സിമിലി ഒക്കെ ഉണ്ട്. ആൻഡ് he uses them ironically. The wall is a metaphor for a barrier എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് ഇതിൽ മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ആൻഡ് the wall is a metaphor for a barrier and he turns the natural process of the spring into mysterious something that doesn't love a wall. ആൻഡ് അതേപോലെ ഇവിടെ നോക്കും, അലിട്രേഷൻ ഉണ്ട്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് അല്ലേ. കോൺസണന്റ് സൗണ്ട് ഒരു വരിയിൽ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അലിട്രേഷൻ എന്ന് പറയാം. ആൻഡ് ഇവിടെ നോക്ക്, there is something that doesn't love a wall. അപ്പൊ ഇവിടൊക്കെ എന്താണ്, യെസ് ഇവിടെ എങ്ങനെ there is something that എന്നൊക്കെ പറയുമ്പോൾ ഒരേപോലെയുള്ള വാക്കുകൾ അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് ആ കോൺസണന്റ് സൗണ്ട് വരുന്നുണ്ട്. സോ ഇവിടെ there, that എന്നുള്ളതൊക്കെ എന്താണ്, അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്ക്, അസൊണൻസ് ഉണ്ട് ഇതില്. അസൊണൻസ് ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, ആൻഡ് സ്പിൽസ് upper boulders in the sun എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, അപ്പറിലും അതേപോലെ തന്നെ സണ്ണിലും ഇവിടൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ആ സൗണ്ട് വന്നിട്ടില്ലേ. സൺ അതേപോലെ തന്നെ അപ്പർ രണ്ടിലും അല്ലെ ഒരേപോലെയാണുള്ള സൗണ്ടാണ് വന്നത്. അപ്പൊ അതെന്താ, വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷനാ, സിമിലർ വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷനാ. സോ അതെന്താണ്, അത് അസൊണൻസ് ആണ്. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ദെൻ അതേപോലെ തന്നെ സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കും,
he playfully characterizes some of the boulders as loaves and others as balls. The poet again make use of metaphor when he jogs with his neighbor. അല്ലേ അതേ മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഹീസ് ഓൾ പെയിൻ ഇവിടെയാണ് കേട്ടോ, ഇതാണ് ഇതിലെ മെറ്റഫർ. ഹീസ് ഓൾ പൈൻ ആൻഡ് ആം ആപ്പിൾ ഓർച്ചാർഡ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ദെൻ അതേപോലെ തന്നെ ഇവിടെ നോക്ക് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. എവിടെ പേഴ്സോണിഫിക്കേഷൻ ഉള്ളത്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഗുഡ് ഫെൻസസ് ശരിക്കും നല്ല അയൽവാസികളെ സൃഷ്ടിക്കും എന്നുള്ളതാണോ? ഈ നൈബേഴ്സിനെ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഹ്യൂമന്റെ ക്വാളിറ്റി ആണ്. അതിവിടെ അല്ലെ, യെസ്, ഇവിടെ ഗുഡ് ഫെൻസസ് എന്നാണ് കേട്ടോ, ഇത് ഗോഡ് ആയതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ യെസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതെന്താ ശരിക്കും ഹ്യൂമന്റെ ക്വാളിറ്റി ഇവിടെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തില്ലേ. സോ അതും എന്താണ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ അതേപോലെ തന്നെ നോക്ക്, ഇത് ബ്ലാങ്ക് വേഴ്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ആൻഡ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ. അത്ര വലിയ ഈസി ഒന്നുമില്ല. കാരണം പോയറ്റ് ഇങ്ങനെ പറയുന്നത് മൊത്തം ഫെൻസിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ പോലും അവിടെ പോയറ്റ് പറയാതെ പറയുന്ന ഒരു കാര്യം എന്താണ്, മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടൊക്കെയാണ് എന്നുള്ള. അപ്പൊ വലിയൊരു മെസ്സേജ് ശരിക്കും ആ പോയം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഇന്നർ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള മീനിങ് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. സോ ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ ബിക്കോസ് വി ക്യാൻ ഫൈൻഡ് സം ഹിഡൻ മീനിങ്സ് ഇൻ ദ ലൈൻസ് അല്ലെ. നല്ല ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെയുള്ള അർത്ഥങ്ങൾ ഈ പോയത്തിനുണ്ട് എന്നുള്ള. അപ്പൊ അത് നമ്മുടെ മൈൻഡിലുണ്ടാവും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി balls, we have to use a spell to make them balance. Identify the poem and the poet. അപ്പോൾ ഈ ലോവ്സും അതേപോലെ തന്നെ ബോൾസും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്, മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസർ ഇൻ ദ ഫസ്റ്റ് ലൈൻ. ഇവിടെ തന്നെ ഉള്ളത് ഏതാണ് എന്നുള്ള. ഇവിടെ നേരെ കമ്പാരിസൺ ആണ് നടന്നിട്ടുള്ളത് അല്ലെ. സം ആർ ലോവ്സ്, സം ആർ നിയർലി ബേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പാരിസൺ ആണ് നടക്കുന്നത്. സോ അതെന്താണ്, മെറ്റഫർ ആണ് എന്നുള്ള. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓഫ് യാ. സോ നെക്സ്റ്റ് നോക്ക്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പ് ആണ് നമ്മളോട് ചോദിച്ചത്. റൈറ്റപ്പ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല വേലികൾ ശരിക്കും നല്ല നൈബേഴ്സിനെ സൃഷ്ടിക്കുന്നുണ്ടോ ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ അയക്കുന്നത്. റൈറ്റപ്പ് അല്ലേ, റൈറ്റപ്പ് ആണ്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, റൈറ്റപ്പ് എന്ന് പറയാം. അതാണ് ഈ റൈറ്റപ്പ് നറേഷനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരിക്കുകയാണ്, എന്നാൽ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, യാ. സോ നെക്സ്റ്റ് നോക്ക്, നമുക്ക് എന്തൊക്കെയാ പറയാം ഇതിൽ എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ളത് ഇവിടെ നൈബർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം ഈ വാൾ നീഡാണ് എന്ന് പറയുന്നുണ്ട്, വാൾ ആവശ്യമുണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നല്ല വേലികൾ വേണം എന്നൊക്കെ പറഞ്ഞത്. അപ്പം കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രിപ്പയർ റൈറ്റപ്പ്. അപ്പൊ നമ്മളെ പറ്റിയിട്ടുള്ള നമ്മളോട് അതിനോടുള്ള ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നൈബർ എന്താ പറഞ്ഞത്, ദെൻ അതേപോലെ അല്ലെ അത് ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്, എല്ലാ സ്പ്രിങ്സ് മെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട് ശരിക്കും ഇതിന് ആവശ്യമില്ല, എൻ്റെ ആപ്പിൾ മരങ്ങൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓർച്ചാർഡ് ട്രീസും അല്ലേ, അത് രണ്ടും രണ്ട് സ്ഥലത്തല്ലേ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരൂല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, എ ഗുഡ് ഫ്രണ്ട്സ് ഹെൽപ്പ് ടു കീപ് സം ലിമിറ്റ്. അതായത് ഇനി നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാം. ശരിക്കും എന്താണ് ഇവിടെ ഒരു ഫെൻസ് ഉണ്ടായി വിചാരിച്ച് കുഴപ്പമില്ല, ലിമിറ്റ് കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് നൈബേഴ്സ് വേർഡ്സ്, ഒരു പരിധി വരെ അല്ലെ ഞാനും നൈബറിന്റെ വേർഡ്സിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇൻ മൈ ഒപ്പീനിയൻ എ ഗുഡ് ഫ്രണ്ട്സ് ഈസ് വെരി മച്ച് നെസസറി ടു കീപ് സം ലിമിറ്റ്സ് ബിറ്റ്വീൻ നൈബേഴ്സ്. കുറച്ചല്ലേ നമുക്ക് ലിമിറ്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല നമുക്ക് പ്രൈവസി തരും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് ഈ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും വേലികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. അത് മാത്രമല്ല നോക്ക്, however the fence should not be very high or without a gate or opening. അപ്പം നമ്മൾ വേലിയൊക്കെ വേണം, ഫെൻസ് ഒക്കെ വേണം, പക്ഷെ എന്ത് ചെയ്യണം, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ റിലേഷൻ എന്ത് ചെയ്യരുത്, അത് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനൊരു ഗേറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ ലെവലിൽ അതിന് മനസ്സിലാക്കാൻ ആ രീതിയിലൊക്കെ പറ്റുള്ളൂ. അല്ലാതെ മൊത്തത്തിലല്ലേ വലിയ ചുറ്റുമതിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു നൈബേഴ്സ് തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ളത് നമ്മൾ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ബാഡ്ലി എഫക്ട് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. നല്ല അല്ലെ, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും എന്ത് ചെയ്യും, അത് ബാധിക്കും എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, in the poem Mending Wall, the poet believes that there is no need for a wall. He tells that nature also supports his argument. Why does he think so? അതായത് ഇവിടെ നമ്മുടെ പോയിന്റ് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു വാളിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ
നാച്ചുറും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഹി ടെൽസ് ദാറ്റ് നാച്ചർ ഓൾസോ സപ്പോർട്ട് ഹിസ് ആർഗ്യുമെന്റ്. നാച്ചുറും ഈ വാളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നതാണ്, എന്റെ ആർഗ്യുമെന്റ് ആണ് പ്രകൃതിയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് വാള് വേണ്ട എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ അതിനെ അല്ലെ, വൈ ഡസ് ഹി തിങ്ക് സോ, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നുള്ള, എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ പറയുന്നത്? അതായത് എല്ലാ സ്പ്രിംഗ് സീസണിലും അതിന് അത് കേട് വരുന്നുണ്ട്, അത് നന്നാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ വേറെ ഒന്നുമില്ല, ശരിക്കും അത് പ്രകൃതിക്ക് ഇഷ്ടമില്ല, അതിന്റെ പ്രകൃതി തന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിള്ളൽ വരുത്താണ്, അത് ബ്രേക്ക് ചെയ്യാണ് എന്നൊക്കെയാണ് ഇവിടെ ശരിക്കും പോയിട്ട് പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ്, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിറ്റ്സിന്റെ നൈബർ എന്താ പറഞ്ഞത്, ദ മാൻഡിങ് വാൾ അല്ലെ, അതിൽ പറയുന്നുണ്ട് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. നല്ല വേലികള് നല്ല നൈബേഴ്സിനെ സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞത്. പ്രസന്റ് യുവർ ഐഡിയാസ് ഇൻ ദ ഫോം ഓഫ് 2 ആർഗ്യുമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് 2 ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ 2 മാർക്കിന് ചോദിച്ച ചോദ്യം. അപ്പൊ നമുക്ക് എന്താ പറയാം, അക്കോർഡിംഗ് ടു മീ ഗുഡ് ഫെൻസസ് സ്ട്രെങ്തൻ ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യബന്ധങ്ങളെ സ്ട്രെങ്തൻ ചെയ്യും. അതേപോലെ തന്നെ ഗുഡ് ഫെൻസസ് വിൽ റെഡ്യൂസ് ദ കോറൽ ബിറ്റ്വീൻ ദ നൈബേഴ്സ്, അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കുറക്കാനും നല്ല വേലികൾക്ക് ആവും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. നെക്സ്റ്റ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്രിസിയേഷൻ. ഇത് എല്ലാ ആൾക്കാർക്കും അല്ലെ മാർക്ക് സ്കോർ ചെയ്യാൻ ശരിക്കും സിമ്പിൾ ആണ്, എന്നാൽ പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ഓക്കെ, സോ ഇവിടെ നോക്ക്, അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ വേണ്ടത്? അപ്രിസിയേഷന് ഇൻട്രൊഡക്ഷൻ വേണം. അതായത് നിങ്ങൾ അതിന്റെ 8 മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പാരഗ്രാഫുകളായിട്ട് എഴുതുക. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. അതിൽ അബൌട്ട് ദ പോയിന്റ്, അതിന്റെ തീം, ഇതിനൊക്കെ പറ്റിയിട്ട് എഴുതാം. then അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സമ്മറിനെ പറ്റിയിട്ട് എഴുതാം. അതിലെന്താണോ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായത് ആ കാര്യങ്ങൾ, അപ്പൊ അതിൽ അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ എഴുതാം. then നെക്സ്റ്റ് മക്കളെ, പോയറ്റിക് ഡിവൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 8 മാർക്ക് കിട്ടൂല. ഓക്കെ, സോ ആ പോയത്തിൽ എന്ത് പോയറ്റിക് ഡിവൈസസ് ആണോ ഉള്ളത് അത് കൃത്യമായിട്ട് പറയണം. അതായത് അതിന്റെ റൈം സ്കീം അല്ലെ. റൈം സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനെ പലതുണ്ടാവും, എ ബി സി അങ്ങനെ എന്താണോ നമുക്ക് തന്നിരിക്കുന്നതിന്റെ അത് കറക്റ്റ് അല്ലെ. വാക്കിന്റെ ഓരോ ലൈനിന്റെയും എൻഡ് ഇങ്ങനെ പോയി നോക്കിയാൽ ഇതിന് എ, ഇതിന് ബി, ഇതിന് എ അല്ലെ, അങ്ങനെ നമ്മൾ എ ബി എ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ സ്കീം നെയിം ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അലിട്രേഷൻ ഉണ്ടോ, അസുറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇമേജസ് ഉണ്ടോ, അതായത് വിഷ്വൽ ഇമാജറി ഉണ്ടോ, ഓഡിറ്ററി ഇമാജറി ഉണ്ടോ, ടാക്ടൈൽ ഇമാജറി ഉണ്ടോ, ഓൾഫാക്ടറി ഇമാജറി ഉണ്ടോ. ഇതൊക്കെ എന്താ? വിഷ്വൽ ഇമാജറി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ, നമുക്ക് മൊത്തത്തിൽ ഇമാജറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പോയിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇമാജറി എന്ന് പറയാം. സോ അത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, മണക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷ്വൽ ഇമാജറി, കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്ററി ഇമേജറി, ഇനി മണക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഓൾഫാക്ടറി ഇമേജറി, ഇനി ടച്ച് ചെയ്യാൻ പറ്റിയിട്ട് അല്ലെ, ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ടാക്ടൈൽ ഇമേജറി കേട്ടോ. അപ്പൊ ഇതൊന്നും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വലിയ ലാർജ് ട്രീ നമുക്ക് കണ്ടൂടെ, സൺറൈസ് നമുക്ക് കണ്ടൂടെ, അതൊക്കെ എന്താണ്? അതൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതെ വിഷ്വൽ ഇമേജറി ആണ് എന്നുള്ള അല്ലെ. ഇനിയിപ്പോ അതല്ല, കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ടാണ്, വിൻഡിന്റെ സൗണ്ട് അല്ലെങ്കിൽ കിളികളെ സൗണ്ട്, ഇത് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ പോയിട്ട് അതിൽ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ? ഓഡിറ്ററി ഇമേജറി ആണ്. ഓക്കെ, ഇനി ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞെങ്കിൽ അത് ടാക്ടൈൽ ആണ്. നല്ല ഫ്രാഗ്രൻസിനെ പറ്റിയിട്ട് പോയിട്ട് പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അത് നമുക്ക് ഓൾഫാക്ടറി ആയിട്ടുള്ള അത് എടുത്ത് ചെയ്താ. ദെൻ അതിൽ സിമ്പിൾസ് ഉണ്ടോ, ലാംഗ്വേജ് നല്ല അല്ലെ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണോ അല്ലെങ്കിൽ ടഫ് ആണോ, അതൊക്കെ ചെയ്താ. ദെൻ ഹാപ്പി മൂഡ്, സാഡ് മൂഡ്, ഇതൊക്കെ ചെയ്താ. Then figure of speech means simile, metaphor, personification, hyperbole അല്ലെ, oxymoron, onomatopoeia, ഇതൊക്കെ figure of speech ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. then conclusionൽ എന്ത് ചെയ്യുക, എന്താണോ പോയിറ്റിന്റെ മെസ്സേജ് അല്ലെങ്കിൽ പോയിറ്റിന്റെ ഇന്റൻഷൻ എന്താണോ, then നമ്മുടെ പേഴ്സണൽ കമന്റ് എന്താണോ ഫോം വായിച്ചിട്ട് അത് നമ്മൾ എഴുതുക എന്നുള്ള. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും എഴുതണം. ഇനിയിപ്പോ ഭയങ്കര ടഫ് ആണെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അങ്ങോട്ട് പഠിച്ചു വെക്കാം. ഇത് ഏതൊരു അപ്രിസിയേഷൻ ചോദിച്ചാലും നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ദ പോം ഡാഷ് ഈസ് റിട്ടൺ ബൈ ഫേമസ് പോയറ്റ് ഡാഷ് അല്ലെ, അത് നേരെ ക്വസ്റ്റ്യൻ നോക്കുക, എടുത്ത് എഴുതാം. ദെൻ ദ പോം ഈസ് എ ഡാഷ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഓ വണ്ടർഫുൾ പോം. ദ സെൻട്രൽ ഐഡിയ എന്താണ്? യെസ്, അതെന്താണെന്നുള്ളത് നേരെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതെന്താണോ, അബൌട്ട് എ വുമൺ ആണോ, അബൌട്ട് എ മദർ ആണോ, അല്ലെങ്കിൽ നേച്ചർ ആണോ, എന്താണോ അല്ലെ, ഡെത്ത് ആണോ, അങ്ങനെ എന്ത് കാര്യമാണോ, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണോ, ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് അങ്ങോട്ട് ചെയ്താൽ. ഇൻ ദിസ് പോം പോയറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്. ഇതിൽ പോയറ്റ്
പറയുന്നതും എന്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാ അല്ലെ അതെടുത്ത് ചെയ്താ ഇറ്റ് റിമൈൻഡ് us ഓഫ് ഡാഷ് ഇത് എന്തിനാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ കാര്യങ്ങള് ആൻഡ് നെക്സ്റ്റ് നോക്ക് ദ പോയിന്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോയിന്റ് ഇവിടെ ശരിക്കും ഇതൊക്കെ എന്താണ് നമ്മളങ്ങോട്ട് തള്ളാണ് കേട്ടോ അതായത് എങ്ങനെ ആയാലും ഏതൊരു പോയാലും പോയിട്ട് ശരിക്കും അതിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നല്ല ലൈൻസ് ഒക്കെ കൊടുക്കും നല്ല തോട്ട്സും അതിലുണ്ടാവില്ലേ അപ്പൊ നമ്മളങ്ങോട്ട് പറയാം ദ പോയിന്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോം ഇതിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസും അതേപോലെ തോട്ട്സും ഒക്കെ പോയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് ആൻഡ് ഇതിൽ അതേപോലെ പോയിറ്റ് ഡിവൈസസ് പോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്തു ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോം എന്ന് പറയാം പോയത്തിന്റെ ബ്യൂട്ടി കൂട്ടുന്നുണ്ട് അല്ലേ ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് അലിട്രേഷനും അസൊനൻസും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അല്ലെ റൈം സ്കീമൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആ ലൈൻ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ യെസ് ഹിയർ യു ക്യാൻ സീ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റൂടാ അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റും അസൊനൻസ് കാണാൻ വേണ്ടി പറ്റും അത് എടുത്ത് അങ്ങോട്ട് ചെയ്താൽ പക്ഷെ അറിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ എഴുതിയിട്ട് തെറ്റിക്കരുത് കേട്ടോ തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യും 8ന്റെ 7 മാർക്ക് അങ്ങോട്ടാവും 1 മാർക്ക് അങ്ങോട്ട് പോകും ഒരു തെറ്റ് വന്നില്ലേ അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്ത എക്സാമ്പിൾസ് കൊണ്ടുപോയിട്ട് എഴുതരുത് ഓക്കെ നെക്സ്റ്റ് നോക്ക് ദ പോം ഹാസ് ദ റൈം സ്കീം നേരെ എടുത്ത് നോക്കുക എഴുതാം ഓക്കെ ദെൻ സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തതെന്നൊക്കെ പറയാം ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായിണ്ടാവില്ല എന്നാലും അല്ലെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം മാക്സിമം നമ്മൾ തള്ളി കൊടുക്കുക എന്നുള്ളതാണ് ആൻഡ് ദിസ് പോം ഷോസ് ദ വൈബ്രന്റ് ഇമാജിനേഷൻ ഓഫ് ദ പോയിന്റ് ഇത് ഭയങ്കര പോയിന്റിന്റെ വൈബ്രന്റ് ഇമാജിനേഷൻസ് ഒക്കെ ഇത് കാണിക്കുന്നുണ്ട് ഇതിന്റെ സ്റ്റൈൽ എന്താണ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ക്ലിയർ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഒക്കെ അല്ലെ ഇത് ഭയങ്കര ചാമിങ് എഫക്റ്റ് കാണിക്കുന്നുണ്ട് ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ട് ഇതിന്റെ തീം ഭയങ്കര യൂണിവേഴ്സൽ ആണ് കോമൺ ആണെങ്കിൽ പോലും ആൻഡ് ഇതിൽ ഭയങ്കര വിഷ്വൽ ഇമാജറി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര അറ്റൻഷൻ ഇതിന് സീക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ എന്ത് പറയാം ഐ ലൈക്ക് ദിസ് പോം വെരി മച്ച് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അട്രാക്റ്റീവ് ലൈൻസ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ലൈൻസ് എന്നൊക്കെ നമുക്ക് പറയാം ആഡ് ചെയ്യാം നമ്മുടെ ഒപ്പീനിയൻസ് ഓക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ എഴുതുക ഇനി കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ഒരു പോം തന്നു പോയത്തിന്റെ പേര് തന്നു എന്നിട്ട് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നു അല്ലെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പോയം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് പറയാണ് റീഡ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പോം ഒന്നല്ലെങ്കിൽ എനി വുമൺ തരും അല്ലെങ്കിൽ മെൻഡിങ് വാൾ തരും അല്ലെങ്കിൽ സ്റ്റാമർ തരും അല്ലെ അങ്ങനെ ഏതെങ്കിലും റൈസോ ഏതെങ്കിലും തന്നിട്ട് നമ്മളോട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയാം അതിന്റെ പേര് തന്നിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള പോയത്തിനെ പറ്റി അറിയണം സോ നന്നായിട്ട് നോക്കിക്കോ ടെക്സ്റ്റിലുള്ള പോയം നന്നായിട്ട് നോക്കിക്കോ ഓരോന്നിന്റെയും എന്തൊക്കെയാണ് അതിന്റെ മീനിങ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചൊരു ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ അതിന്റെ തീമൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം അത്രയൊക്കെ മതി ആൻഡ് ഇവിടെ തന്നിരിക്കുന്നതും നമ്മൾ എന്ത് ചെയ്യണം കമ്പയർ ചെയ്യണം സോ ഇതെങ്ങനെയാണ് നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുക എന്നുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ സിമിലാരിറ്റി എന്താ ഇതിന്റെ ഡിഫറൻസ് എന്താ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ടത് ഓക്കെ സോ ഇവിടെ നോക്ക് ഇതിൽ സിമിലാരിറ്റീസ് പറയണം ഡിഫറൻസ് പറയണം സോ അതിന്റെ തീമുകളിൽ ആദ്യത്തെ തീം എന്താ രണ്ടാമത്തെ തീം എന്താ ഇതിന്റെ ടോൺ ഇങ്ങനെയാണ് എന്നാൽ ഇതിന്റെ ടോൺ ഇങ്ങനെയാണ് ഇതിൽ ഈ ഇമേജറി ഉണ്ട് എന്നാൽ ഇതിൽ ഈ ഇമേജറിയാ ഇത് ഭയങ്കര സിമ്പിളാ എന്നാൽ ഇത് അത്ര സിമ്പിൾ അല്ല അല്ലെ അപ്പൊ ആ രീതിയിൽ രണ്ടിനും ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാം അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യാം ഒരു പോയത്തിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതാം ഓക്കെ ഈ ഒരു പോയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതാ ഈ ആളാണ് എഴുതിയിട്ടുള്ളത് ആൻഡ് അങ്ങനെ ഒരു പാരഗ്രാഫ് ആ പോയത്തിനെ പറ്റി രണ്ടാമത്തെ പാരഗ്രാഫിൽ കുറച്ചൊക്കെ ഈ പോയത്തിനെ പറ്റി ചെയ്താൽ മൂന്നാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്യാം ബോത്ത് ഓഫ് ദ പോം എന്നുള്ളത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് കൊടുത്തിട്ട് പറയാം രണ്ടും കൂടി നോക്കുമ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇനി അടുത്തതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് ഡിസിമിലാരിറ്റി ഒക്കെ ചെയ്താൽ അപ്പൊ അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സോ ഇവിടെ നോക്കുക എനി വുമൺ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ മദർ ഓ മൈൻ എന്ന് പറഞ്ഞിട്ടുള്ള റുഡ്യ കിപ്ലിങ്ങിന്റെ ഒരു പോയമാണ് സോ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തറിയണം ടെക്സ്റ്റിലെ എനി വുമൺ നമുക്കറിയണം വേണ്ടേ ടെക്സ്റ്റിലെ എനി വുമൺ നമുക്കറിയണം അതേപോലെ തന്നെ ഈ പോയം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവണം എന്നല്ല ഓക്കെ സോ ഇവിടെ നോക്ക് ഇഫ് ഐ വർ ഹാങ്ഡ് ഓൺ ദ ഹയസ്റ്റ് ഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മദർ ഓ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട് സോ ഇതുമായിട്ട് നമ്മൾ എനി വുമൺ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇത് കാതറീൻ ആണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഇവിടെ നോക്ക് ദ പോം ഡാഷ് ഈസ് റിട്ടൺ ബൈ ഈ പോം അല്ലെ ഫസ്റ്റത്തെ പോം ആരാണ് എഴുതിയിട്ടുള്ളത് ഈസ് റിട്ടൺ ബൈ ഡാഷ് എന്ന് പറയാണ് അല്ലെ എഴുതിയിട്ടുള്ള ആളെ പേര് കൊടുക്കുക എന്നിട്ട് കോമ ഇട്ടിട്ട് whereas the poem dash is written by dash എന്നാൽ ഈ ഒരു പോയം അല്ലെ ഇത് ആരാണോ അപ്പൊ രണ്ടാമത്തെ പോയത്തിന്റെ പേര് ഇതാ is written by dash ഇത് എഴുതിയിട്ടുള്ളത് ഇന്ന ആളാണ് നോക്ക്
The two poems render a poetic framework to the unconditional love of a mother. രണ്ട് പോയത്തിലും എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ് അല്ലെ. രണ്ട് പോയത്തിലും ശരിക്കും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്, മദറിന്റെ എന്നൊക്കെയാണ്. ഓക്കെ, സോ നോക്ക്, മദേഴ്സ് കെയർ ആൻഡ് കൺസേൺ ഫോർ ഇറ്റ്സ് ചിൽഡ്രൻ is highlighted in both poems. രണ്ടിലും പറയുന്നത് അമ്മേന്റെ കെയറിനെ പറ്റിയിട്ടും അമ്മേന്റെ കൺസേണിനെ പറ്റിയിട്ടും ഒക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ മാക്സിമം നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുക. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെയുള്ള ബോത്ത് പോംസ് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡിസിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, പാരഗ്രാഫുകളാക്കിയിട്ട് തന്നെ നിങ്ങൾ ഇവിടെയും നിങ്ങൾ എഴുതുക എന്നുള്ള. സോ നെക്സ്റ്റ് അടുത്ത നമ്മുടെ ചാപ്റ്റർ അമിഗോ ബ്രദേഴ്സ്. സോ ഇവിടെ നമുക്കറിയാം ഇത് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള അമിഗോ ബ്രദേഴ്സ് അല്ലെ. ഇതിൽ നമ്മൾ ഒരു ഫൈറ്റ് ചെയ്യുന്ന അല്ലെ, ബോക്സിംഗ് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ബ്രദേഴ്സിനെ പറ്റിയിട്ടാണ്, ഒരു എന്നാ ഒരു ബ്രദേഴ്സിനെ പോലെ ജീവിക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഫെലിക്സ് വർഗാസ് ഉണ്ട്, അതേപോലെ തന്നെ അന്റോണിയോ ഉണ്ട്. ഓക്കെ, സോ യെസ്, ഇവിടെ നോക്ക്, ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ടു ടീനേജേഴ്സ്, ഫെലിക്സ് അന്റോണിയ. പേര് മറക്കരുത്, അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. എന്നിട്ട് അവർ ഈ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനും വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അതിൽ മത്സരിക്കാന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അല്ലെ, ആദ്യം ഇവരൊരു ഒരു കോമ്പറ്റീഷനിൽ ഇവര് മത്സരിക്കണം. അപ്പൊ ആ ഒരു മത്സരത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കേണ്ടതായിട്ട് വന്നു. അവർ രണ്ടുപേരും ഒപ്പണൻസ് ആയിട്ട് മത്സരിക്കേണ്ടി വന്നു. എന്നിട്ട് അതിൽ ആരാണോ ജയിക്കുന്നത് ആ ആള് എന്തിനെ റെപ്രസെന്റ് ചെയ്തു, ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പോ പക്ഷെ ആ സമയത്ത് പക്ഷെ അവരെന്ത് ചെയ്തു, അതിൽ അവർ പങ്കെടുത്തൊക്കെ ചെയ്തു, രണ്ടാൾക്കാരും മത്സരിച്ചു അല്ലെ, മത്സരിച്ചു. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും അതിൽ താമസിച്ചില്ല എന്നുള്ള അല്ലെ. അവർ അതുവരെ നിന്നിട്ടില്ല, അവർ അതിന്റെ മുന്നേ തന്നെ അവരെന്ത് ചെയ്തു, ആ റിങ്ങിൽ നിന്ന് അവർ ഇറങ്ങി പോന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, ബോത്ത് ഓഫ് ദം ലെഫ്റ്റ് ദ റിംഗ് ആം ഇൻ ആം. രണ്ടാള് ശരിക്കും ഇതിൽ ഒരാളാണ് വിജയ് എന്ന് പറയാൻ അവർ കാത്തു നിന്നില്ല. അവർ രണ്ട് പേരും എന്താ ചെയ്ത്, കൈയും പിടിച്ചിട്ട് അല്ലെ, ആമും പിടിച്ചിട്ട് അവർ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ബിഫോർ ദ അനൗൺസ്മെന്റ്, ആ അനൗൺസ്മെന്റ് വിജയിനെ പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. They didn't wait for the announcement by the referee. They were the champions in the world of friendship. അപ്പോൾ അതിൽ ശരിക്കും വിജയിനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ടു നിന്നീന് അത്രയും ആൾക്കാരെ മുന്നിൽ അല്ലെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വേൾഡിൽ ശരിക്കും അവരാണ് ചാമ്പ്യൻസ് എന്നുള്ള. കാരണം അവരിൽ ഒരാൾ ചാമ്പ്യൻ ആവുക അല്ലെങ്കിൽ ഒരാള് പരാജയപ്പെടുക എന്നുള്ളൊരു സംഭവം അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, അന്റോണിയോയുടെയും ക്രെസിന്റെയും ഇതേപോലെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേരെ പറ്റി കൃത്യമായിട്ട് അറിയണം അല്ലെ. സോ അന്റോണിയോ എന്താണ്, ഒരു 17 years ഓൾഡ് ബോയ് ആണ് അല്ലെ. ദെൻ അതേപോലെ തന്നെ അവർ രണ്ടുപേരും എവിടെയാണ് ജീവിച്ചത്, വളർന്നതൊക്കെ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മനാറ്റൺ, അത് മറക്കരുത്. ദെൻ ഫെലിക്സ് വർഗാസ് അവന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. അന്റോണിയോ എങ്ങനെയാണ്, ഭയങ്കര ഫെയർ, ലീൻ ആൻഡ് ലെങ്കി ആണ് കേട്ടോ. അന്റോണിയോ കുറച്ച് കളറൊക്കെ ഉണ്ടായിട്ട് കുറച്ച് മെലിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. എപ്പോഴേ അല്ലെ അവന്റെ ആ ഒരു എയർ ഇവിടെ ഈ ഒരു കണ്ണിന്റെ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും എന്നുള്ളതാണ് മുടി. ഓക്കെ, രണ്ടാളുടെ ഇവന്റെയും ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് അല്ലെ. ആൻഡ് എന്നിട്ട് ഇവനുമായിട്ട് മത്സരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലാണ് അവർ മത്സരിക്കുന്നതൊക്കെ അല്ലെ. ഹി വാസ് വെരി കോമ്പറ്റീവ്. ഹി ഫൈറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട് ഫെലിക്സ്. ബോത്ത് ഓഫ് ദം വൺ ദ ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫെലിക്സിനെ പറ്റി ചോദിച്ചാലോ, ഫെലിക്സിനും 17 വയസ്സാ. ഫെലിക്സും ഇവിടെ തന്നെ താമസിക്കുന്ന ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാനറ്റൺ, ഒരേ സ്ഥലത്താണ് അല്ലെ. ദെൻ അതേപോലെ തന്നെ ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് എന്താണ്, ഫെലിക്സ് കുറച്ച് ഡാർക്ക് ഷോർട്ട് ഹസ്കിയാണ്, മറ്റവൻ എന്താണ് ഫെയർ ആയിട്ട് ലീൻ ആയിട്ട് ലങ്കിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ആ രണ്ട് വ്യത്യാസമുള്ള. പിന്നെ അവന്റെ അന്റോണിയോയുടെ ഹെയർ ഇങ്ങനെ ഈ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. എന്നാൽ ഫെലിക്സ് അങ്ങനെയല്ല. ഫെലിക്സ് കുറച്ചും കൂടി അല്ലേ ഒരു ബ്ലാക്ക് ഹെയർ ഒക്കെ ഉണ്ടായിട്ട് ഒരു ആഫ്രിക്കൻ സ്റ്റൈലാണ് എന്നുള്ളതാണ്, ഒരു ആഫ്രോ സ്റ്റൈലാണ് അവൻ്റെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. ഓക്കെ, സോ ഇവിടെയും റൈറ്റപ്പ് ചോദിക്കാറുണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഈ ഒരു സ്റ്റോറിയിൽ പോർട്രേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതണം എന്നുള്ളത്. അതായത് ഇവർ ആദ്യം എങ്ങനെയായിരുന്നു, എത്രത്തോളം ഫ്രണ്ട്സ് ആയിരുന്നു, അവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു, ആ കോമ്പറ്റീഷൻ വന്നപ്പോൾ അവർ
അവർക്ക് എന്ത് ചെയ്തു, ദേ ഹാവ് ടു അല്ലേ ഫൈറ്റ് ഈച്ച് അതർ. അപ്പോൾ ആ സമയത്ത് ആരാണോ ദ വിന്നർ വിൽ ബി റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലേ അവർക്ക് ഭയങ്കര അവരുടെ ഇടയിൽ ഒരു വാൾ റേസ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നി. ആൻഡ് ദേ ഡിസൈഡഡ് ടു സെപ്പറേറ്റ്. അവർ ശരിക്കും പ്രാക്ടീസ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ എങ്ങനെയാണോ അവർ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്, എത്രത്തോളം ഫ്രണ്ട്സ് ആണോ, അത് ഒരിക്കലും അവരെ ഈ മത്സരം ബാധിക്കില്ല. ഈ മത്സരത്തിൽ ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കില്ല എന്നുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ അടിപൊളിയായിട്ട് അതിൽ അവർ മത്സരിക്കുന്നത്. പക്ഷേ അല്ലെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ വലിയൊരു കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ ചില സമയത്ത് അവർക്കൊക്കെ ഭയങ്കര പേടിയായി ഇതെന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ. ബട്ട് അറ്റ് ദ ലാസ്റ്റ് ആ ഒരു റെഫറി അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഇവരെന്ത് ചെയ്തു, കൈയും പിടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ബിഫോർ ദ അനൗൺസ്മെന്റിന്റെ മുന്നേ. ദസ് അവർക്ക് എന്ത് വോൺ ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള അല്ലെ ആളുകളുടെ മുന്നിൽ, ഓഡിയൻസിന്റെ മുന്നിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ട്രോഫി അവർക്ക് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ഇതിൽ എന്ത് പോർട്രേ ചെയ്യുന്നുണ്ടടാ, ഫ്രണ്ട്ഷിപ്പ് പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റ് അപ്പ് ചെയ്തേണ്ടത്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്താനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വെന്യൂ, ടൈം, കോണ്ടസ്റ്റൻസ്, എന്താണ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവവും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂസ് റിപ്പോർട്ട് നമ്മൾ ബാക്കി എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. സോ ഇവിടെ നോക്ക്, ഗ്ലിംസസ് ഓഫ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, യാ അപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ടൈറ്റിൽ കൊടുത്തിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ട് സ്ഥലം കൊടുക്കണം, ദെൻ അതേപോലെ തന്നെ ഡേറ്റ് കൊടുക്കുക. എപ്പോ എവിടെ എന്ത് അല്ലെ, ടോംസ്കിൻ സ്ക്വയർ പാർക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അമിഗോ ബ്രദേഴ്സ് തമ്മിലുള്ള സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ്. സോ ആരാണ് ഈ അമിഗോ ബ്രദേഴ്സ് അല്ലെ, അന്റോണിയോ ക്രിസ് ആൻഡ് ഫെലിക്സ് വർഗാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോംകിൻ സ്ക്വയർ 2 o'clock മത്സരം ആൻഡ് രണ്ടുപേരുടെ ഫൈറ്റ് ആണ്. ദെൻ അവരുടെയൊക്കെ അല്ലെ അവരെങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത്, എത്രത്തോളം അവർക്ക് എസ്കോർട്ട് ഉണ്ടായിരുന്നു, എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് അല്ലെ റെഫറി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പഞ്ചസും അവരുടെ ബ്ലോ തമ്മിലുള്ള കാര്യങ്ങൾ. ആൻഡ് ക്രൗഡൊക്കെ എന്താണ് ആദ്യം അല്ലെ ഭയങ്കര വൈബ്രന്റ് ആൻഡ് എന്തൂസിയാസ്റ്റിക് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷേ when the fight was about to finish they got worried. പക്ഷേ അത് മത്സരം ഇങ്ങനെ കഴിയാൻ നേരം ഇവർക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അല്ലെ പറയാം. ആൻഡ് നോക്ക്, യെസ്, പിന്നെ എന്തൊക്കെയാണോ അവിടെ നടന്നിട്ടുള്ളത് അല്ലെ, ഇവിടെ ഹിൻസിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് നോക്ക്, ബോത്ത് ആന്റണി ആൻഡ് ഫെലിക്സ് ഹാഡ് ലെഫ്റ്റ് ലൈക്ക് ട്രൂ ഫ്രണ്ട്സ്. പക്ഷേ മത്സരത്തിന് അവസാനം എന്താ ചെയ്തിട്ടുള്ളത്, ശരിക്കും എന്താ ചെയ്തിട്ടുള്ളത്, ഇവർ ട്രൂ ഫ്രണ്ട്സ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അല്ലേ. ദെൻ they would always be champions. അവർക്കറിയാം അവരെപ്പോഴും ചാമ്പ്യൻസ് ആണ് എന്നല്ലേ. The crowd at the Tompkins Square Park witnessed the true friendship of these two boxers. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞത്, കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഗ്ലിംസസ് ഓഫ് ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കറക്റ്റ് അല്ലേ, ബ്രദർഹുഡിന്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ ഒരു മിന്നായം, ഒരു നേർക്കാഴ്ച എന്നുള്ള രീതിയിലാണ്. അപ്പൊ കറക്റ്റ് ഒരു ടൈറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫ്ലോയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതേപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഹിൻസ് തരും. അപ്പൊ തന്നിരിക്കുന്ന ഹിൻസ് എത്രത്തോളം ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം അതാട്ടോ, തന്നിരിക്കുന്ന ഓരോ പോയിന്റ്സ് എന്ത് ചെയ്യണം നമ്മുടെ ആൻസർ പേപ്പറിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. വലിയൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് അനൗൺസ്മെന്റ്. നമ്മളിപ്പോൾ നേരത്തെ മറ്റേ ചാപ്റ്റർ അനൗൺസ്മെന്റ് പറഞ്ഞു അല്ലെ, അതേപോലെ തന്നെ ഇതിലും അനൗൺസ്മെന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിലും എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറയാം. ഇവരുടെ ഫൈറ്റിന്റെ പേരല്ലേ, ഫ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, ഫ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ഫെലിക്സും ആന്റോണിയോ ആണ് ഇതിൽ മത്സരിക്കുന്നത്. രണ്ടുപേരുടെയും വോയിസ് പറയുന്നുണ്ട്. ഇതിൽ ജയിക്കുന്ന വിന്നർ വിൽ റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അപ്പോൾ ഇതെന്തായിരിക്കും, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. സോ ദ വിസിൽ വിൽ ഗോ ആൻഡ് യു വിൽ സീ എ വണ്ടർഫുൾ ബോക്സിംഗ് കോമ്പറ്റീഷൻ. വിസിൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, യെസ് വിസിൽ മുഴക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബി റെഡി ഫോർ എ ബ്രേക്ക് ടേക്കിംഗ് ഫിനിഷ്. നിങ്ങൾ എന്തിന് റെഡി ആയിരിക്കുക, ഒരു ബ്രേക്ക് ടേക്കിംഗ് ആയിട്ടുള്ള അല്ലെ ഫിനിഷിൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഐ ക്യാൻ സീ ദ റെഫറി പ്രിപ്പയറിംഗ് ടു വിസിൽ. എനിക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, റെഫറി ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വിസിൽ മുഴക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹോപ്പ് ഓൾ ഓഫ് യു വുഡ് എൻജോയ് ഇറ്റ് വെൽ. നിങ്ങൾ എല്ലാ ആൾക്കാരും ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളത്
യെസ് വിചാരിക്കുന്നു അല്ലെ, പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ ഇവിടെ എന്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതേപോലെയുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള ഒരു ലൈവ് കമ്മ്യൂണിക്കേഷൻ രീതിയിൽ തന്നെ നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദ ഹവർ ഓഫ് ട്രൂത്ത് ബൈ പെർസീവൽ വൈൽഡ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സത്യം എന്ന് പറയുന്ന സംഭവം എന്താണ്, എപ്പോഴും എന്ത് ചെയ്യും, ലാസ്റ്റില് അതേ ജയിക്കൂ. അത് വരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പിടിച്ചിരുന്നാലും സത്യത്തിന്റെ മുന്നിൽ അല്ലെ എങ്ങനെ ആയാലും ഏതൊരു കളവിനും പിടിച്ചിരിക്കാൻ പറ്റൂല. എങ്ങനെയൊക്കെ ഇനി കുറച്ചു കാലം പിടിച്ചിരുന്നാലും ഒരു സമയം ആവുമ്പോൾ എന്ത് ചെയ്യും, സത്യം എല്ലാവരും അറിയുക എന്നുള്ള അല്ലെ, ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. സത്യം ആ ഒരു അവസാനം വരെ അത് നിലനിൽക്കും എന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ റോബർട്ട് വാൾവീൻ ആണ് നമ്മുടെ മേജർ ക്യാരക്ടർ. പിന്നെ അതിൽ ആരൊക്കെയുണ്ട്, മാർത്തയുണ്ട്, ജോൺ ഉണ്ട്, എവ് ഉണ്ട്, ഗ്രീഷാം ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ ഈ നമ്മുടെ റോബർട്ട് വാൾവിൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് അല്ലെ, നല്ലൊരു ക്യാരക്ടർ ആണ്. അദ്ദേഹം സത്യസന്ധനാണ്, ഹോണസ്റ്റ് ആൻഡ് ബോൾഡ്, ആൻഡ് ഹി ഡിഡ്ന്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഓക്കെ, ആരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗ്രീഷാം ഓഫർ ചെയ്തിട്ട്, ഗ്രീഷാം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കൈക്കൂലി വാങ്ങാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഹിസ് ഫാമിലി പെർഷ്യൂഡഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. പക്ഷേ ഇങ്ങനെ ഒരു കൈക്കൂലിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പെരക്കാര് വെറുതെ വെക്കോ അല്ലെ, വീട്ടുകാർ വെറുതെ വെക്കോ ഇല്ല. അവര് ഭയങ്കരമായിട്ട് അവര് പറഞ്ഞു അത് വാങ്ങ് അത് വാങ്ങ് അത് വാങ്ങ് എന്ന് പറഞ്ഞിട്ട് അവര് മാക്സിമം ഇവനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ എന്ത് ചെയ്തിട്ടില്ല, അവനത് വാങ്ങിയിട്ടില്ല. ബട്ട് ഹി സ്റ്റൂഡ് ഫോർ ട്രൂത്ത് ആൻഡ് അതേപോലെ ജസ്റ്റിസ് അല്ലെ. പക്ഷെ അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം അവിടെ നിലകൊണ്ടു. ഹി വാസ് റെഡി ഈവൻ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രീഷാം അറ്റ് ദ കോർട്ട്. കോടതിയിലും അദ്ദേഹം ഗ്രീഷാമിന് എതിരെ സ്പീക്ക് ചെയ്യാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തായിരുന്നു, തയ്യാറായിരുന്നു. He never supported Grisham in the bankrupt case. ഈ ബാങ്കിന്റെ അല്ലെ, ഈ ബാങ്ക്രപ്റ്റ് കേസിൽ അദ്ദേഹം ഒരിക്കലും ഗ്രീഷാമിനെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം സംസാരിച്ചില്ല. At last he got a good job offer from Marshall. പക്ഷേ അദ്ദേഹത്തിന് ഈ സത്യസന്ധത കണ്ടിട്ട് അതിനേക്കാളും വലിയൊരു ഓഫർ ആര് കൊടുത്തിട്ടുണ്ട്, മാർഷാല് കൊടുത്തു എന്നുള്ള. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഗ്രീഷാമ കൊടുത്തിട്ടുള്ള ഈ കൈക്കൂലി വാങ്ങി അവിടെ ഇരിക്കേണ്ടി വരും അല്ലെ. പക്ഷെ ഇത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനേക്കാളും നല്ലൊരു കമ്പനിന്ന് അല്ലെ, നല്ലൊരു തേർഡ് നാഷണലിന് ഇവിടെ മാർഷാൽ ഒരു ഓഫർ കൊടുക്കുകയാണ്. ഇറ്റ് വാസ് എ റിവാർഡ് ടു ഹിസ് ഹോണസ്റ്റ് ക്യാരക്ടർ. തന്റെ സത്യസന്ധമായിട്ടുള്ള ക്യാരക്ടറിനുള്ള ഒരു റിവാർഡാണ് അത്, ആ അവാർഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ വെക്കണം. സോ ശരിക്കും ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പീപ്പിളുടെ അല്ലെ, നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ഒരു കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്നൊക്കെ നമുക്കറിയാം, പല ഇപ്പോൾ പഞ്ചായത്ത് മുതൽ അങ്ങോട്ട് തുടങ്ങാണ് അല്ലെ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, വി ക്യാൻ സീ കറപ്ഷൻ. നമുക്ക് അവിടെയൊക്കെ ഈ അഴിമതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ള അല്ലെ. സോ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ, വല്ലാണ്ട് ഈ ക്യാഷ് ആളുകളുടെ ഈ ഒരു അഴിമതി മനോഭാവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ഇതിൽ ഈ ഒരു പ്ലേയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ നോക്ക്, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ബാഡ് ആയിട്ടുള്ള ട്രേറ്റ് ആണ് ഈ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ ഈ അത്യാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ ആൾക്കാർ ഈ കറപ്ഷനും കാര്യങ്ങളും അഴിമതിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ പീപ്പിൾ ഫോർഗെറ്റ് ദെയർ മോറൽസ് ആൻഡ് വാല്യൂസ് ബിഫോർ ഫോർച്യൂൺ. എടാ, മനുഷ്യന്മാരുടെ മുന്നിൽ പല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടുമ്പോ അല്ലെ ആൾക്കാർ എന്താ ചെയ്യുക, ഫോർച്യൂണൊക്കെ മുന്നോട്ട് വെച്ച് നീട്ടുന്ന സമയത്ത് പീപ്പിൾ വിൽ ഫോർഗെറ്റ് ദെയർ മോറൽസ്. നമ്മുടെ അല്ലെ മോറൽസ് നമ്മൾ മറന്നു പോവാണ്. ആൻഡ് വാല്യൂസ്, നമ്മുടെ ഒക്കെ മൂല്യങ്ങൾ, നമ്മുടെ അല്ലെ, നമ്മുടെ എത്തിക്സ് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ അഴിമതി ചെയ്യാണ് എന്നുള്ളതാണ്. പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബാൾഡ്വിൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഇതിലുള്ള ആദ്യം ഒരു ആയിരുന്നു, ബാങ്ക് എംപ്ലോയി ആണ്, ഹി വാസ് എ മാൻ ഓഫ് ട്രൂത്ത് ആണെന്ന് പറയാം. അദ്ദേഹം അല്ലെ ആ ഒരു ബ്രൈബ് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഗ്രീഷാമിനെതിരെ അദ്ദേഹം വിറ്റ്നസ് ആയിട്ട്, സാക്ഷിയായിട്ട് അദ്ദേഹം അവിടെ അല്ലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഹി സ്റ്റുഡ് ഫേം ഫോർ ഹിസ് ട്രൂത്ത്ഫുൾനെസ്. തന്റെ അല്ലെ ആ സത്യസന്ധതയില് അദ്ദേഹം എന്താണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളതാണ്, നിലകൊണ്ടു. ആൻഡ് അദ്ദേഹം ഫാമിലി ഒക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ടും അദ്ദേഹം ചെയ്തില്ല. ഹി ഡിഡ്ന്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ്, ആ ഒരു കൈക്കൂലി അദ്ദേഹം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഹി വാസ് വെരി ഓണസ്റ്റ്, ഹി വാസ് എ ഗുഡ് ഒബ്സർവർ. മാർഷൽ ഓഫേർഡ് him a good position in third national. തേർഡ് നാഷണലിലുള്ള നല്ലൊരു ഉയർന്നിട്ടുള്ള പൊസിഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള ആ ഒരു റിവാർഡാണ് അത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ചോദ്യം വന്നാ, ഒരു ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്താലുള്ള ഒരു ചോദ്യം വന്ന എന്താ, ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്,
ലൈവായിട്ട് നമ്മൾ പറയുന്ന കാര്യം അല്ലേ. അപ്പോൾ അത് പ്രസന്റ് ആവണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓഡിയൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് അവിടെ നടക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ടത് അല്ലേ. അപ്പോൾ അത് 1 പ്രസന്റ് ടെൻസിലായിരിക്കണം, 2 നമ്മൾ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം, 3 നമ്മുടെ അവിടെ ലൊക്കേഷൻ പറയണം, എന്താ അവിടെ നടക്കുന്നത് ഡീറ്റെയിൽസ് അതെല്ലാം നമ്മൾ പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ആസ് എ റിപ്പോർട്ടർ ഓഫ് ദി BBC ന്യൂസ് യു ആർ പ്രസന്റ് അറ്റ് ദ കോർട്ട് ഡ്യൂറിംഗ് ടൈം ഓഫ് ഗ്രീഷാംസ് ട്രയൽ. ഗ്രീഷാമിന്റെ വിചാരണ നടക്കുകയാണ്. ഗ്രീഷാം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ അഴിമതി ചെയ്തിട്ടുള്ള ആളാണല്ലേ. അപ്പോൾ ഈ അഴിമതിന്റെ ഈ ഒരു ട്രയൽ വിചാരണ നടക്കുന്ന സമയത്ത് നിങ്ങൾ കോർട്ടിൽ അല്ലെ ഉണ്ട് എന്ന് നിൽക്കാം. അതായത് BBC ന്യൂസിന്റെ റിപ്പോർട്ടർ എന്നുള്ള നിലയിലും. സോ ഗിവ് എ ലൈവ് TV റിപ്പോർട്ട് റിഗാർഡിംഗ് ദ ട്രയൽ. അപ്പം ഈ ഒരു വിചാരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈവ് TV റിപ്പോർട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഒരു ലൈവ് TV റിപ്പോർട്ട് ആകുമ്പോൾ ഫസ്റ്റ് അല്ലെ നമ്മൾ വിഷ് ഒക്കെ പറയാം. ഗുഡ് ഈവനിങ്, വെൽക്കം ടു BBC ന്യൂസ്, ഐ എം ചെസ്ന റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ദ കോർട്ട് ഹൗസ്. എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, കോർട്ട് ഹൗസിൽ നിന്നാണ് എന്നുള്ള അല്ലെ. സോ the trial of Mr. Grisham has captivated the attention of all those seeking truth and justice. സത്യത്തിന്റെയും നീതിയുടെയും അല്ലെ ഇതൊക്കെ സീക്ക് ചെയ്യുന്ന, അതിനൊക്കെ വേണ്ടി നിലനിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഗ്രീഷാമിന്റെ ഒരു വിചാരണ അല്ലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. The courtroom today witnessed an intense legal battle as a prosecution and defense part over the fate of Mr. Grisham, accused of a crime that has shaken this community. ഈ കമ്മ്യൂണിറ്റിയെ തന്നെ അല്ലെ പിടിച്ചു കുലുക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു കറപ്ഷൻ നടത്തിയിട്ടുള്ള മിസ്റ്റർ ഗ്രീഷാമിന്റെ വിചാരണ നടക്കുന്ന ഇന്ന് കോർട്ടും അല്ലെ അതേപോലെ തന്നെ ഈ ഒരു ഡിഫൻസും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു ലീഗൽ ബാറ്റിലാണ്, ഒരു നിയമയുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. The trial has unfolded as a gripping exploration of morality and the complexities of human nature. Witnesses have taken the stand, each painting a different facet of the events that led to this moment. The defense, led by the brilliant defense attorney, has passionately argued for the innocence of Mr. Grisham, highlighting the inconsistencies in the prosecution case and presenting compelling evidence to support their claims. അല്ലേ, അതായത് ഗ്രീഷാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്രീഷാം ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, കുറ്റവാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടേയിരിക്കും അല്ലേ, ഒരുപാട് എവിഡൻസ് ഒക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയും. അപ്പോൾ അതിങ്ങനെ കാണുന്ന പോലെയുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ദെൻ ഇതിനി കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും, അതായത് അവിടെ ആരുണ്ടാവും, നമ്മുടെ റോബർട്ട് ബാൾവിൻ ഉണ്ടാവും. റോബർട്ട് ബാൾവിൻ എന്ത് ആയിട്ട് പറയും, വിറ്റ്നസ് ആയിട്ട് പറയും. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ റോബർട്ട് ബാൾവിനെ പറ്റിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ലൈവ് TV റിപ്പോർട്ടിൽ കൊടുത്തോടെ. അദ്ദേഹം ഈ ഒരു സെയിം ഈ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയി ആണ്. ബട്ട് നൗ ഹി സ്റ്റാൻഡ് എന്തായിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ആസ് എ വിറ്റ്നസ് എന്നുള്ള ഒരു വിറ്റ്നസ് ആയിട്ട് ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എഗെയിൻസ്റ്റ് ദ ഗ്രീഷാമിനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് കുറച്ചും കൂടിയൊക്കെ വരികൾ പറഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അതായത് ഇനിയിപ്പോൾ എന്താണ് വിചാരണ അല്ലേ, തൊട്ടടുത്ത ദിവസത്തേക്ക് വീണ്ടും ഹിയറിങ്ങിന് വെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാലോ. കേസ് ഇന്ന ദിവസത്തേക്ക് മാറ്റി, അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡപ്പ് ചെയ്യാമെന്നുള്ള. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ലൈവ് TV റിപ്പോർട്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഇനി നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവരുത്. സോ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കേണ്ടി വരും. സോ മക്കളെ എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നേരെ ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സ് ഒക്കെ അപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു വെക്കുക. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സ് വായിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകണം എന്നുള്ളതാണ്. ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. നന്നായിട്ട് തന്നെ നിങ്ങൾ വായിക്കുക. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കേട്ടോ, എത്രത്തോളം ഓരോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മോഡൽ എക്സാം ആണ്. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ ഇത് കാണേണ്ടി എന്നതാണ് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടാവും. ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അറിയാതെ നിൽക്കും, പലതും ഉണ്ടാവും, പലതും നാളെ സംഭവിക്കും. പക്ഷേ യു ഡോണ്ട് വെറി, ഒരു പ്രശ്നമില്ല, ഇത് മോഡൽ എക്സാം ആണ്. അപ്പോൾ കൂളായിട്ട് മക്കളെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവുക. ഓക്കെ, നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കുക, വേർഡ്സ് ഒക്കെ ഓർമ്മ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ നാളെ കൃത്യം
6 മണിക്ക് തന്നെ നമ്മുടെ റോക്കറ്റ് റിവിഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും റോക്കറ്റ് റിവിഷനിൽ നിങ്ങൾ വരിക. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അവസാന നിമിഷം കുറച്ച് പൊടിക്കൈകൾ തരാനുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും കൂടി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വിഷ് ഓൾ ദ ബെസ്റ്റ്. ആരും എന്ത് ചെയ്യരുത്, ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങനെ കുഴപ്പിക്കൊന്നുമില്ല. നമ്മളൊന്ന് ഇംഗ്ലീഷിനൊന്ന് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് എക്സാം ചെയ്താൽ മതി. ഓക്കെ, ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു പ്രശ്നമില്ല, അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിക്കുക, ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അത് ഭയങ്കര പണിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് നോക്കുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ എന്താവും, ഭയങ്കര ഇടങ്ങാറാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു സ്ട്രെസ്സും പ്രഷറൊക്കെ ഒന്ന് ഒഴിവാക്കുക, റിലാക്സ് ആയിട്ട് അടിപൊളിയായിട്ട് കൂളായിട്ട് എക്സാം എഴുതുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നാളെ കൃത്യം 6 മണിക്ക് റോക്കറ്റ് റിവിഷനിൽ കാണാം. സോ മക്കളെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ആരെങ്കിലുമൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ മക്കൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്യാതെ പോവരുത്. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ആൻഡ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഇനി നമുക്ക് പബ്ലിക് എക്സാം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.